ഒരു പാതിരാത്രി അള്ളാഹുവിന് വേണ്ടി ഉറക്കൊഴിക്കുക എന്നത് നമുക്ക് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ വകയായി ചെയ്തു എന്ന് അള്ളാഹുവിനോട് പറയണല്ലോ. എന്തെങ്കിലും ചെയ്തു, അതിനെന്തെങ്കിലും ചില പിടിക്കൈകൾ നമുക്ക് പിടിച്ചു കയറാൻ പറ്റിയത് കയ്യിൽ വേണമെന്നാണ്. സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു മരുഭൂമിയിലൂടെ യാത്ര പോകുമ്പോഴാണ് അവരുടെ കുടുംബമടങ്ങുന്ന സംഘത്തെ ഒരു സംഘം കൊള്ളക്കാർ കൊള്ളയടിച്ചത്. കയ്യിൽ കിട്ടിയ ഭക്ഷണമെല്ലാം അവർ ഓഹരി വെച്ച് തിന്നുമ്പോൾ കൂട്ടത്തിലുള്ള ഒരു കള്ളൻ മാത്രം തിന്നാതെ നിന്നപ്പോഴാണ് സുഹൈൽ ഇബ്നു അംർ എന്നവർ ചോദിച്ചത്, അല്ല, നിങ്ങൾക്ക് ഞങ്ങളുടെ ഭക്ഷണം ആവശ്യമില്ലേ? നിങ്ങളാണല്ലോ ഈ ബൾഗേഴ്സിൻ്റെ ഈ കൊള്ളക്കാരുടെ തലവൻ, നിങ്ങൾക്ക് ഈ ഭക്ഷണം വേണ്ടേ? അദ്ദേഹം പറഞ്ഞു, മാലിഷ്, ഇന്ന് യൗമുൽ ഖമീസാണ്, ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്, ഞാൻ സുന്നത്ത് നോമ്പെടുക്കുന്ന ദിവസമാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ലിസ്സുൻ യസൂമു സുന്ന, കള്ളൻ സുന്നത്ത് നോമ്പെടുക്കേ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അത്റുകു ബൈനി വ ബൈനല്ലാഹി ബാബൻ അസാ അൻ അദ്ഖുല മിൻഹു യൗമമ്മ, ഞാനും എൻ്റെ റബ്ബിൻ്റെയും ഇടയിൽ ഒരു വാതിൽ ഞാൻ തുറന്നു വെക്കുകയാണ്. എന്തെങ്കിലും ഒരു കാലത്ത് എനിക്ക് അതിലൂടെ റബ്ബിൻ്റെ അടുത്തേക്ക് പോവേണ്ടി വരും, എന്തെങ്കിലും ഒരു നന്മ ഞാൻ ചെയ്തു എന്ന് പറയണ്ടേ, അതുകൊണ്ട് സുന്നത്ത് നോമ്പ് വിടാറില്ല. സുബ്ഹാനല്ലാഹ്. 2 വർഷങ്ങൾക്ക് ശേഷം ഹജ്ജിന് പോയപ്പോഴാണ് സുഹൈൽ ഇബ്നു അംർ എന്നവർ കഅബയുടെ കില്ലയിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നത്. ഇത്രയും നല്ലൊരു മനുഷ്യൻ, കാരണം കരയാൻ കഴിയുന്നത് ഒരു സൗഭാഗ്യമാണെന്നാണ്, പ്രത്യേകിച്ച് ഹറമുകളിൽ. ഹുനാ തുസ്കബുൽ അബറാതു യാ ഉമർ, വിശുദ്ധമായ ഹജറുൽ അസ്വദിനെ കാണിച്ചുകൊണ്ട്, മഖാം ഇബ്രാഹിം കാണിച്ചുകൊണ്ട് നബി തങ്ങൾ പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമറേ, ഇവിടെ കരയേണ്ട സ്ഥലമാണ്, കണ്ണുനീർ വാർക്കേണ്ട സ്ഥലമാണ്, അവിടെ സെൽഫി എടുക്കേണ്ട സ്ഥലമല്ല, കണ്ണുനീർ വാർത്ത് കരയേണ്ട സ്ഥലമാണ് ഹറം. അപ്പൊ അവിടെ ഇങ്ങനെ കരയുന്ന ഒരു മനുഷ്യൻ മുവഫഖാണ്, തൗഫീഖ് കിട്ടിയ മനുഷ്യനാണെന്നാണ്. ഈ മനുഷ്യനോട് ദുആയിരപ്പിക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. കഅബയുടെ കില്ല പിടിവിടാതെ പൊട്ടിക്കരഞ്ഞ് ദുആയിരക്കുന്ന ഒരു മനുഷ്യൻ സുഹൈൽ ഇബ്നു അംർ തങ്ങൾ. അദ്ദേഹം മുഖം തിരിച്ചു വരുമ്പോൾ, എവിടെയോ നമ്മൾ കണ്ട് പരിചയമുണ്ടല്ലോ, 2 കൊല്ലം മുമ്പ് നിങ്ങളുടെ യാത്രാസംഘം കൊള്ളയടിച്ച നോമ്പ് നോറ്റിരുന്ന കള്ളൻ, അതേ ഞാൻ. എന്തു പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ അന്ന് പറഞ്ഞില്ലേ, അത്റുകു ബൈനി വ ബൈനല്ലാഹി ബാബൻ അസാ അൻ അദ്ഖുല മിൻഹു യൗമമ്മ, ഒരു ദിവസം എൻ്റെ റബ്ബിൻ്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി ഒരു വാതിൽ ഞാൻ അവിടെ തുറന്നു വിടുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ വാതിൽ അല്ലാഹു സ്വീകരിച്ചു. ഞാൻ ഇപ്പം നന്നായി പഴയ ഏർപ്പാടൊക്കെ നിർത്തി എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒരു പക്ഷേ ഒരു നേരത്തെ, ഒരു പാതിരാ നേരത്തെ ഒരു ഉറക്കൊഴിക്കലോ, ഒരു 2-3 മണിക്കൂർ ഒരു പക്ഷേ നമ്മുടെ നനഞ്ഞു നിൽക്കുന്ന ചെളിമണ്ണിൽ നിന്ന് നിൽക്കലോ, അല്ലെങ്കിൽ ഒരൽപ്പം പ്രയാസം സഹിക്കലോ, ഹ്യൂമിഡിറ്റിയും ചൂടൊക്കെ പരസ്പരം നിന്ന് സഹിക്കലൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലാൻ ഒരുപക്ഷെ അവിടെ എത്തുമ്പോൾ വലിയ അമലായിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യുവാക്കളും സമകാലിക പ്രതിസന്ധികളും എന്ന ഒരു വിഷയമാണ് നമ്മളിവിടെ ചർച്ചക്കെടുത്തിട്ടുള്ളത്. സൂറത്തുൽ മാഇദയിലെ 100-ാമത്തെ ആയത്ത് ഞാൻ ഓതി വെക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث. قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث فاتقوا الله يا أولي الألباب لعلكم تفلحون. قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث فاتقوا الله يا أولي الألباب لعلكم تفلحون. قل പറയുക നബിയേ, ലാ യസ്തവിൽ ഖബീഥു വത്തൊയ്യിബ്, നന്മയും തിന്മയും ഒരുപോലെയല്ല. വലൗ അഅജബക കസറത്തുൽ ഖബീസ്, തിന്മ ഒരുപാട് കൂടുതലാണല്ലോ എന്ന് കണ്ട് അത്ഭുതപ്പെടേണ്ട നബിയെ, കൂടുതലുള്ളതല്ല വിഷയം, നന്മയാണോ തിന്മയാണോ എന്നതാണ് വിഷയം. വലൗ അഅജബക കസറത്തുൽ ഖബീസ്, ലോകത്ത് തിന്മയുടെ മാർഗം തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ എണ്ണം എത്ര വർദ്ധിക്കുന്നുവോ അത് കണ്ട് അത്ഭുതപ്പെടലിൻ നബിയെ.
ലാ യസ്തവിൽ ഖബീഥു വത്വയ്യിബ്, നന്മ എത്ര കുറവാണെങ്കിലും നന്മയും തിന്മയും ഒരുപോലെയല്ല. ഫത്തഖുല്ലാഹ്, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണേ. യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകളെ, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം ലഭിക്കാൻ അത് അനിവാര്യമാണ്. അല്ലാഹുവിനെ ഭയപ്പെടുന്ന സത്യവിശ്വാസികളായി വിശ്വാസിനികളായി അല്ലാഹു നമ്മളെയൊക്കെ മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തിന്മയുടെ അതിപ്രസരം കണ്ട് അത്ഭുതപ്പെട്ടു പോകരുത് നബിയെ. തിന്മ കൂടുതലാണ്. ഏത് നാട്ടിൽ ചെന്നാലും ചെറുപ്പക്കാർക്കിടയിലുള്ള സ്വാഭാവികമായ സ്വഭാവച്യുതികൾ ധാരാളം കാണാൻ കഴിയും. നമ്മുടെ പ്രവർത്തകന്മാർ ഒരു ചെറിയ ബക്കറ്റുമായിട്ട് ഇങ്ങടുത്തൊക്കെ വരുന്നുണ്ട്. അതിനൊന്നും അങ്ങോട്ട് പോക്കറ്റ് അടിക്കരുത്, എന്തെങ്കിലും എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കാനുള്ളതാണ് ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മുടെ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങളോട് സൂചിപ്പിച്ചല്ലോ. അപ്പോൾ അതിലേക്ക് കാര്യമായൊരു സംഭാവന ഇൻഷാ അല്ലാ ഈ രാത്രിയിൽ നിങ്ങളൊന്നും വീട്ടിലൊന്ന് കാണാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇവിടെ വന്നപ്പോൾ ഒന്ന് കാണുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കൈയഴിഞ്ഞ് സഹായിക്കണം. അള്ളാഹു അത് വിജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾക്ക് പോകാനുള്ള വഴി സൗകര്യപ്പെടുത്തി കൊടുക്കണം ഇൻഷാ അല്ലാ. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, അതിനിടയ്ക്കൊരു കാര്യം പറയാൻ മറന്നുപോയി. ബഹുമാനപ്പെട്ട നൗഷാദ് ബാഖവി ഉസ്താദാണ് ഈ പരിപാടിക്ക് ഇവിടെ വരേണ്ടിയിരുന്നത്. ഉസ്താദിന് വേണ്ടി ഒരുമിച്ച് ചേർന്ന സദസ്സാണിത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ MLAക്ക് വേണ്ടി രണ്ട് ക്രൗഡ് പുള്ളേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അൽഹംദുലില്ലാഹ്, ഏതായാലും ഉസ്താദിൻ്റെ ആ പൊന്നുമോൻ്റെ വിയോഗത്തിൽ നമ്മുടെ സങ്കടവും വിഷമവും നമ്മൾ ഉസ്താദിനോടൊപ്പം പങ്കുവെക്കുകയാണ്. അള്ളാഹു ആ കുഞ്ഞിനെ അവർക്ക് അല്ലാഹുമ്മ ജഅൽഹു ദുഖ്റൻ വഇളതൻ വഅ്തിബാറ, അവർക്ക് പരലോകത്ത് സ്വർഗ്ഗലോകത്തേക്ക് സ്വീകരിക്കാനുള്ള ഒരു സ്വത്തായി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാൻ ദുആ ചെയ്യുകയാണ്. 3 വർഷത്തെ ഉസ്താദിൻ്റെ നിരന്തരമായ പ്രഭാഷണ പരിപാടികളിലൂടെ നമുക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞതാണ് മണ്ണാർക്കാട് ഇസ്ലാമിക് സെൻറ്ററിൻ്റെ വിജയം. അതുകൊണ്ട് ഈ സ്ഥാപനം നൗഷാദ് ബാഖവി ഉസ്താദുമായി കടപ്പെട്ടിരിക്കുകയാണ്. അവരൊക്കെ ചെയ്യുന്ന സേവനങ്ങൾ, ദീനി ദഅവി പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്തു കൊള്ളട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് നമ്മുടെ ന്യൂ ജനറേഷൻ, ന്യൂ എന്ന് എല്ലാ തലമുറയും ന്യൂ ജനറേഷനാണെന്ന്, ലോകത്ത് ഒരു വിഭാഗവും ഞങ്ങൾ പഴമക്കാരാണെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ മോസ്റ്റ് മോഡേൺ ആണ്, 50 കൊല്ലം മുമ്പുള്ളവരൊക്കെ പഴമക്കാർ. പക്ഷെ 50 കൊല്ലം മുമ്പുള്ളവർ ചിരിച്ചത് അങ്ങനെയാണ്, നമ്മൾ മോസ്റ്റ് മോഡേൺ ആണ്, നമ്മുടെ മുമ്പ് കഴിഞ്ഞവരാ ഒരു ലോകവും കാണാത്തവർ, അവർക്ക് മുമ്പ് ജീവിച്ചവരും അത് തന്നെയാണ് ചിന്തിച്ചത്. ഇനി ഒരു തലമുറ വരുമ്പോൾ അവർ നമ്മളെപ്പറ്റി പറയാം, അവർക്ക് ആകെ ഒരു വാട്സപ്പും ഫേസ്ബുക്കല്ലേ കിട്ടിയിട്ടുള്ളൂ, നമുക്ക് എന്തൊക്കെ ഉണ്ട്, നമുക്ക് കാലം ശേഷം വരുന്നവർ നമ്മളെപ്പറ്റി അത് പറയുന്നതാണ്. അപ്പോൾ എല്ലാ ജനറേഷൻസിൻ്റെയും ട്രെൻഡുകൾ ഏകദേശം ഒരുപോലെയാണ്. പക്ഷേ മുത്തുനബി തങ്ങളുടെ ഒരു ഹദീസ് ഞാൻ ഓർത്തു പോവുകയാണ്. ഉസീകും ബിശ്ശബാബി ഖൈറൻ ഫഇന്നഹും അറഖു അഫ്ഇദ. നബി തങ്ങൾ പറയാൻ, ഉസീകും ബിശ്ശബാബി ഖൈറ, യുവാക്കളോട് നിങ്ങൾ നല്ല നിലക്ക് പെരുമാറണമേ. മുതിർന്നവരോട് പറയാൻ നബി തങ്ങൾ, കാരണവന്മാരോട്, പള്ളി കമ്മിറ്റിക്കാരോടൊക്കെ, കുരുത്തക്കോടൊക്കെ എല്ലാ നാട്ടിലും ഉണ്ട്, കുറച്ചൊക്കെ മണ്ണാർക്കാടും ഉണ്ടാവും അല്ലേ, എല്ലാ നാട്ടിലും ഉണ്ട്. കുറച്ച് കയ്യിൽ കാശൊക്കെ കിട്ടുമ്പോൾ ഒന്ന് മിനുങ്ങും. പിന്നെ ഇനി കോയമ്പത്തൂർക്ക് മദ്രാസൊക്കെ കയറി പോയാൽ ഇവിടെ നിന്ന് അടുത്തല്ലേ, എന്തൊക്കെയാണ് നടക്കണമെന്ന് അറിയില്ല. അപ്പോൾ അവരങ്ങ് എഴുതി തള്ളരുത്, അവർക്ക് നല്ല നിലക്ക് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്താൽ അവർ നന്നാവും. അവരുടെ ഹൃദയം വളരെ സോഫ്റ്റാണ്. അതുകൊണ്ടാണ് ഒരു ലവ് മെസ്സേജ് ഒക്കെ വരുമ്പോഴേക്കും അവർ വീഴുന്നത്. റബ്ബേ, ഇപ്പോൾ ഇന്നെ എത്രക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ. കൽബ് വളരെ സോഫ്റ്റായി ടീനേജേഴ്സിൻ്റെ പെട്ടെന്ന് വീഴും. നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങളല്ലാതെ ഒരാൾ വേണ്ടട്ടോ, ആരോടെ +2 വിദ്യാർത്ഥിയോടൊക്കെ പറയണ്ടാവുക. രാജു, അങ്ങനെ അനുഭവങ്ങളുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്താണ് രാജേഷ്, ഷൊർണൂരിൽ നിന്ന് വരിക. അൽഹംദുലില്ലാഹ്. അപ്പോൾ അറഖു അഫ്ഇദതൻ, വളരെ സോഫ്റ്റാണ് അവരുടെ ഹൃദയം, വളരെ സോഫ്റ്റാണ്. ചെറുപ്പക്കാർ പെൺകുട്ടികളൊക്കെ അങ്ങനെ ഒളിച്ചോടി പോണത്, അവർക്ക് അറിയില്ലല്ലോ. 4 ചീരഞ്ചിരി റഹ്മാനായ റബ്ബേ, അങ്ങനെ ചാടിപ്പോയ വലിയ വലിയ
3-4 കുട്ടികളുള്ള ഉമ്മാരൊക്കെ പറഞ്ഞ കഥ അവരെ കൗൺസിലിങ്ങിൽ കൊണ്ടുവന്നിരുത്തിയപ്പോഴേ ആരുടെ കൂടെ ഡിഗ്രിക്ക് പഠിക്കുന്നവൻ്റെ കൂടെ 3-4 കുട്ടികളുള്ള ഉമ്മാരൊക്കെ ചാടിപ്പോയപ്പോൾ എന്തേ ഈ പോകാൻ കാരണം, എനിക്ക് അയാളുടെ വിറ്റും ഹ്യൂമറൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അറക്കു അഫ്ഇദതൻ, ഇത് വീണു പോകുന്നവരാണ് ചെറുപ്പക്കാർ. ഫഇന്നഹും അറക്കു അഫ്ഇദതൻ ലഖദ് ബഅസനി അല്ലാഹു ബിൽ ഹനീഫിയത്തി സംഹ ഫഹാലഫനി അശ്ശബാബ് വഖാലഫനി അശ്ശുയൂഖ് എന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ ഇസ്ലാം എന്ന ജീവിത പന്ഥാവുമായി അള്ളാഹു എന്നെ പറഞ്ഞയച്ചപ്പോൾ ഋജുവായ ജീവിത രീതി അംബിയാഇന്റെ കൈകളിലൂടെ കടന്നു വന്ന ആ സന്ദേശം ഞാൻ ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചപ്പോൾ ഫഹാലഫനി ശബാബ്, എൻ്റെ കൂടെ നിന്ന് പോരാടിയത് യുവാക്കളായിരുന്നു. വഖാലഫനി അശ്ശുയൂഖ്, പ്രായമുള്ള ആളുകൾ എനിക്കെതിരായിരുന്നു. അന്ന് അബൂജഹലിനെ പോലെയുള്ളവർ, ഉത്ബയെ പോലെയുള്ളവര്. അതുകൊണ്ട് എൻ്റെ കൂടെ നിന്നവരെ, എൻ്റെ കൂടെ ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ കൂടെ നിന്നവർ ചെറുപ്പക്കാരായിരുന്നു. അതുകൊണ്ട് ചെറുപ്പക്കാരോട് നിങ്ങൾ നല്ല നിലക്ക് പെരുമാറണേ എന്ന് ആ നന്മയോർത്ത് പറയുന്നു പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു മനോഹരമായ കാഴ്ചപ്പാടല്ലേ. എൻ്റെ കൂടെ അന്ന് ഒപ്പം നിന്നത് ചെറുപ്പക്കാരാ, അതുകൊണ്ട് അവരോട് നല്ല നിലക്ക് പെരുമാറണം കേട്ടോ. കുറച്ച് കുരുത്തക്കേടൊക്കെ ഉണ്ടാവും, എന്നാൽ അവരെന്ത് ചെയ്യണം, നന്നാക്കിയെടുക്കണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ 16 വയസ്സ് പ്രായമുള്ള ടീനേജറുടെ തോളിൽ കൈവച്ചുകൊണ്ട് ഹബീബ് പറഞ്ഞുവല്ലോ, ഇന്നി ഉഹിബ്ബുക യാ മുആദ്, മുആദേ എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങളോട് ഇഷ്ടമാണ്. വല്ലാഹി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്, നബിയേ അങ്ങയോട് എനിക്കും ഇഷ്ടമാണ് നബിയേ. ഇപ്പം എന്താ വേണ്ടതില്ലേ, നബി അങ്ങോട്ട് പറ എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ്. എന്നിട്ട് പറഞ്ഞു, മുആദേ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഫലാ തദഅന്ന അൻ തഖൂല ദുബുറ കുല്ലി സ്വലാത്തിൻ അല്ലാഹുമ്മ അന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. മുആദേ സ്നേഹത്തോടുകൂടെ ഒരു കാര്യം പറഞ്ഞു തരട്ടെ. എല്ലാ ഫർള് നിസ്കാരം കഴിഞ്ഞാലും നിങ്ങൾ ഞാൻ ഈ ചൊല്ലിത്തരുന്ന ദിക്ർ ചൊല്ലാൻ മറന്നു പോവല്ലേ. നിസ്കാരം കഴിഞ്ഞ് എഴുന്നേൽക്കും മുമ്പ് ഈ ദിക്ർ ചൊല്ലണം. അല്ലാഹുമ്മ അന്നി അലാ ദിക്രിക, നിന്നെ ഓർക്കാൻ എന്നെ സഹായിക്കണേ റബ്ബേ. ചെറുപ്പക്കാർക്ക് അത് ആവശ്യമാണ്, അള്ളാഹനെ ഓർമ്മ വരണം, അതൊരു വിഷയമാണ്. വശുക്രിക, നിനക്ക് നന്ദി ചെയ്യാനും അല്ലാഹുവേ എന്നെ സഹായിക്കണമേ. വഹുസ്നി ഇബാദതിക്, നിനക്ക് നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാനും അല്ലാഹുവേ എന്നെ സഹായിക്കണം എന്ന് ചൊല്ലാതെ ഒരു ഫർള് നിസ്കാരം കഴിഞ്ഞും അങ്ങ് എഴുന്നേൽക്കരുത്. ഇതെങ്ങനെയാ പറഞ്ഞു കൊടുത്തത് എന്നാ രസം. തോള് പിടിച്ചിട്ട് എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് മുആദേ. ചെറുപ്പക്കാട് ചിലപ്പോൾ അവരുടെ അറ്റയർ, അവരുടെ വസ്ത്രവിധാനം കണ്ടാലോ ഹെയർ സ്റ്റൈൽ കണ്ടാലൊക്കെ ചിലപ്പോൾ ഉസ്താദന്മാർക്കൊക്കെ വല്ലാണ്ട് ദേഷ്യപ്പെട്ടൊക്കെ ചില ഖത്തീബ്മാരൊക്കെ നല്ല ചീത്ത പറയലുണ്ടാവും. എന്നാലും ആ കുട്ടികളിൽ നന്മ കാണും, നമുക്കറിയില്ലല്ലോ. അല്ലാമ സുയൂത്തി തങ്ങൾ പറയാ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന് ഇഷ്ടമായിരുന്നു. യൗമ കാന യസ്ജുദു അമാമ സ്വനം, അന്ന് ബഹുമാനപ്പെട്ടവർ ബിംബത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ. എന്നാലും ഈ ഉമർ ഇസ്ലാമിന്റെ പോരാളിയായി വരാൻ പോകുന്ന ഖലീഫയാണെന്ന് റബ്ബിനറിയാം. ഉമർ തങ്ങളെ അന്നും അള്ളാഹുവിന് ഇഷ്ടമായിരുന്നു അത്രേ. സുബ്ഹാനല്ലാഹ്. എത്രയോ കള്ളുകുടിയന്മാർ, മുഴുകുടിയന്മാർ നന്നായ പിന്നെ പിടിച്ചാൽ കിട്ടൂല എന്നാ. ഇടക്ക് കുടിക്കണമില്ല, അങ്ങനെ കുടിച്ചു പോകും. കുടിച്ച് പൂസായി എല്ലാ ലെവലും തെറ്റിയവരൊക്കെ നന്നായാലേ വല്ലാത്ത നന്നാവലാവും. സുബ്ഹാനല്ലാഹ് അല്ലേ, അങ്ങനെ കണ്ടിട്ടില്ലേ? വലിയ നന്നാവും. പക്ഷെ മനുഷ്യന്മാർ പിന്നെ പഴയ കഥ പറയും, നമ്മളൊക്കെ കുഴപ്പമാണത്, നന്നായി ഇപ്പോൾ ഒരാളായിട്ട് വലിയ കാര്യമാണ്. ഇപ്പം അന്ന് റോഡ് സൈഡിൽ മണ്ണാർക്കാട് വീടണം, ഞങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഇവിടെ ഈ കുട്ടിയൊക്കെ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടാവും. എന്നാലും നമ്മൾ പഴയ കഥ പറയും. അങ്ങനെ പറയരുത്. അള്ളാഹു പുറത്തു കൊടുക്കാൻ ഒരു റമളാൻ മാസമൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് നിസ്കാരമൊക്കെ തുടങ്ങാൻ വേണ്ടി പള്ളിക്ക് വന്നാൽ അല്ലടോ ഇത് സിനിമാ തിയേറ്റർ അല്ലട്ടോ എനിക്ക് പെച്ചോ, അങ്ങനെയല്ല പറയേണ്ടത്. സുഹൃത്തെ, നിസ്കാരം എന്തായാലും ചൊല്ലേണ്ടതെന്നൊക്കെ അറിയോ? ഞാൻ പഠിപ്പിച്ചുതരാം. നിസ്കാരം കഴിഞ്ഞിട്ടൊരു 10 മിനിറ്റിൻ്റെ കൂടെ ഇരിക്കേ, ഞാൻ പറഞ്ഞുതരാം. നിനക്ക് സുജൂദ് പറയേണ്ട ദിക്ർ ഞാൻ പഠിപ്പിച്ചുതരാം. ഖുർആൻ ഓതണ്ടേ, ഒരു 10 മിനിറ്റ് ളുഹറിൻ്റെ ശേഷം ഇന്ന് ഞാൻ നിനക്ക് ഖുർആൻ ഓതിത്തരാം. ഇങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതിന് പകരം എന്ത് ചെയ്യും? നിരുത്സാഹപ്പെടും. പിന്നെ അവൻ വഴിക്ക് വരില്ല. അപ്പോഴാണ് ചിലരൊക്കെ അള്ളാനെ പിടിച്ചിട്ട് പള്ളി കയറാൻ തോന്നുന്നില്ല, പേടിയുണ്ട് എന്ന് പറഞ്ഞ രീതിയിൽ ദീനിൽ നിന്ന് അകന്നു പോകുന്നത്. അങ്ങനെ ചെയ്യരുത്. ഊസീകും ബിശ്ശബാബി ഖൈറാ ഫഇന്നഹും അറഖു അഫ്ഇദ.
ഹൃദയം വളരെ ലോലമാണ്. അതുകൊണ്ടാണ് യൗവനത്തിലാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റ്. പ്രത്യേകിച്ച് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന കാലത്ത്, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തീരുമാനിക്കും ഏത് റൂട്ടിലൂടെ പോകണം. അവൻ നിരീശ്വരവാദിയായി പോകണോ, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പോവേണമോ, ഏത് ചിന്താഗതി വേണമോ. ടീനേജറാകുന്ന സമയത്തുണ്ടാകുന്ന സ്പെയിനിൽ മുസ്ലിമീങ്ങൾ 600 കൊല്ലം ഭരിച്ച രാജ്യമാണ് സ്പെയിൻ. 600 കൊല്ലം 600 കൊല്ലത്തെ ഭരണം നടക്കുമ്പോൾ യൂറോപ്യരായ ചില ജൂതന്മാർ, അന്ന് ഇസ്രായേലൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഇവരെ എങ്ങനെ നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരാം? വലിയൊരു പ്രതിസന്ധിയാണ് മുസ്ലിമീങ്ങളുടെ സമീപനം. നഗ്നതയ്ക്കെതിരാണ്, അടിഞ്ഞാട്ടത്തിനെതിരാണ്. എങ്ങനെ നന്നാക്കണം എന്ന്, എങ്ങനെ ഇവരെ കേടുവരുത്തണമെന്ന് ആലോചിച്ച് ഒരുപാട് തവണ കൊർഡോവ യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഒരുപാട് ചാരന്മാർ. അവരെന്നെ പറഞ്ഞത്, ചെന്ന് നോക്കുമ്പോൾ അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും പഠനത്തിലാണ്, പഠിക്കുകയാണ് പഠനം. ഇസ്ലാമിക ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ആയിരുന്നു, വ്യവസ്ഥാപിതമായ യൂറോപ്പ് കണ്ട പ്രഗത്ഭമായ യൂണിവേഴ്സിറ്റി ആയിരുന്നു കൊർഡോവ, ജാമിഅത്തുൽ ഖുർത്തുബ, കൊർഡോവ യൂണിവേഴ്സിറ്റി. നല്ല പഠനമാണ്. ഈ പോക്ക് പോയാൽ അവരെ പിടിച്ചാൽ കിട്ടൂല എന്ന് പറഞ്ഞ് തിരിച്ചുപോയി. 6-7 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കോളേജിന്റെ അരമതിലിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചാരി സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഈ പത്രപ്രവർത്തകൻ ചെന്ന് ചോദിച്ചു, അല്ല മോനെ, എന്താ നിന്റെ വിഷയം? പറഞ്ഞു, എൻ്റെ ലവറുമായി ഞാനിപ്പോൾ ആകെ ബ്രോക്കപ്പാണ്, എൻ്റെ കാമുകിന്നിട്ട് പോയിട്ടുണ്ട്, ആ സങ്കടത്തിലാണ്. അവിടെ അദ്ദേഹം, ഇവരെ പിടികിട്ടി, ഇനി പിടിച്ചാൽ കിട്ടും. സുബ്ഹാനല്ലാഹ്. പഠനത്തിൽ നിന്ന് കൗമാരത്തിന്റെ ശൈഥില്യങ്ങളിലേക്ക് എപ്പോൾ ഈ സമൂഹം വഴുതി വീഴുന്നോ അവരെ പിടിച്ചാൽ കിട്ടും, അവരെ നമുക്ക് നമ്മുടെ വരുതിയിലേക്ക് കൊണ്ടുവരാമെന്ന് സ്പെയിനിൽ നിന്ന് നമ്മളെ തുരത്തി ഓടിക്കേണ്ടതിൻ്റെ ആദ്യപടി അവര് രേഖപ്പെടുത്തി വെച്ചത് ഒരു കാമുകൻ തൻ്റെ പ്രേമ ബന്ധത്തിൽ വന്ന ആ ഒരു സാഹചര്യത്തിൽ ദുഃഖം നടിച്ചിരിക്കുമ്പോഴാണ്. സുബ്ഹാനല്ലാഹ്. അറഖു അഫ്ഇദതൻ. എന്നാലും നിങ്ങൾ അവരോട് എന്ത് ചെയ്യണം? സ്നേഹത്തോടെ പെരുമാറണം. നബിയുടെ മുമ്പിലേക്ക് വരികയാണ് ഒരു കേസ്. നബിയെ, ഇസ്ലാം നിസ്കരിക്കാൻ എനിക്ക് കുഴപ്പമില്ല നബിയെ, നോമ്പ് അതൊന്നും എനിക്ക് പ്രശ്നമല്ല, സക്കാത്ത് മുതലുണ്ടെങ്കിൽ ഞാൻ കൊടുത്തോളാം, ഹജ്ജ് ഒരു പ്രശ്നവുമില്ല, അള്ളാഹു തുടരുത് എന്ന് പറഞ്ഞതെല്ലാം ഞാൻ ഒഴിവാക്കാൻ റെഡിയാ നബിയെ, പക്ഷേ കാണാൻ ചുരുക്കുള്ള പെമ്പിള്ളേരെ കണ്ടാൽ എനിക്ക് അവരെ പിന്നാലെ പോകണം, ഇതെൻ്റെ ഒരു വീക്ക്നെസ്സാ നബി, അതിനൊരു ഇളവങ്ങ് തന്നാൽ ബാക്കിയൊക്കെ ഞാൻ റെഡിയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് പറയാൻ അദ്ദേഹം ധൈര്യപ്പെട്ടതാണ്. നബി തങ്ങളുടെ സ്വഭാവ ഗുണം എന്നാണ്. ഞാനിത് പറഞ്ഞ അടി കിട്ടുമെങ്കിൽ തങ്ങളോട് പോയി പറയില്ലല്ലോ, തങ്ങൾ ചീത്ത പറയില്ല എന്നറിയാം. ഇദല്ലി ബിസിന, വ്യഭിചാരം എനിക്ക് ഹലാലാന്ന് തങ്ങളെന്ന് പറഞ്ഞ അങ്ങ് ശാരിആൻ, ശർഅ് ഉണ്ടാക്കുന്ന ആളാണ്, അതുകൊണ്ട് നബിയെ എനിക്കൊരു ഇളവ് തരുമോ? ഇത് ചോദിച്ചു വന്നു നാം നമ്മുടെ പ്രബലമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. തങ്ങൾ പറഞ്ഞു, ഇരിക്കുമോനെ ഇരിക്കുന്നു പറഞ്ഞു. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് 2 ദുആ ചെയ്തു കൊടുത്തത്. 2 ദുആയാണ്. അല്ലാഹുമ്മ തുഹിർ ഖൽബഹ്, അല്ലാഹുമ്മഗ്ഫിർ ദംബഹു. അല്ലാഹുവേ, ഈ ചെറുപ്പക്കാരന്റെ മനസ്സ് നന്നാക്കി കൊടുക്കു റബ്ബേ. വഗ്ഫിർ ദംബഹു, അവന്റെ തെറ്റ് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. നുബുവത്തിന്റെ പ്രകാശം കിട്ടിയ പരിശുദ്ധ ഹബീബിന്റെ പുണ്യമായ കരം ആ ചെറുപ്പക്കാരന്റെ നെഞ്ചിൽ വെച്ചുകൊണ്ട് ഹബീബ് ചെയ്ത പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ തുഹിർ ഖൽബഹു അല്ലാഹുമ്മ ഗ്ഫിർ ദംബഹ്. ഖൽബ് ശുദ്ധിയാക്കി കൊടുക്കല്ലാ, മോശമായ ചിന്തകൾ ഇല്ലാതെയാക്കി കൊടുക്കല്ലാ. അല്ലാഹുവേ, ഇയാൾക്ക് പുറത്തു കൊടുക്കണമേ. ചോദിച്ചു, ചെറുപ്പക്കാരാ, നിങ്ങളുടെ പെങ്ങളെ ആരെങ്കിലും കയറി പിടിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? പ്രായപൂർത്തിയായ മോള് നിങ്ങൾ കൊണ്ടുവന്നിരിക്കട്ടെ, അവൾ നടന്നു വരുമ്പോ ഏതെങ്കിലും പൂവാലന്മാർ പിന്നാലെ കൂടുന്ന നിങ്ങൾ സഹിക്കോ? നിങ്ങളുടെ ഉമ്മയെ ആരെങ്കിലും അപകീർത്തിപ്പെടുത്തുന്നതോ അപമര്യാദയായി പെരുമാറുന്നതോ നിങ്ങൾക്ക് സഹിക്കുമോ? ഇല്ല നബിയേ, ഇല്ല നബിയേ. എങ്കിൽ മോനെ, നിങ്ങൾ കയറി പിടിക്കുന്ന വ്യഭിചരിക്കുന്ന പെണ്ണ് ആരുടെയൊക്കെയോ ഭാര്യയാണ്, ആരുടെയൊക്കെയോ കുഞ്ഞുങ്ങളുടെ ഉമ്മയാണ്, ആരുടെയൊക്കെയോ പെങ്ങളാണ്, ആരുടെയൊക്കെയോ മക്കളാണ്. അതുകൊണ്ട് നീ അവരങ്ങനെ നോക്ക്, കഴുകക്കണ്ണുമായി നോക്കല്ലേ എന്നൊരു ഉപദേശം കൊടുത്തപ്പോഴാണ്, വല്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങയുടെ ഈ സംസാരത്തിന് ശേഷം ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്ന തിന്മ ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ എനിക്ക് വെറുക്കപ്പെട്ടതാ നബിയെ, ഞാൻ അതിലേക്ക് പോകില്ലെന്ന് പരിശുദ്ധ ഹബീബിനോട് ആ സുഹാബി പറഞ്ഞത് ഹദീസിൽ കാണാൻ കഴിയും. ഊസീകും ബിശ്ശബാബി ഖൈറാ, യുവാക്കളോട് നിങ്ങൾ നല്ല നിലക്ക് പെരുമാറണമേ.
ഫഇന്നഹും അറഖു അഫ്ഇദതൻ, ഹൃദയം ലോലമാണവർ. ബുഇസ്തു ബിൽ ഹനീഫിയത്തി സംഹ ഫഹാലഫനി ശബാബ് വഖാലഫനി ശുയൂഖ്. അല്ലാഹു എന്നെ ഈ ദീനുമായി പറഞ്ഞയച്ചപ്പോൾ എൻ്റെ കൂടെ നിന്നത് ചെറുപ്പക്കാരാണ്. ഈ ചെറുപ്പം എന്ന് പറഞ്ഞാൽ ശറയിൽ എത്രയാണെന്നറിയോ? ബ്രോക്കർമാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ചെറുപ്പക്കാരുണ്ട് ഉദയാപ്പളം എന്നൊക്കെ പറയുമ്പോഴേ 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ചെറുപ്പക്കാരനാണ്. 1 നമ്പർ ചെറുപ്പക്കാരൻ ഉദയാപ്പളുണ്ട്. ചെന്ന് നോക്കും വയസ്സ് 40 ആയിരിക്കും. ഞാൻ ആ വേളിട്ട് പറഞ്ഞതാന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റൂല. 40 വയസ്സ് വരെ ചെറുപ്പമാണെന്നാ. 40 കഴിഞ്ഞാൽ പിന്നെ നുബുവത്തിൻ്റെ കാലമായി. അത് പിന്നെ മധ്യവയസ്സ്, മിഡിൽ ഏജിലേക്ക് കടന്നു. അതുവരെ യൂത്താണ്, ചെറുപ്പക്കാരനാണ്. സുബ്ഹാനല്ലാഹ്. യൗവനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞത് എങ്ങനെയാണെന്നറിയോ? സ്വർഗത്തിലേക്ക് പോകുന്ന നേരമാണ്. അഹ്ലുൽ ജന്നതി ശബാബുൻ മുർദുൻ കുഹ്ലുൻ ലാ തബ്ലാ സിയാബുഹും വലാ യഫ്നാ ശബാബുഹും. ഹബീബിന്റെ മുമ്പിലേക്കാണ് പ്രായമുള്ള ഒരു ഉമ്മ വന്ന് ചോദിച്ചത്, നബിയേ, അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യണേ, എനിക്ക് സ്വർഗത്തിൽ പോവാൻ ആഗ്രഹമുണ്ട്. അപ്പൊ പല്ലൊക്കെ പോയി ഒരുപാട് പ്രായ ഒരു ഉമ്മൂമ്മയാണ്. ഞങ്ങളൊരു തമാശ പറഞ്ഞു, ഉമ്മ നിങ്ങൾ പ്രായമുള്ളവരൊന്നും സ്വർഗത്തിലില്ലല്ലോ ഉമ്മ. സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് പോയപ്പോൾ തങ്ങൾ തിരിച്ചു വിളിച്ചു, ഉമ്മ പിന്നെ നിങ്ങൾ സ്വർഗത്തിൽ വരുമ്പോൾ നിങ്ങൾ ചെറുപ്പക്കാരിയായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ കടക്കൂല എന്നല്ല. നിങ്ങളാ സ്വർഗക്കാരിൽ പെട്ടവരാണുമ്മ. നിങ്ങൾക്കെന്ന് 33 വയസ്സാണ് ഉണ്ടാവുക. 33 വയസ്സ് ഈ സദസ്സിലുള്ളവരും കൈപൊക്കിയാട്ടെ. ഇപ്പോൾ 33, കഴിഞ്ഞ കൊല്ലത്തല്ല. 1, 2, അത്ര തന്നെ ഉള്ളൂ. പൊങ്ങട്ടെ. സ്വർഗത്തിലേക്ക് പോണ വയസ്സാണ് മക്കളെ, മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, ഇപ്പം നിങ്ങളെ കയ്യിലുള്ള വയസ്സ്. അള്ളാഹു നമ്മളെയൊക്കെ ആ സ്വർഗത്തേക്ക് എത്തിച്ചു തരട്ടെ. പെണ്ണുങ്ങൾക്ക് പിന്നെ വയസ്സ് ഏറണേ ഇല്ല, അവരോട് നമ്മൾ ചോദിക്കുന്നുമില്ല. സ്വർഗത്തിലെത്തിയാൽ ലാ യഫ്നാ ശബാബുഹും, അവരുടെ യൗവനം തീർന്നു പോകില്ല എന്നാ. സ്വർഗത്തിലെത്തിയാൽ, സ്വർഗത്തിലെത്തുമ്പോ അഹ്ലുൽ ജന്നതി ശബാബുൻ മുർദ്, അവിടെ സ്വർഗത്തിലേക്ക് വരുന്നവർ യുവാക്കളും കൗമാരപ്രായക്കാരുമാണ്. മുർദ് എന്ന് പറഞ്ഞാൽ അമ്രത്, മീശൊക്കെ മുളക്കണ പ്രായത്തിനാണ് അമ്രത് എന്ന് പറയാം. മുർദാണ്, താടി മീശ ഒന്നും ഉണ്ടാവില്ല, ഷേവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, മീശ ഒന്നും ഒപ്പിച്ച് മുറിക്കേണ്ട, ട്രിം ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, താടി രോമൊന്നും ഉണ്ടാവില്ല എന്നാ സ്വർഗത്തെത്തുമ്പോൾ. ആണുങ്ങൾക്ക്, പെണ്ണുങ്ങൾക്ക് ഏതായാലും ഉണ്ടാവില്ല. പിന്നെ ലാ യബ്ലാ സിയാബുഹും, വസ്ത്രത്തിനൊന്നും ഒരു മുഷിപ്പ് വരൂല, ഡ്രസ്സൊന്നും അഴിക്കാവൂല, കേടുവരൂല. വലാ യഫ്നാ ശബാബുഹും, യൗവനം നിത്യയവ്. അതിനാണ് ശരിക്കും ക്രോണിക് ബാച്ചലർ എന്ന് പറയേണ്ടത്. നമ്മളെ സിനിമക്കാരാ പേരിട്ടോന്ന് തോന്നുന്നുണ്ട് അല്ലേ? കുറച്ചു കാലമൊക്കെ അങ്ങനെ ഓടിയെന്നല്ലേ. ക്രോണിക് ബാച്ചലർ, ലൈഫ് ലോങ് ബാച്ചലറായി നിൽക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിനാ, ദുന്യാവിൽ നടക്കൂല. എന്ത് സംവിധായകൻ എന്ത് പേരിട്ടിട്ടും കാര്യമില്ല. ക്രോണിക് ബാച്ചലർ എവിടെ ഉണ്ടാവുള്ളൂ? സ്വർഗത്തിലേ ഉണ്ടാവുള്ളൂ. അള്ളാഹു നമ്മളൊക്കെ അവിടെ എത്തിച്ചു തരട്ടെ. യൗവനം നിലനിന്ന് കാണാനാണ് എല്ലാവരും ആഗ്രഹിക്കുക. വാർദ്ധക്യം വരുമ്പോൾ റബ്ബേ എന്തോ ഒരു മുഞ്ചുണ്ടായിരുന്നു എന്നെ കാണാൻ. 16, 17, 18, 20 വയസ്സായപ്പോൾ ഞാനിപ്പോൾ 4 കുട്ടികളുടെ ഉമ്മയായി. എൻ്റെ കോലം കണ്ടോ? ആണുങ്ങൾ പറയും, പടച്ച റബ്ബേ എൻ്റെ മുഖത്തൊക്കെ വര വീണു, ചുളിവുകൾ വീണ് കഴിഞ്ഞു. യൗവനത്തെ കാലത്ത് എന്തൊക്കെ ഉന്മേഷമായിരുന്നു, അതൊന്ന് തിരിച്ചു വരുമോ എന്ന് കൊതിക്കുമെന്നാണ്. തിരിച്ചു വരൂല, അങ്ങനത്തെ സംഗതിയാണ്. അതുകൊണ്ട് നിത്യമായ യൗവനം വേണമെന്ന് ആഗ്രഹമുണ്ടോ? അള്ളാഹുവിൻ്റെ സ്വർഗ്ഗലോകത്തേക്കുള്ള യാത്രയെക്കുറിച്ച് അടിയന്തരമായി ആലോചിച്ച് പണിയെടുത്ത് തുടങ്ങണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അഹ്ലുൽ ജന്ന, സ്വർഗവാസികൾ ശബാബുൻ, യുവാക്കളാണ്. മുർദുൻ, കൗമാരപ്രായക്കാരായിരിക്കും. താടിമീശ രോമങ്ങളില്ലാത്തവരാണ്. കുഹലുൻ, കണ്ണുകളിൽ സുർമ എഴുതിയവരെ പോലെയാണ്. ദാണുങ്ങളെ പറ്റി പറഞ്ഞതാ. ലാ തബ്ലാ സിയാബുഹും വലാ യഫ്നാ ശബാബുഹും, അവരുടെ വസ്ത്രങ്ങൾക്ക് കേടുവരില്ല, അവരുടെ യൗവനം തീർന്നു പോവുകയുമില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ക്രിസ്ത്യാനികളൊക്കെ യേശുക്രിസ്തു എന്ന് വിളിക്കുന്ന അല്ലാഹുവിൻ്റെ നബിയായ സയ്യിദുനാ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, മഹാനവറുകളെ അല്ലാഹു ആകാശലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയത് 33-ാമത്തെ വയസ്സിലായിരുന്നു. ഫലസ്തീനിലൊക്കെ പോയ ആളുകൾക്ക് ഈസാ നബിയെ ഉയർത്തിയ സ്ഥലം അവിടെ ഉണ്ട്. അസെൻഷൻ നടന്ന സ്ഥലമുണ്ട് അവിടെ. അവിടെ അസെൻഷൻ ചർച്ചുണ്ട് അവിടെ.
ഒരു മുനാരം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മുടെ കിതാബിലൊക്കെ നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം ഒലിവ് മലയിലായിരുന്നു, സൈത്ത് മലയിലായിരുന്നു. ഈ ഒലിവ് മല എന്ന് പറഞ്ഞതാണ് ബൈത്തുൽ മുഖദ്ദസ് നിലകൊള്ളുന്ന പ്രദേശം, കുന്നുംപുറാണ്. അവിടെ തന്നെയാണ് ഈസാ നബി അലൈഹിസ്സലാം ആകാശത്തേക്ക് ഉയർന്ന സ്ഥലം ഇന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പോയ ആളുകളൊക്കെ സിദ്ദീഖ് കണ്ടിട്ടുണ്ട്, മാഷാ അല്ലാഹ്, ഹബീബ് ഫൈസി കണ്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ, നമുക്കൊക്കെ അത് കാണാനുള്ള തൗഫീഖ് അല്ലാഹു തരട്ടെ. ഈസാ നബി ജനിച്ച സ്ഥലം, ആകാശത്തേക്ക് ഉയർന്നത് ഒക്കെ കിടക്കുകയാണ്, ഒക്കെ നമ്മുടെ കൺമുമ്പിൽ അടയാളപ്പെട്ട് കിടക്കുകയാണ്. മാഷാ അല്ലാഹ്. 33 വയസ്സായിരുന്നു ഈസാ നബി അലൈഹിസ്സലാമിന്. ആ വയസ്സായിരിക്കും എല്ലാ അഡൽട്ടുകളും സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ. പിന്നെ യങ്സ്റ്റേഴ്സ്, ചെറുപ്പത്തിലെ മരിച്ചുപോയവർ, അവര് സ്വർഗത്തിലെ സേവകരായി, അവരുടെ കെയർടേക്കർ മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. അല്ലാത്തവർക്കൊക്കെ 33 വയസ്സ്. എല്ലാ ദിവസവും ഭംഗി കൂടി വരുന്ന, അവിടെ ഒരു സൂഖുൽ ജുമുഅയുണ്ട്, ഒരു ഫ്രൈഡേ മാർക്കറ്റ് ഉണ്ടെന്നാണ് സ്വർഗത്തിൽ. ആ മാർക്കറ്റ് പോയി വന്നാൽ പെണ്ണുങ്ങൾ പറയും, പുതിയാപ്പിളെ നിങ്ങൾക്ക് വല്ലാത്ത ചുരുക്കായല്ലോ, പോയപ്പോഴതുപോലെ അല്ലല്ലോ, എന്ത് പറ്റി? അപ്പോൾ തിരിച്ചു കാണുമ്പോൾ അയാൾ തൻ്റെ ഭാര്യയോട് പറയും, നിനക്കും വല്ലാത്ത സൗന്ദര്യം കൂടിയിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഓരോ മാർക്കറ്റിലേക്ക് പോയി വരുമ്പോൾ സൗന്ദര്യം കൂടി വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇപ്പോൾ പെണ്ണുങ്ങളിങ്ങനെ ചോദിക്കും, റബ്ബേ എന്നാലിപ്പോൾ ആണുങ്ങൾ ഹൂർലിങ്ങളൊപ്പം പോകുമല്ലോ, നമ്മളിപ്പോൾ എങ്ങനെ നോക്കിയിട്ട് എന്താ കാര്യം? പെണ്ണുങ്ങൾ അതിൽ അസൂയപ്പെടണ്ട. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ ഞങ്ങളാണോ അല്ല സ്വർഗീയ സുന്ദരിമാരാണോ നബിയെ അതിസുന്ദരികൾ? പറഞ്ഞു, നിങ്ങളാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അവർ നിസ്കരിച്ചവരല്ല, നോമ്പ് നോറ്റവരല്ല, അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്തവരല്ല. എന്നിട്ട് പോലും അവർക്ക് ആ സൗന്ദര്യം അള്ളാഹു നൽകുകയാണെങ്കിൽ അതൊക്കെ ചെയ്ത നിങ്ങൾ അവരുടെയും മീതയാണെന്ന് ഉമ്മു സലമ ബീവിയോട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ദുന്യാവിലെ സഹധർമ്മിണിയോ ദുന്യാവിലെ ഭർത്താവോ അല്ല പെണ്ണുങ്ങളെ അവിടെത്തിയത്. ചിലർ അങ്ങനെയൊക്കെ പറയും, റബ്ബേ ഇവിടെ നിന്നൊക്കെ തട്ടിമുട്ടി പോവുകയാണെങ്കിൽ അവിടുന്ന് തന്നെയാണ് മേത്തേക്ക് വരാനുള്ളത്. അങ്ങനെ ചിന്തിച്ചു പോവണ്ട. രൂപവും ചേലും ഭംഗിയും വയസ്സും പ്രായവും എല്ലാം അടിമുടി മാറ്റമായിരിക്കുന്നതാണ്. അങ്ങനെയാണ്. അല്ലാഹു തആല സ്വർഗ്ഗലോകത്ത് എത്തിച്ചു തരട്ടെ. ഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന രാത്രിയിലാണ് നമ്മളുള്ളത്. അല്ലാഹുമ്മ ജഅൽനാ മിൻ അഹ്ലിഹാ, അല്ലാഹുമ്മ ജഅൽനാ മിൻ ഉതഖാഇക മിനൻ നാർ. അല്ലാഹുവേ, ഈ രാത്രിയിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആ സ്വർഗ്ഗത്തിലേക്ക് ഞങ്ങൾ എത്തിക്കണമേ തമ്പുരാനെ. അങ്ങോട്ട് എത്തുമ്പോഴുള്ള ആ ഒരു യൗവനം അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിൽ ശ്രദ്ധയോടെ നോക്കിക്കണ്ട ഒരു പ്രായമാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ 7 വയസ്സാണ്. 7 വയസ്സാണ് പ്രായം. തങ്ങളുടെ കൂടെ ജീവിക്കുന്നു 3.5 വർഷം. ഹബീബ് വഫാത്താകുമ്പോൾ 10 വയസ്സാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമക്ക്. ഖുർആൻ പഠിച്ചു, ഹിഫ്ളാക്കി, ഫിഖ് പഠിച്ചു, സ്വഹാബത്തിലെ പണ്ഡിതനാണ്. വയസ്സെത്രയാണ്? 10 വയസ്സ്. 10 വയസ്സിൽ ഖുർആൻ മനഃപാഠമാക്കി. വകാന യഖറഉ തിവാലൽ മുഫസ്സൽ, തിവാലുൽ മുഫസ്സലുകൾ ഓതിയിരുന്ന. വയഅതീഹിൽ ഉലമാ, പണ്ഡിതന്മാർ വന്ന് ചോദിച്ചു പഠിക്കും ആ കുഞ്ഞിൻ്റെ അടുത്തുനിന്ന്. അങ്ങനത്തെ ഒരു മഹാനായ പണ്ഡിതനെ, ഒരു തങ്ങളുകുട്ടിയെ, ഒരു സയ്യിദിനെ മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തി. അതാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ചെറുപ്പക്കാരനായിരുന്നു മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഒട്ടകപ്പുറത്ത് ഇങ്ങനെ യാത്ര പോകുമ്പോഴാ പാതി വഴിയിലെത്തിയപ്പോൾ തങ്ങൾ പറഞ്ഞത്, ഇബ്നു അബ്ബാസ്, അലാ ഉഅല്ലിമുക കലിമാത്തിൻ യൻഫഉക അല്ലാഹു ബിഹിന്ന. ഇബ്നു അബ്ബാസ് എന്നവരെ, ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ? അല്ലാഹു നിങ്ങൾക്കതുകൊണ്ട് ഉപകാരം തരും, ഞാൻ പറഞ്ഞു തരട്ടെ. യാത്രാ മധ്യ പറഞ്ഞു കൊടുത്തു എന്നാ. അപ്പം നമ്മളിപ്പോൾ ഒരു വാതൊന്നും ഇരുന്നാരും കേൾക്കൂല. അപ്പം നമ്മളിങ്ങനെ കേൾക്കുന്നത് ശരി തന്നെ. ഒരു കാസറ്റ് വിട്ടിട്ട് നമ്മളൊരു CD വെച്ചിട്ടോ ഇരുന്നിട്ട് ആരും കേൾക്കൂല. യാത്രയിലാണെങ്കിൽ കേൾക്കാൻ പറ്റൂ അല്ലേ? യാത്ര പോകുമ്പോൾ എങ്ങോട്ട് ഇറങ്ങി ഓടാൻ വയ്യല്ലോ. സ്വന്തം കുടുംബത്തോടും മക്കളോടൊക്കെ സംസാരിക്കാനൊക്കെ ഒരു ഏറ്റവും നല്ല സന്ദർഭം വാഹനമൊക്കെ ഉണ്ടെങ്കിൽ. ഇല്ലാത്തവർക്കൊക്കെ അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അതുകൊണ്ടൊന്നും ഇപ്പോൾ റോഡിന് ഇപ്പോൾ ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല. ഏതായാലും വാഹനം പോലെ ഉണ്ട്. എല്ലാവർക്കും ഉള്ളത് തന്നോട്ടെ, അൽഹംദുലില്ലാ. കുടുംബത്തോടൊപ്പം പോകുമ്പോഴേ ഇങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ പാലക്കാട്ടേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ മണ്ണാർക്കാട് നിന്ന് പെരിന്തൽമണ്ണയ്ക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുട്ടികളോട് എങ്ങനെയുണ്ട് സ്കൂള്, എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ, നീ പഠിക്കുന്നുണ്ടോ, ഇതൊക്കെ ചോദിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ചോദിക്കുമ്പോൾ മക്കൾ, വാപ്പാ എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞ് കുട്ടി മൊബൈലിൽ കളിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അങ്ങോട്ട് തിരിഞ്ഞു പോയി ഇങ്ങോട്ട് ഓടും. പക്ഷെ വണ്ടിയിൽ ഓടാൻ വയ്യല്ലോ. അപ്പം നമുക്ക് സംസാരിക്കാൻ പറ്റും. പറഞ്ഞാൽ അവർ നിർബന്ധിതാവസ്ഥയിൽ കേൾക്കും.
അതുകൊണ്ട് ഏറ്റവും ഡയലോഗുകൾ നിബിതങ്ങൾ സംസാരിച്ചതൊക്കെ യാത്രാമധ്യയാണ്. ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനൊക്കെ പഠിപ്പിച്ചത് യാത്രാമധ്യയാണ് നിബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ് യാത്രാമധ്യയാണ്. യാത്ര പാതി വഴിയിലായ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ ചാടി ഇറങ്ങി ഓടാൻ പറ്റില്ല, ഓട്ടർഷന് ചാടുന്ന പോലെ ഒട്ടകപ്പുറത്തല്ലേ. നിബിതങ്ങളോട് ഇരുത്തിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അലാ ഉഅല്ലിമുക കലിമാത്ത്, പറഞ്ഞു തരൂ നബിയെ, യഹ്ഫദില്ലാഹ യഹ്ഫദുക. ഇബ്നു അബ്ബാസ് എന്നവരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമേ, എങ്കിൽ അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കും. ഇതൊരു ഖായിദയാണ്, ഇത് ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു തത്വമാണ്. വേറൊന്നുമല്ല. അള്ളാഹുവിൻ്റെ സംരക്ഷണം വേണോ, നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വേറൊന്നും പോലീസും പട്ടാളൊന്നുമല്ല വിഷയം. അള്ളാഹുവിൻ്റെ സഹായം വേണോ, നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ആൾക്കാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഒറ്റക്കാണെങ്കിലും കൂട്ടത്തിലാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇബ്നു അബ്ബാസ് എന്നവരെ, നിങ്ങൾക്ക് ഞാൻ ചില വചനങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ, അള്ളാഹു നിങ്ങൾക്കതുകൊണ്ട് ഉപകാരം തരും. എല്ലാ യുവാക്കൾക്കും നബി തങ്ങൾ കൈമാറിയ ഉപദേശമാണത്. അള്ളാഹുവിനെ സൂക്ഷിക്കണേ, അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കും. നല്ല സുഖസൗകര്യങ്ങളുള്ള സമയം, ആരോഗ്യമുള്ള സമയം, സമ്പത്തുള്ള സമയം അള്ളാഹുവിനെ ഓർക്കണമേ. പ്രയാസം വരുമ്പോൾ അള്ളാഹു നിങ്ങളെ ഓർക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ബാപ്പയും സ്വഹാബിയാണ്, ഇവരും സ്വഹാബിയാണ്. അപ്പോൾ റളിയല്ലാഹു അൻഹുമാ എന്ന് പറയണം. രണ്ടുപേരെയും അള്ളാഹു ഇഷ്ടപ്പെടട്ടെ. മേ അല്ലാഹ് ബി പ്ലീസ് വിത്ത് ദം ബോത്ത് ഓഫ് ദം. അങ്ങനെ നമ്മൾ റളിയല്ലാഹു അൻഹുമാ. വലിയ മഹാനാണ്. ഉപദേശങ്ങൾ തങ്ങൾ നൽകുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ ഉപദേശം നൽകാൻ നബി തങ്ങൾക്ക് വേണ്ടി കൊടുത്ത ഒരു വീടുണ്ട്. മക്കയിലെ വീടുണ്ടായിരുന്നു. അവിടെയാണ് അന്നത്തെ മക്കയിലെ ആദ്യത്തെ ഇസ്ലാമിക് സെന്റർ. നമുക്ക് ഇവിടെ മണ്ണാർക്കാട് ഇസ്ലാമിക് സെന്റർ ഉണ്ട്. മക്കയിലെ ആദ്യത്തെ ഇസ്ലാമിക് സെന്ററിന്റെ പേരെന്താണെന്ന് അറിയുന്നവർക്ക് ഒരു സമ്മാനം കൊടുക്കല്ലേ. പക്ഷെ അതൊന്നും കൈപ്പൊക്കിയാട്ടെ, ഉസ്താദ്മാരൊന്നും അല്ലാത്തവർ. മക്കയിലെ ആദ്യത്തെ ഇസ്ലാമിക് സെന്ററിന്റെ പേരെന്താണ്? അവിടെ ഒരു വീട്ടിൽ പോയിട്ടാണ് നബി തങ്ങൾ ദീൻ പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. ചാലിമാൻ തോന്നുന്നല്ലേ? എന്നാലും കുഴപ്പമില്ല, പറഞ്ഞോളൂ. ദാറുൽ അർഖം. എന്തായാലും ഒരു സമ്മാനം കൊടുത്തേ പറ്റൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതൊരു നല്ല ഉത്തരമാണ്. ബിസ്മില്ലാ. അഷ്റഫി ഉസ്താദ് നിങ്ങൾ കൈമാറിക്കോളൂ. ബിസ്മില്ലാ. അപ്പോ ദാറുൽ അർഖം ബിൻ അബിൽ അർഖം, അബുൽ അർഖമിന്റെ മകൻ അർഖം എന്നാണ് ഒരു ചെറുപ്പക്കാരന്റെ പേരാണത്. നമ്മൾ വിചാരിക്കും വലിയ അവിടുത്തെ ഹാജിയരായിരിക്കും അല്ലേ. ബിസ്മില്ലാ. നിങ്ങളുടെ പേരെന്താണ്? അബ്ദുൽ സത്താർ. അബ്ദുൽ സത്താർ. ജസാക്കല്ലാഹു ഖൈർ. അപ്പോ ആ ഒരു ചെറുപ്പക്കാരൻ ദാറുൽ അർഖം എന്ന് പറയുന്ന ചെറിയ വീടാണ്. ആ വീട് നബിതങ്ങളുടെ ദീനീ പ്രവർത്തനത്തിന് വേണ്ടി മക്കക്കാർക്ക് വിട്ടുകൊടുക്കുക. മക്കയിൽ നബിതങ്ങൾ ദഅവത്ത് ചെയ്ത കാലം എത്രയാണ്? 13 വർഷമാണ്. പിന്നെ ബാക്കിയുള്ള 10 വർഷം മദീനയിൽ. അങ്ങനെ 23 കൊല്ലം നമുക്കറിയാം. ആ 13 കൊല്ലം ബനു മഖ്സൂമികളും ബനു ഹാഷിമുകളും തമ്മിൽ ഫൈറ്റ് ഉണ്ട്. ഈ ചെറുപ്പക്കാരൻ ബനു മഖ്സൂമിയാണ്. ബനു മഖ്സൂമിയാണ് അബൂജഹലും. അബൂജഹലിന്റെ തറവാടാണത്. ആ തറവാട്ടുകാരും നബിങ്ങളുടെ തറവാട്ടുകാരും തമ്മിൽ ഈഗോ പ്രശ്നമുണ്ട്. നേതൃത്വപരമായ വടംവലികൾ നടക്കുന്ന കുടുംബമാണ് ബനു മഖ്സൂം, ബനു ഹാഷിം. തങ്ങൾ ബനു ഹാഷിമിൽ, അബൂജഹൽ ബനു മഖ്സൂം. ആ കുടുംബത്തിലാണ് അർഖം ഇബ്ൻ അബിൽ അർഖം. എത്ര കുട്ടിന്റെ വയസ്സെന്നറിയോ? 13 കൊല്ലം. നബിയെ, എൻ്റെ വീട്, ബാപ്പയുടെ മരണശേഷം ആ കുട്ടി പറഞ്ഞത്, നബിയെ എൻ്റെ വീട് ഇസ്ലാമിക് സെന്ററാണ്, തങ്ങൾ ഇസ്ലാമിക പ്രവർത്തനത്തിനെടുത്തോളൂ നബിയെ. ആ കുട്ടിയുടെ വയസ്സ് കേവലം 16 വയസ്സായിരുന്നു. 16 years old. വിശ്വസിക്കാൻ പറ്റുമോ? അബൂജഹൽ തറവാട്ടിലുണ്ട്. എന്നിട്ടാണ് അലാ റഗ്മി അൻഫി, എന്ത് വന്നാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞ ഹബീബായ നബി തങ്ങൾക്ക് സ്വന്തം വീട് 13 കൊല്ലം ഇസ്ലാമിക പ്രവർത്തനത്തിന് കൊടുത്തത് 1ാം നമ്പർ ചെറുപ്പക്കാരന്, ടീനേജറാണ്. 16 വയസ്സുള്ള അർഖം ഇബ്ൻ അബിൽ അർഖം റളിയല്ലാഹു അൻഹു. അത്ഭുതമല്ലേ അത്? സുബ്ഹാനല്ലാഹ്. സഅദ് ഇബ്ൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട അനുജനുണ്ട്, ഉമൈർ ഇബ്ൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഉഹദ് യുദ്ധം വന്നപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞത്, നബിയെ, ബദർ വന്നപ്പോ അതിലെനിക്ക് വരാൻ പറ്റിയില്ല, ഉഹദിലെങ്കിലും ഞാൻ ഒന്ന് വരട്ടെയോ നബിയെ, അങ്ങനെക്ക് സമ്മതം തരണം. നബി പറഞ്ഞു, ഉമൈർ ഇബ്നു അബി വഖാസ്, നിങ്ങൾ ചെറുപ്പക്കാരനല്ലേ, 13 വയസ്സാണ്, 13 വയസ്സ്, ചെറുപ്പമല്ലേ, നിങ്ങളൊന്നും ഈ സമയത്ത് വരേണ്ടതില്ല. നബിയെ, അള്ളാഹു നൽകുന്ന പ്രകാശം ഊതിക്കെടുത്താൻ
അങ്ങയെ നശിപ്പിക്കാൻ, ഇസ്ലാമിന്റെ വെളിച്ചം ഇവിടെ നിന്ന് ഇല്ലാതെയാക്കാൻ, അങ്ങയോട് യുദ്ധം ചെയ്യാൻ ശത്രുക്കൾ വരുമ്പോ നബിയെ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല നബിയെ, ഒന്ന് സമ്മതം തരണം. നബി തങ്ങൾ പറഞ്ഞു, ഉമൈറേ 13 വയസ്സല്ലേ നിങ്ങൾക്കുള്ളൂ, നേരമായില്ല, തിരിച്ചു പോണം. കരഞ്ഞുകൊണ്ട് തിരിച്ചുപോയി. ജ്യേഷ്ഠനോട് എന്ന് പറഞ്ഞു, പരാതി പറഞ്ഞു. ജ്യേഷ്ഠൻ കൈപിടിച്ച് ഒന്നുകൂടെ ഒരു റെക്കമെൻഡ്, നബിയേ ആയുധങ്ങൾ ചുമക്കാൻ എന്നെ കൊണ്ട് കഴിയും, അതുകൊണ്ട് ഞാനൊന്ന് വന്നോട്ടെ. അങ്ങനെയാണ് നബി തങ്ങളോട് കെഞ്ചി ചോദിച്ചത്. സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, കഴുത്തിൽ ഞാൻ വാൾ തൂക്കിക്കെട്ടി കൊടുക്കുമായിരുന്നു ചുമന്ന് നടക്കാൻ. ആ നേരം വാളിന്റെ മുന ഭൂമിയിൽ തട്ടും, വാളിനേക്കാളും ഉയരം കുറവാണ്, ചെറുപ്പമായിരുന്നു. ആ കുഞ്ഞാണ്, ചെറുപ്പക്കാരനായ മോനാണ്, അള്ളാഹുവിന് വേണ്ടി ഉഹദിൽ ഷഹീദായത് റളിയല്ലാഹു അൻഹു ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. സ്വഹാബത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വന്ന് കരഞ്ഞു പോവാറുണ്ട് യുദ്ധത്തിന് കൊണ്ടുപോകുമ്പോൾ. ഞാൻ ആലോചിക്കുക, നമ്മുടെ കുട്ടികളും കരയാറുണ്ട്. കാമുകി ഇപ്പോൾ വിളിക്കണില്ല, അവളിപ്പോൾ ഫോണിന് എടുക്കണില്ല, അല്ലേ? ഇതൊക്കെയാണ് നമ്മളെ വിഷയം. സുബ്ഹാനല്ലാഹ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വരുന്ന ഓരോരോ വിഷയങ്ങൾ സൂറത്തു തൗബയിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വലാ അലല്ലദീന ഇദാ മാ അതൗക ولا على الذين إذا ما أتوك لتحملهم قلت لا أجد ما أحملكم عليه تولوا وأعينهم تفيض من الدمع حزنا ألا يجدوا ما ينفقون. നബി തങ്ങളോട്, ഹബീബേ ഞങ്ങളും വന്നോട്ടെ യുദ്ധത്തിലേക്കെന്ന് ചോദിക്കുമ്പോൾ ഹബീബ് പറയുമായിരുന്നു, നബി തങ്ങൾ, മക്കളെ നിങ്ങളെ കൊണ്ടുപോവാൻ നമുക്ക് വാഹനമില്ലല്ലോ, കുതിരയില്ല, കഴുതയില്ല, ഒട്ടകമില്ല, വാഹനങ്ങളൊക്കെ തീർന്നു, നിങ്ങൾ എങ്ങനെയാണ് യുദ്ധക്കളത്തിലേക്ക് വരിക? ولا على الذين إذا ما أتوك لتحملهم قلت, അങ്ങവരോട് പറയും, ലാ അജിദു മാ അഹ്മിലുക്കും അലൈഹി, പോകാൻ വാഹനമില്ല മക്കളെ എന്ന് പറയുമ്പോൾ തവല്ലൗ, വീട്ടിലേക്ക് തിരിച്ചു പോകും. വഅഅ്യുനുഹും തഫീദു മിനദ്ദംഇ ഹസനാ, സങ്കടപ്പെട്ട് കണ്ണിന്ന് കണ്ണുനീരിങ്ങനെ വരുന്നുണ്ടാകും. അങ്ങനത്തെ ചെറുപ്പക്കാർ അങ്ങയുടെ കൂടെയുണ്ടല്ലോ നബിയെ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ ചെറുപ്പക്കാർ ഉറക്കൊഴിഞ്ഞ് മെലിഞ്ഞ് ചില ചെറുപ്പക്കാരൊക്കെ താടിയൊക്കെ ഒരുപാട് നീട്ടി പ്ലസ് ടുവിനൊക്കെ പഠിക്കുമ്പോഴേ നോക്കുമ്പോൾ പ്രേമായിരിക്കും വിഷയം. സുബ്ഹാനല്ലാഹ്. അങ്ങനെയൊക്കെ അധപ്പതിക്കാൻ പറ്റുമോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഖലീഫയായി വന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പേരക്കിടാവ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഏലംകുളം ബാപ്പ മുസ്ലിയാർ ഷെയ്ഖുന ഉസ്താദ് അവറുകൾ സദസ്സിലേക്ക് വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള ദുആയും ദിക്റും ഇൻഷാ അല്ലാഹ് നമ്മുടെ സദസ്സിൻ്റെ അന്ത്യം ഒരു നല്ല സമയം. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ എന്നാ പറഞ്ഞു. كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون. സ്വഹാബത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ രാത്രി കുറച്ചേ ഉറങ്ങുമായിരുന്നുള്ളൂ. ഇപ്പം എന്തോ യൂറോപ്പിൽ എന്തോ കളി നടക്കുന്നുണ്ടോ? ഫുട്ബോൾ എന്തോ കഴിഞ്ഞോ? കോപ്പ അമേരിക്കയിലല്ലേ? യൂറോ കപ്പ്. ഇതൊക്കെ റമളാനിൽ തന്നെ വരും ചെയ്യും. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു വൈപരീത്യം. അപ്പോൾ ഏതായാലും അത്താഴം വരെ ഉറങ്ങാണ്ടിരിക്കല്ല എന്ന കളി കണ്ടിട്ടിരിക്കുക എന്ന് പറയും ചെയ്യും അല്ലേ? അപ്പോൾ നമ്മുടെ സമയം നമ്മൾ ഉറക്കൊഴിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ പറ്റിയല്ല ഈ ആയത്ത് പറഞ്ഞത്. കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, രാത്രി അവർ കുറച്ചേ ഉറങ്ങിയിരുന്നുള്ളൂ. പിന്നെ എന്താ ചെയ്ത്? കളി കണ്ടിരിക്കുകയാണോ? എന്തേ ചെയ്തിരുന്നത്? ഉറക്കൊഴിക്കണമല്ലോ, കുറേ ഉണ്ട് ഉറക്കൊഴിക്കുന്നവർ. രാത്രി ഉറങ്ങാതെ നടക്കുന്ന രാത്രി കുറുക്കന്മാരെന്നൊക്കെ പറയില്ലേ, തീരെ ഉറങ്ങാതെ നടക്കുന്നവർ.
എന്താ ഇപ്പൊ അവർ ചെയ്തത്? ആരെപ്പറ്റി? ഖുർആൻ കുറച്ചേ ഉറങ്ങിയിരുന്നുള്ളൂ എന്ന് മദ്ഹ് ചെയ്തതാണ്, പ്രശംസിച്ചതാണ്. അതിന് പകരം എന്ത് ചെയ്തു? എന്തേ ഉറക്കൊഴിക്കാൻ കാരണം? വബിൽഅസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. സുബ്ഹിയോടടുക്കുന്ന നേരത്ത് അവർ അല്ലാഹുവിനോട് റബ്ബേ പുറത്തു തരണമേ, ഞങ്ങൾക്ക് മാപ്പ് തരണമേ, ഞങ്ങളോട് ക്ഷമിക്കണേ റബ്ബേ, ഞങ്ങളോട് കോപിക്കല്ല പടച്ചവനെ, ചെയ്തു പോയ പാപങ്ങളെല്ലാം ഖേദിച്ചു നിന്നോട് സങ്കടപ്പെട്ട് മടങ്ങുന്നു റബ്ബേ എന്ന് അല്ലാഹുവിനോട് പാപമോചനം ചോദിച്ചുകൊണ്ട് കുറച്ചു മാത്രം ഉറങ്ങിയിരുന്ന ആളുകൾ, സത്യവിശ്വാസികൾ, അവരല്ലാഹു പുകഴ്ത്തി പറയാണ്. മുഅ്മിനീങ്ങളുടെ വിഷയം ഒന്നുകൂടെ ഗൗരവമാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോൻ അന്നൊരു പെരുന്നാൾ ദിവസം കീറിപ്പറിഞ്ഞ വസ്ത്രമിട്ട് വരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളുടെ പേരക്കിടാവാണ്. ഉമർ തങ്ങളുടെ മോൻ കല്യാണം കഴിച്ച അന്ന് പാലിൽ വെള്ളം ചേർക്ക് മോളെ എന്ന് ഉമ്മ പറഞ്ഞപ്പോൾ ഉമ്മ അത് ഉമർ എന്നവർ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? ആ സംഭവം പറയുമ്പോൾ നമുക്ക് സമദാനി സാഹിബിന് ഓർമ്മ വരും അല്ലേ? അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ വാതിൽ വളരെ മനോഹരമായിട്ട് മാഷാ അല്ലാഹ്. അപ്പോൾ മോളെന്ത് പറഞ്ഞു? ഉമ്മ പറഞ്ഞു, ഉമറന്നവർ കാണുന്നില്ലല്ലോ മോളെ. ഉമ്മ, അള്ളാഹു കാണുന്നില്ലേ? ആ വീട് അടയാളം വെച്ച് പോയി. മക്കളെ വിളിച്ച് ചോദിച്ചു, മക്കളെ ലൗഖാനലി അബീക്കും ഹറക ഇലൻ നിസാ, പെണ്ണുങ്ങളെ കല്യാണം കഴിക്കേണ്ട ഒരാരോഗ്യമൊക്കെ വാപ്പാക്കുണ്ടെങ്കിൽ ഈ കുട്ടിനെ വാപ്പ കല്യാണം കഴിക്കും, മക്കൾക്കാർക്കെങ്കിലും വേണോ എന്ന് ചോദിച്ച് തൻ്റെ ഒരു മോൻ കല്യാണം കഴിച്ചു കൊടുത്തു മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഈ പെൺകുട്ടിയെ, ഇങ്ങനെ അള്ളാഹിനെ പേടിക്കുന്ന കുട്ടിയല്ലേ, ആ കുട്ടിക്ക് ഒരു മോള് ജനിച്ചു. ആ മോളിൽ ജനിച്ച മോനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഒരുപാട് ചരിത്ര സംഭവങ്ങളുണ്ട്. അവരുടെ മോൻ പെരുന്നാളിൻ്റെ അന്ന് കീറിപ്പറഞ്ഞ വസ്ത്രമിട്ട് വന്നപ്പോൾ കരഞ്ഞു. വാപ്പ കരയാണ്. എന്തേ വാപ്പ കരയണത്? ഒന്നുമില്ല മോനെ, നാട്ടുകാരായ കുട്ടികളൊക്കെ നല്ല വസ്ത്രമിട്ട് അലങ്കാരത്തിൽ നല്ല സൗന്ദര്യത്തിൽ ഇറങ്ങുമ്പോൾ എൻ്റെ മോന് നല്ലൊരു വസ്ത്രം വാങ്ങിത്തരാൻ ഉപ്പയുടെ കയ്യിൽ പൈസ ഇല്ലാതെയായി പോയല്ലോ എന്ന് ഇസ്ലാമിൻ്റെ ഖലീഫയും ഭരണാധികാരിയുമായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വാപ്പയുടെ കണ്ണുനീര് തുടച്ചുകൊണ്ട് ആ മോന് പറഞ്ഞു, ഉപ്പാ ഇന്നമാ യഹ്സൻ മൻ അസാ റബ്ബാഹ് വഅഖ ഉമ്മഹു വഅബാഹ് ലസ്തു മിമ്മൻ യഫ്അലുഹു യാ അബതാ. വാപ്പാ, എന്തിനാ നിങ്ങൾ സങ്കടപ്പെടുന്നത്? സങ്കടപ്പെടേണ്ടവരാരാണ്? മൻ അസാ റബ്ബാഹ്, അല്ലാഹുവിൻ്റെ നിയമങ്ങൾ അംഗീകരിക്കാതെ ജീവിച്ചവനല്ലയോ ഉപ്പാ കരയേണ്ടത്? അവരല്ലേ സങ്കടപ്പെടേണ്ടത്? പ്രിയപ്പെട്ട ഉമ്മയെയും വാപ്പയെയും സങ്കടപ്പെടുത്തിയവരല്ലേ ഉപ്പാ കരയേണ്ടത്? ഉപ്പാ, ഞാനതൊന്നും ചെയ്തിട്ടില്ലല്ലോ, കരയണ്ട ഉപ്പാ എന്ന് വാപ്പയെ തിരുത്തിക്കൊടുത്ത മോൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ അബ്ദുല്ലാഹി എന്ന് പറയുന്നൊരു പൊന്നുമോൻ. ഹജ്ജ് നടക്കുമ്പോഴാണ് ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരുടെ വല്ലിപ്പയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജ്ജിന്റെ സമയത്ത് അമീറുൽ മുഅ്മിനീനാണ്. പ്രിയപ്പെട്ട മോൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മോനെ ഇൻസഹനി, വാപ്പാക്കൊരു ഉപദേശം താ മോനെ. ഇങ്ങനെ വാപ്പാരെ മക്കളോട് ചോദിക്കോ? നമ്മുടെ കാലത്തൊക്കെ മോന് വാപ്പാക്കൊരു ഉപദേശം എന്താ? നമ്മളങ്ങോട്ട് ഞാൻ പറഞ്ഞ കേട്ടാൽ മതി എന്നല്ലേ പറയല്ലേ? മക്കളോട് മുഷാവറ ചെയ്യാന്ന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ഈദുൽ അദ്ഹയിൽ നമ്മൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ഇറക്കാൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞ ചരിത്രത്തിലെ ഇബ്രാഹിം നബി ചോദിക്കുന്നില്ലേ, മോനെ ഫൻദുർ മാദാ തറാ, മോൻ്റെ അഭിപ്രായം എന്താ? വാപ്പ ചോദിച്ചു. മുഷാവറ ചെയ്യണമെന്ന് പഠിപ്പിച്ചു എന്നാ ഉലമാ പറയാം. അല്ലെങ്കിൽ വാപ്പ കയ്യും കാലം കെട്ടിയിട്ട് ഉറങ്ങുമ്പോൾ നടത്താൻ പോരെ? മോനോട് ചോദിച്ചു എന്നാ. ഫൻദുർ മാദാ തറാ, മഷ്വറ ചെയ്യണമെന്നാണ്. പറ്റുന്ന വിഷയങ്ങളെ രാജ്യം ചോദിക്കാൻ പറ്റൂല. പക്ഷെ അങ്ങനെ ഒരു പ്രിവിലേജ് സ്വന്തം മക്കൾക്ക് അംഗീകരിച്ചു കൊടുക്കണമെന്ന്. പ്രത്യേകിച്ച് ഗ്രോണപ്സ്, അവരൊക്കെ പഠിച്ചവരാണ്, കാര്യബോധമുള്ള മക്കളാണ്, അവരോട് കൂടി ആലോചിക്കണമെന്ന്. ഉമർ തങ്ങൾ പറയുന്നു, മോനെ അബ്ദുല്ലാഹി, ഈ ലക്ഷക്കണക്കിന് ആളുകൾ മൗസുമിൽ ഹജ്ജിൽ അറഫായുടെ മണ്ണിൽ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് ദുആ ചെയ്യുന്ന നേരത്ത് മോനെ വാപ്പാക്ക് എന്തെങ്കിലും ഉപദേശിച്ചു തരാനുണ്ടോ? ഒരു ഭരണാധികാരിയായി നിൽക്കുമ്പോൾ ഭരണീയരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്നത് ഇസ്ലാമിക ലോകത്തെ ഒരു ചര്യയാണ്. അപ്പോഴാണ് നമുക്കൊരു തിരിച്ചുപോക്ക്, ഒരു ഇൻട്രോസ്പെക്ഷൻ, നമ്മുടെ മിസ്റ്റേക്കുകൾ തിരുത്താൻ പറ്റുള്ളൂ എന്നാണ്.
മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, ഉപ്പാ അങ്ങ് മുമ്പിലേക്കൊന്ന് നോക്കൂ, 10,000-കണക്കിന് ആളുകൾ മുമ്പിലുണ്ടല്ലേ. വലത്തോട്ടൊന്ന് നോക്കൂ, 10,000. അറഫയിലാണ് സംഭവം. ഇടത്ത് 10,000, അങ്ങയുടെ ബാക്കിൽ 10,000. ഇവരൊക്കെ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി ബൈനി വബൈനക്, റബ്ബേ ഞാനും നീയും തമ്മിലുള്ള നിന്നോട് അരുതാത്തത്, ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു കൂട്ടി എൻ്റെ പാപങ്ങൾ പുറത്തു തരണമേ. വാപ്പാ അമീറുൽ മുഅ്മിനീൻ, ലക്ഷക്കണക്കിന് ആളുകൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അവരും അള്ളാഹും ചെയ്ത തെറ്റിനെ കുറിച്ചാണ്. ഉപ്പാ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ ചോദിക്കപ്പെടുന്നത് ഈ ലക്ഷക്കണക്കിന് ആളുകൾ ചെയ്ത തെറ്റിനെ കുറിച്ചാണ്. അതുകൊണ്ട് വാപ്പാക്ക് നല്ല ബോധം വേണം. ഇങ്ങനെ അങ്ങ് ഭരണാധികാരിയല്ലേ, ഈ ലക്ഷക്കണക്കിന് ആളുകളുടെ പാപങ്ങൾ അങ്ങയോട് അല്ലാഹു ചോദിക്കുകയാണെങ്കിൽ, അങ്ങയുടെ ഭരണത്തിലെ വീഴ്ച കൊണ്ട്, അങ്ങയുടെ ഒരു അപാകത കൊണ്ട് അള്ളാഹുവിന്റെ ഹുക്ം ഇവിടെ നടപ്പാക്കാൻ കഴിയാതെ വന്നാൽ, ഉപ്പാ ഇവരെ കുറിച്ചെല്ലാം അങ്ങ് അള്ളാഹുവിനോട് ചോദ്യം ചെയ്യപ്പെടുന്ന ആ ഒരു നാളൊന്ന് ഓർത്തു നോക്കൂ ഉപ്പാ. ഫബകാ ഉമറു ബുകാഅൻ ശദീദാ, കരഞ്ഞ് പിടിച്ചു നിർത്താൻ പറ്റാത്ത വിധം പൊട്ടിക്കരഞ്ഞുപോയി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മോൻ ചെയ്ത ഉപദേശമാണ്, മക്കളിൽ വന്ന പക്വതയാണ് ഞാൻ പറയാം. അവർ ആ പക്വതയിലേക്ക് വളർന്നു എന്നതാണ് അത്ഭുതം. ചെറുപ്രായത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഉപദേശം. ഹബീബായ നബി തങ്ങളുടെ ഒരു ചെറുപ്പക്കാരനായ 17 വയസ്സ് 17 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരനാണ് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ചെറുപ്പക്കാരൻ 17 വയസ്സ്. നമ്മുടെ +2 വിദ്യാർത്ഥികൾ അല്ലേ, ഡിഗ്രിക്കൊക്കെ ചേരാനാകുന്ന സമയം ആയോ? ഡിഗ്രിക്കാവോ 17 ആകുമ്പോൾ അല്ലേ, ഏകദേശം. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് വന്ന് ചോദിക്കുന്നു, നബിയേ ഞാൻ യുദ്ധത്തിന് വരട്ടെ, അങ്ങയുടെ കൂടെ ഞാനൊന്ന് വരട്ടെ നബിയേ, അള്ളാഹുവിന് ത്യാഗം ചെയ്യാൻ ഞാനൊന്ന് വരട്ടെ. ഇല്ല സയ്യിദേ, നിങ്ങളെ കൊണ്ടുവരാൻ നേരമായിട്ടില്ല, തിരിച്ചു പോവണം, നിങ്ങളെ പറ്റില്ല, സമയമായില്ല. കരഞ്ഞു തിരിച്ചുപോയി ഉമ്മയുടെ മുമ്പിലേക്ക്. ഉമ്മ ഒരു തൻ്റെടിയായിരുന്ന ഉമ്മയാണ്. അങ്ങനത്തെ ഉമ്മാരൊക്കെ നമുക്ക് വേണ്ടത്. സീരിയൽ കണ്ടിരിക്കണ ഉമ്മാരല്ല, പഴയ വല്യന്മാരൊക്കെ പറഞ്ഞു കൊടുക്കണ അമ്പിയാക്കന്മാരുടെ കഥ എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പോഴത്തെ വല്യന്മാർക്ക് ഒന്നും, ന്യൂ ജനറേഷൻ വല്യന്മാരാണ്, അപ്പോൾ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. ഓൽക്കും വല്ല നമ്മുടെ സിനിമാ നടന്മാരുടെ കഥ, നല്ല സീരിയലൊക്കെ പറയാന്നല്ലാതെ അമ്പിയായിൻ്റെ കഥയൊക്കെ ഇനി പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? ഇല്ല. ഒരു വിഷയമാണ്. നമ്മുടെ ഉമ്മമാർക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന ഉമ്മമാർക്ക് സ്വന്തം മക്കൾക്ക് ഒരു പ്രവാചക കഥ, ഒരു ബദറിൻ്റെ ചരിത്രം, മുത്തുനബിയുടെ ചരിത്രം ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ അറിയുന്നില്ലല്ലോ. അവർക്ക് പുതിയ പുതിയ സിനിമകളും ഇതിന് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഒന്ന് മാറ്റം വരണം. കാരണം ഇതൊക്കെ മടുത്തിട്ടാണ് പാശ്ചാത്യന്മാർ ഇസ്ലാമിലേക്ക് ഓടി വരുന്നത്. നമ്മൾ തുടങ്ങാൻ നിൽക്കുകയാണ്, അവരത് മടുത്ത് ക്ലോസ് ചെയ്തു ചാപ്റ്റർ. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു സങ്കടപ്പെട്ട് വന്നപ്പോഴാണ് ഉമ്മ പറഞ്ഞത്, സയ്യിദ് ഇബ്നു സാബിത്തേ നിങ്ങൾ സങ്കടപ്പെടണ്ട, അള്ളാഹുവിൻ്റെ റസൂലിനും ദീനിനും സേവനം ചെയ്യാൻ നിങ്ങൾക്കൊരു മാർഗം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. മോനെ, നിങ്ങൾക്ക് നല്ല കയ്യെഴുത്തുണ്ടല്ലോ, ഹാൻഡ് റൈറ്റിംഗ് നല്ല മനോഹരമാണല്ലോ. നല്ല മനോഹരമായ ഹാൻഡ് റൈറ്റിംഗ്. നമ്മൾ മനസ്സിലാക്കണേ, ഹഫ്സ റളിയല്ലാഹു അൻഹയെ നബി തങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ഹഫ്സ ബീവി ജാഹിലിയ കാലത്ത്, ഇസ്ലാമിൻ്റെ മുമ്പേ, ഹഫ്സ ബീവി എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ, ഒരു സ്ത്രീയിൽ നിന്ന് എഴുത്ത് പഠിച്ചിരുന്നു എന്നാ. അങ്ങനെയാണ് നബി തങ്ങൾ കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഹഫ്സ ബീവി ഏതായാലും നിങ്ങൾ അറബി എഴുതാൻ പഠിച്ചില്ലേ, ആ എഴുത്തൊന്ന് നന്നാക്കി പഠിച്ചോളൂ, ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് ബ്യൂട്ടിഫുൾ ആകട്ടെ, നിങ്ങളുടെ കയ്യെഴുത്തൊന്ന് നന്നാവട്ടെ എന്ന് പറഞ്ഞ് കല്യാണ ശേഷം അവരെ പഠിക്കാൻ വിട്ടിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പുതിയാപ്പിനോട് ചോദിക്കും, പഠിപ്പിച്ചു കൊടുക്കുമോ? അവൾക്ക് പഠിക്കാൻ താല്പര്യം. പഠിപ്പിക്കാലോ. പിന്നെ അമ്മായും പറയും, മോനെ വീട്ടിലിപ്പോൾ ആരുമില്ല, അവളിപ്പോൾ കോളേജ് പറഞ്ഞാൽ ഉമ്മാക്കാരാണ്, സാഹചര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾ പഠനം നിർത്തും. പറ്റുന്നവരെന്ത് ചെയ്യണം? നമുക്ക് പറ്റുന്ന സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് സുരക്ഷിതമാണെന്ന് ബോധ്യമാണെങ്കിൽ അവരെ പഠിപ്പിക്കണമെന്ന നബി തങ്ങൾ കല്യാണശേഷം ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയെ കയ്യെഴുത്ത് പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ട് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കയ്യെഴുത്ത് നന്നാവണമെന്നും അതിലൊരു സൂചന ഉണ്ട്. അൽഹംദുലില്ലാഹ്.
സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് ഉമ്മ പറഞ്ഞു, മോനെ, മോന്റെ കയ്യെഴുത്ത് നല്ല കയ്യെഴുത്താണല്ലോ. അല്ലാഹുവിന്റെ റസൂലിന് വരുന്ന വഹി, ആകാശ ലോകത്ത് നിന്ന് വരുന്ന ഖുർആൻ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, ഖദ്റിന്റെ രാവിലെ അല്ലാഹു ഇറക്കിയ ഈ ഗ്രന്ഥം, അത് നബിതങ്ങൾക്ക് വഹി വരുമ്പോ അത് എഴുതി വെക്കാൻ മോനെ കൊണ്ട് കഴിയുമല്ലോ. യുദ്ധത്തിന് പോവാൻ പറ്റിയെങ്കിൽ എന്താ, മോൻ നബിതങ്ങൾക്കും ദീനിനും സേവനം ചെയ്യാൻ മറ്റൊരു മാർഗം കണ്ടെത്തണം. എഴുതാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെയാണ് കാതിബു വഹി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന് വഹി വരുമ്പോൾ അത് എഴുതുന്ന നബിതങ്ങളുടെ സ്ക്രൈബായിരുന്നു മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. നബിതങ്ങൾക്ക് ജൂതന്മാർ കത്തയക്കും സുറിയാനി ഭാഷയില്. ഒരു ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടല്ലേ? ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറെക്കുറെയൊക്കെ ഈ ഭാഗത്തൊക്കെ തമിഴ് പേശും തോന്നുന്നുണ്ടല്ലേ? കുറച്ചൊക്കെ നന്നായി പേശും. കന്നഡയും ചിലപ്പോൾ അറിഞ്ഞെന്ന് വരും, ഉറുദുവും ചിലപ്പോൾ പഠിച്ചെന്ന് വരും, ഇംഗ്ലീഷ് എന്തായാലും നമ്മളെ കോളേജുകളൊക്കെ പഠിക്കുന്നുണ്ട്, അറബി ഉസ്താദുമാരും അല്ലാത്തവരും അവരും പഠിക്കുന്നുണ്ട്. ഒരു ഫോറിൻ ഭാഷ തീരെ പരിചയമില്ലാത്തത്. ഞാൻ വെറുതെ ചോദിക്കുകയാണ്, നമ്മുടെ സദസ്സിലിപ്പോൾ സ്പാനിഷ് സംസാരിക്കുന്നവരോ പഠിച്ചവരോ ഉണ്ടെങ്കിൽ കൈപ്പൊക്കിയാട്ടെ. ഒരു ഉദാഹരണം പറയാം, ഒന്നുമില്ല, വേറെ പറയാം. ചൈനീസും ചോദിക്കാം, ഞാൻ സ്പാനിഷും ചോദിക്കുകയാണ്. ഇല്ല. ഫ്രഞ്ചോ? ഇല്ല. ജർമ്മൻ, ലോകപ്രശസ്തമായ വേൾഡ് ഫോറിൻ ലാംഗ്വേജസ്. വലിയ പ്രയാസമായിട്ട് തോന്നും നമുക്ക്, പെട്ടെന്ന് അങ്ങനെ പഠിക്കാൻ. നമുക്ക് കേൾക്കുന്നത് പഠിക്കാൻ പറ്റും, ഇടപഴക ആളുകൾ സംസാരിക്കുന്ന ഒരു പുതിയ ന്യൂലി വളരെ ഒരു പരിചയമില്ലാത്ത ഭാഷ. സുറിയാനി ഭാഷ പഠിക്കാൻ നബി തങ്ങൾ ഏൽപ്പിക്കുന്ന ആരെന്നറിയോ? ഈ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ. ചെറുപ്പക്കാരൻ, 17 വയസ്സുള്ളൂ. തങ്ങൾ ചോദിച്ചു, സെയ്ദ് ഇബ്നു സാബിത്തേ, നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? എന്താ നബിയേ? എന്ത് വേണം? നിങ്ങൾ എനിക്ക് സുറിയാനി ഭാഷ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം, അത് നിങ്ങൾ പഠിച്ചെടുക്കണം. കഴിയോ? ഓക്കെ നബിയെ, ഞാൻ പഠിക്കാം. എത്ര സമയമെടുത്ത് പഠിച്ചു എന്നാ കണക്കെന്നറിയോ? എത്ര സമയമെടുത്തു ആ ഒരു ഭാഷ പഠിക്കാൻ? 17 യൗം, 17 ദിവസം കൊണ്ടാണ് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു സുറിയാനി ഭാഷ മുഴുവൻ പഠിച്ചെടുത്തത്. 17 ദിവസം. സുബ്ഹാനല്ലാഹ്. 17 ദിവസം ഉണ്ടെങ്കിൽ മൈസൂർക്ക് ടൂർ പോകൂലേ? നമ്മളങ്ങനെ ആലോചിക്കുക, നമ്മളത് എങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റിന് ചിലവഴിക്കാൻ പറ്റുമെന്ന് ആലോചിക്കുക. 17 ദിവസം കൊണ്ട് എന്നാ ഒരു 2-3 ജുസ് ഒന്ന് മനപ്പാടാക്കി കൂടെ? അങ്ങനെ ആലോചിക്കുന്നില്ല നമ്മൾ. അവിടെയാണ് വിഷയം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കണ്ട് സന്തോഷിക്കുകയും സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ആദരിക്കുകയും ചെയ്യുമായിരുന്നു. ഹബീബിന് വരുന്ന കത്തുകൾ നബിക്ക് വായിച്ചു കൊടുക്കുന്നത് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവാണ്. 17 വയസ്സുള്ള സമയത്ത് നേതൃസ്ഥാനത്തേക്ക് വന്ന സ്വഹാബിയാണ് ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. 17 വയസ്സാണ് പ്രായം. അന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് വഫാത്താകുന്നതിന്റെ മുമ്പ് റോമക്കാരുമായി നടക്കുന്ന ഒരു യുദ്ധത്തിന് സൈന്യത്തിന്റെ സൈന്യാധിപൻ 17 വയസ്സുള്ള ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. ചിന്തിക്കാൻ പറ്റുമോ? ആരാണ് ആ സൈന്യത്തിലുള്ളത് എന്നറിയോ? ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ കീഴെ ഉള്ളത് ആരൊക്കെയാണ്? ഒന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങളുടെയും കാര്യം അത്ഭുതമാണ്. ഉമർ തങ്ങൾ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ 27 വയസ്സാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുമ്പോൾ 37 വയസ്സ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, മഹാനായ സാലിം മൗല അബി ഹുദൈഫ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഇസ്ലാമിലേക്ക് വരുന്നത് 16ഉം 17ഉം വയസ്സുള്ളപ്പോഴാണ്. അപ്പോൾ നല്ല ഗ്രേറ്റ് പൊട്ടൻഷ്യൽ നമ്മുടെ ചെറുപ്പക്കാർക്കുണ്ട്, നല്ല കഴിവുണ്ട്. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത്, എൻ്റെ ചെറുപ്പക്കാരോട് എന്റെ ചെറുപ്പക്കാരോട് നന്നായി പെരുമാറണേ. അവർ ഹൃദയം ലോലമായവരാണ്. ഇസ്ലാമുമായി ഞാൻ വന്നപ്പോൾ എന്റെ കൂടെ നിന്നത് ചെറുപ്പക്കാരാണ്. പ്രായമുള്ളവർ എനിക്കെതിരായിരുന്നതുകൊണ്ട് ചെറുപ്പക്കാരോട് നല്ല നിലക്ക് പെരുമാറണേ എന്ന് ഉമ്മത്തിന് ഉപദേശിച്ചവയാണ് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇഖ്ബാലിന്റെ രസകരമായൊരു കവിത ഉണ്ട്. ഈ നട്ടപ്പാതിരാക്ക് കവിത ഇടേണ്ട കാര്യം ഉണ്ടോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആതിരാക്കിന് എന്ത് കവിത? അത്താഴം കിട്ടും മൂലരെ ഇവിടെ. എന്ത് ചിന്തപ്പം അതാണ്. അങ്ങനെ ചിന്തിക്കണോലുണ്ടാവും. ഇപ്പം ഞാൻ എത്തുമ്പോഴേക്ക് സുബിയാൻ കൊടുക്കുമല്ലോ. അപ്പോൾ ഏതായാലും പാടല്ലേ.
കുറേ കാലമായി പാടിയിട്ട്. അപ്പോൾ തെറ്റാണെങ്കിൽ രാജു അറിയാലോ, ഒന്ന് പഠിപ്പിച്ച് തിരുത്താം. രാജേഷിൻ്റെ ആ ഒരു ബാക്കിങ്ങിൽ ഞാൻ പോവാണ്. ബിസ്മില്ല. കഭി ഐ നൗജവാൻ മുസ്ലിം, कभी ऐ नौजवान मुस्लिम तदब्बर भी किया तूने, वो क्या गर्दून था तू जिसका है एक टूटा हुआ तारा, तुझे उस कौम ने पाला है आगोशे मोहब्बत में, कुचल डाला था जिसने पाँव में ताजे सरेदारा, तमद्दुन आफरीन खल्लाक़ आईने जहानदारी, वो सहराए अरब यानी शुतरबानों का गहवारा, तुझे आबा से अपने कोई निस्बत हो नहीं सकती कि तू गुफ्तार वो किरदार तू साबित वो सയ്യാറ. കഭി ഐ നൗജവാൻ മുസ്ലിം, ചെറുപ്പക്കാരാ നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, നീ ഏതൊരു ആകാശലോകത്തെ നക്ഷത്ര കഷ്ണമാണോ ആ ആകാശലോകങ്ങൾ ആരായിരുന്നുവെന്ന് നിന്റെ മുൻ തലമുറ അവരെന്തൊക്കെ ചെയ്തു എന്നറിയോ? എന്തൊക്കെയാണ് അവരൊക്കെ ചെയ്തത്? നീ എന്ത് ചെയ്തു? കഭി ഐ നൗജവാൻ മുസ്ലിം തദബ്ബുർ ഭീ കിയാ തൂനെ, വോ ക്യാ ഗർദൂൻ താ ക്യാ ആസ്മാൻ താ തൂ ജിസ്കാ ഹെ ഇക് ടൂട്ടാ ഹുവാ താര. നീ ചെറിയൊരു നക്ഷത്രമാണ്, ആ ആകാശം എന്തായിരുന്നു? നമ്മുടെ സ്വഹാബികളെ, ചെറുപ്പക്കാരായ സ്വഹാബിമാർ ദീനങ്ങനെ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ കയ്യിൽ ദീനുണ്ടോ? തമദ്ദുൻ ആഫിരീൻ ഖല്ലാഖ് ആയിനെ ജഹാൻദാരി വസഹറായെ അറബ് യാനി ശുതർബാനോ ക ഗഹ്വാറ. മരുഭൂമിയിൽ ഒട്ടകം മേച്ചു നടന്നവരായിരുന്നു അവര്. പക്ഷേ ലോകത്തിന് ഭരിക്കാനുള്ള, ലോകത്തിന് വേണ്ട കോൺസ്റ്റിറ്റ്യൂഷൻ രേഖപ്പെടുത്തിയത്, ഉണ്ടാക്കി വെച്ചത് അവരായിരുന്നു. ലോക ഭരണത്തിനുള്ള ഭരണഘടന അവരാ ഉണ്ടാക്കി വെച്ചത്. അവരാണ് ലോകത്തെ നയിച്ചു കൊണ്ടുവന്നത്. दश्त तो दश्त है दरिया भी न छोड़ा हमने, बहर जुल्मात में दौड़ा दिया खोड़ा हमने. മരുഭൂമി എത്രയാ നമ്മൾ താണ്ടിയത്, എത്ര പുഴകളാണ് നമ്മൾ താണ്ടിക്കടന്നത്. ബഹറ സുലുമാത്ത്, അറ്റ്ലാന്റിക് ഓഷ്യനിലേക്കാണ് നമ്മുടെ കുതിരകളെ നമ്മൾ ഇറക്കി വിട്ടത്. സൈന്യത്തിന്റെ കൂടെ പോകുമ്പോൾ ഭൂമി തീർന്നുപോയി, കടലിലേക്ക് ഓടട്ടെ എന്ന് പറഞ്ഞ് ഏതാനും മീറ്റർ വെള്ളത്തിലൂടെ കുതിരയെ ഓടിച്ച മഹാനായ താരിഖ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. ആ താരിഖ് എന്നവരുടെ പേരിലാ ജിബ്രാൾട്ടർ ഉണ്ടായത്. ജബൽ താരിഖാണ് ഇംഗ്ലീഷുകാരൻ ജബൽ താരിഖ് എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ജിബ്രാൾട്ടർ ആക്കി മാറ്റിയത്. സ്പെയിനിലേക്ക് മൊറോക്കോയിൽ നിന്ന് കടക്കുന്ന ആ ഭാഗം, ആഫ്രിക്കൻ വൻകരയുടെ വെസ്റ്റേൺ എൻഡ്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയൊക്കെ ചെയ്തവരെ നീ വല്ലതും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമുക്ക് ആകെ ചിന്ത ഇപ്പം എന്ത് കളിയാണ് നടക്കുക, ഇനി അടുത്ത കളി എന്നാ തുടങ്ങുക, ഇനി അടുത്ത സിനിമ ഇപ്പോൾ ഏതായിരിക്കും ഇറങ്ങാൻ പോവുക, മറ്റേ ആ ഫിലിം സ്റ്റാർ ഇനി അഭിനയിക്കോ ഇല്ലേ, മറ്റേ പെണ്ണിനെ ഇറങ്ങോ സിനിമയ്ക്ക്, ഇതൊക്കെ ചിന്തിക്കുക ചെറുപ്പം. നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട അജണ്ടകൾ എന്തൊക്കെയാണ്, പ്രയോറിറ്റീസ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരൊക്കെ മുമ്പിലുണ്ടായിരിക്കുകയാണ്. അവർക്ക് നേതൃത്വം കൊടുക്കാൻ മഹാനായ ഉസാമ ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു, കറുപ്പ് നിറായിരുന്ന ഉസാമ റളിയല്ലാഹു അൻഹുവിനെ സൈദ് റളിയല്ലാഹു അൻഹു വാപ്പ എന്ന് പറഞ്ഞു, പൊന്നാര നബിയെ, ഇതിൻ്റെ മോൻ തന്നെയാണോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് നബിയെ എന്ന് പറഞ്ഞു. കാലിങ്ങനെ നോക്കിയിട്ട് തങ്ങൾ രണ്ടുപേരും പള്ളിയിൽ കിടക്കുമ്പോൾ വാപ്പയുടെയും മോൻ്റെയും കാല് കണ്ട് നിറവ്യത്യാസം കണ്ടപ്പോൾ സംശയം തോന്നിയെന്ന്. നബി തങ്ങളോട് ചെന്ന് പറയാലോ, അവിടുത്തെ കോടതിയല്ലേ. തങ്ങൾ പറഞ്ഞു, സയ്യിദ് എന്നവരെ, ഇത് നിങ്ങളെ മോൻ തന്നെയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, നല്ല കറുപ്പ് നിറമുള്ള കുതിരക്കൂട്ടത്തിൽ കയ്യും കാലൊക്കെ വെളുത്ത കുതിര വരുന്നില്ലേ, വെളുത്ത കുതിരയിൽ ഇടക്കൊക്കെ കറുത്ത കുട്ടിയും ജനിക്കണില്ലേ. ഒരു ഞരമ്പ് കെട്ട് വലിച്ചത്, തറവാട്ടിൽ ഏതെങ്കിലും കറുത്ത ഒരു വല്യാപ്പ കഴിഞ്ഞു പോയിട്ടുണ്ട്, അങ്ങനെ പറയും, വേണ്ടാത്തേക്ക് തന്നെ പോവുള്ളൂ എന്ന് പറയും ചിലപ്പോൾ പെണ്ണുങ്ങളൊക്കെ അല്ലേ. ആ വെളുത്ത വല്യാപ്പാരേക്കൾ പോയാൽ പോരായിരുന്നോ, അങ്ങനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാണാൻ ഭംഗിയൊന്നും ഉണ്ടായത് കൊണ്ടല്ല. പക്ഷേ നേതൃപാടവം 17 വയസ്സിലേ ഉണ്ടായി മഹാനായ ഉസാമ ഇബ്നു സൈദ്. ഹോഴ്സ് റൈഡിങ്, അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി ആർക്കുണ്ട്? ഉസാമ ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു.
ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു 17 years old. നമ്മൾ സങ്കല്പിക്കണം, നമ്മുടെ ഏതെങ്കിലും ഒരു മതകീയ രാഷ്ട്രീയ സാംസ്കാരിക പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്ത് ഒരു 17കാരൻ വരുന്നു. അവർക്ക് കീഴെ പ്രായമുള്ള ഒരുപാട് ആളുകൾ. സമൂഹം അംഗീകരിച്ചു കൊടുക്കാൻ പ്രയാസമായിരിക്കും. ഉമർ റളിയല്ലാഹു അൻഹുവാണ് സൈന്യത്തിലുള്ളത്. സൈന്യാധിപനാരാ? ഉസാമത്ത് ബിൻ സയ്യിദ്. ആരോടാ യുദ്ധം ചെയ്യുന്നത്? തുർക്കികളോട്, റോമക്കാരോട്. ആ യുദ്ധം നബി തങ്ങൾ തുടങ്ങി വെച്ചു, പക്ഷേ പൂർത്തിയാക്കാൻ പറ്റിയില്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ സൈന്യം ജഹസ ജയ്ഷ ഉസാമ, അഷ്റഫുൽ ഖൽഖിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ തുടങ്ങി വെച്ച ദൗത്യം ഞാൻ നിർവഹിക്കുകയാണ്. ആളുകൾ പറഞ്ഞു, സിദ്ദീഖ് എന്നവരെ, ഇസ്ലാമിനെതിരല്ലേ ആളുകൾ, ഇസ്ലാം എന്ന് കുറച്ച് ആളുകൾ പുറത്തു പോയില്ലേ, ഈ സമയത്ത് സൈന്യമയക്കേ? അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മദീനയുടെ പെണ്ണുങ്ങളുടെ കാലിലെ പാദസരങ്ങൾ നായകൾ വന്ന് കടിച്ചു തൂങ്ങിയാൽ തന്നെയും അല്ലാഹുവിന്റെ റസൂൽ നടപ്പാക്കിയ ഈ സൈന്യത്തെ ഞാൻ പറഞ്ഞേക്കുക തന്നെ ചെയ്യും. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒട്ടകപ്പുറത്താര്? ഉസാമ റളിയല്ലാഹു. വയസ്സെത്രേ? 17. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 60 കഴിഞ്ഞിരിക്കുകയാണ്. അവരാണ് അമീറുൽ മുഅ്മിനീൻ. സൈന്യത്തിന്റെ കൂടെയുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് എന്നവർ വന്ന് ചോദിക്കുന്നു, യാ ഉസാമ, അല്ലയോ ഉസാമ, ഒരു കാര്യം ചോദിക്കാൻ വരട്ടെ. ഈ സൈന്യത്തിൽ നിങ്ങളുടെ കൂടെ വരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് അൻഹു എന്ന എന്റെ കൂട്ടുകാരനെ എന്റെ കൂടെ മദീനയിൽ ഇസ്ലാമിക വിഷയങ്ങളിൽ എന്നെ സഹായിക്കാൻ, ഭരണ വിഷയങ്ങളിൽ എനിക്കൊരു സപ്പോർട്ട് കിട്ടാൻ ഉമർ എന്നവരെ മദീനയിൽ ഞാനൊന്ന് നിർത്തിക്കോട്ടെ, നിങ്ങൾ സമ്മതം തരുമോ? ആരോട്? ആര് സമ്മതം ചോദിച്ചു? സിദ്ദീഖ്. അപ്പൊ ഈഗോ പ്രശ്നമല്ല എന്നതിൻ്റെ അർത്ഥം. ചെറുപ്പക്കാര് നേതൃസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ഒരു ഈഗോ, അതൊന്നും വേണ്ട, അതൊന്നും ഇസ്ലാമിൽ ഇല്ലല്ലോ, അങ്ങനെ ഒരു അഹങ്കാരം, അതല്ല ഇപ്പൊ ഈഗോ എന്ന് പറഞ്ഞതിന് അർത്ഥം അതാണല്ലോ. അതൊരു അണുമണി തൂക്കം നമുക്ക് പാടില്ല എന്നാ. അത് ആ ഒരു നേതൃത്വം അംഗീകരിച്ചു സിദ്ദീഖ് തങ്ങൾ. എന്നിട്ട് നേതാവിനോട് ചോദിക്കുക, എന്ത്? നിങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന നിങ്ങളുടെ പട്ടാളക്കാരുണ്ടല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരെ, അവരെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യോ, എൻ്റെ കൂടെ മതി, നിർത്തിക്കോ, നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ നിർത്തിക്കോളാം. സിദ്ദീഖ് എന്നവരെ, നിങ്ങൾ എന്നോട് അങ്ങനെ ചോദിക്കണോ? നിങ്ങളാണ് അമീർ, അമീറിനോട് ചോദിക്കണം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ സൈന്യം യാത്ര അയക്കുകയാണ്. മനോഹരമായ രംഗമാണ്. ഒട്ടകപ്പുറത്ത് ഉസാമ റളിയല്ലാഹു അൻഹു കാലിൽ ചെരുപ്പില്ലാതെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെ ആ സൈന്യം ഇങ്ങനെ പോകുമ്പോൾ മദീനയുടെ ആ ഒരു പടിവാതിലിലേക്ക് അവരെ യാത്ര അയക്കാൻ സിദ്ദീഖ് തങ്ങൾ കൂടെ നടക്കാൻ. ഉസാമ തങ്ങൾ പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ. അത് വിളിക്കപ്പെടുന്ന സമയമായിരുന്നില്ല അത്, പക്ഷേ ഖലീഫത്ത് റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയെ. ഉമർ റളിയല്ലാഹുവിന്റെ കാലം മുതൽ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കപ്പെടുന്നത്. യാ ഖലീഫത്ത് റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയെ. ഖലീഫത്തുല്ലാഹി അല്ല, ഖലീഫത്തു റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് വിളിക്കപ്പെട്ടത്. ഒന്നുകിൽ ഞാൻ ഇറങ്ങും, അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടകപ്പുറത്ത് കയറും. രണ്ടാലൊന്ന്, ഞാൻ ഒട്ടകപ്പുറത്ത്, നിങ്ങൾ എന്റെ താഴെ നടന്നു വരെ സമ്മതിക്കൂല. ആര് പറഞ്ഞു? ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനാ, പക്ഷേ മുതിർന്നവരോട് ബഹുമാനം വേണം. അതും കൂടെ പഠിപ്പിക്കുകയാണ്. ചെറുപ്പക്കാരനായതുകൊണ്ട് ഒരു ഗഡ്സ് എടുത്തിട്ട് എന്തും പറയാ, മുതിർന്ന ആളുകളോട് അത് വേണ്ട. അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുക്കണം, അവരെ ആദരിക്കണം, അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കണം. സിദ്ദീഖ് തങ്ങളോട് പറയാൻ, സിദ്ദീഖ് എന്നവരെ, നിങ്ങൾ നടക്കരുത്. ഒന്നുകിൽ വാഹനപ്പുറത്ത് കയറി ഞാൻ ഇറങ്ങിത്തരാം, നിങ്ങൾ കയറണം, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങുകയാ, രണ്ടുപേർക്കും നടക്കാം. ഒട്ടകത്തിന്റെ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസാമ, അല്ലാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ച ദൗത്യം അങ്ങ് നിർവഹിക്കാൻ പോകുന്നു. അങ്ങ് അല്ലാഹുവിന് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുമ്പോ അബൂബക്കർ സിദ്ദീഖിന്റെ കാല് ഏതാനും മീറ്ററുകൾ, ഏതാനും കാതങ്ങൾ പച്ചമണ്ണിലൂടെ നടന്ന് ഈ കാലുകളിൽ പൊടി പുരണ്ടിട്ടെങ്കിലും അല്ലാഹുവിന്റെ ദീനിന് എന്തെങ്കിലും സിദ്ദീഖ് ചെയ്തുവെന്ന് പറയാൻ, ഉസാമ നിങ്ങൾ ഇറങ്ങരുത്, അവിടെ തന്നെ നിന്നോളൂ. ഞാൻ എൻ്റെ കാലിൽ മണലോ മണ്ണോ പുരണ്ട് ഒരൽപ്പം പൊടി പുരളുന്ന് അള്ളാഹുവിന് വേണ്ടിയല്ലേ, ഞാനത് അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ്റെ പിന്നാലെ ഒട്ടകത്തിൻ്റെ കയറ് പിടിച്ചു വന്ന ലോക മുസ്ലിമീങ്ങളുടെ നേതാവാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ പാരമ്പര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് സമകാലിക രംഗത്തേക്ക് കടന്നു വരുന്ന ആ ഒരു ഉമ്മത്തിൽ നമുക്ക് എങ്ങനെ ഇങ്ങനെ ഒരു ഗ്യാപ്പ്, വ്യത്യാസം വന്നു? ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇത്ര ഗ്യാപ്പ് പാടില്ലല്ലോ, വല്ലാത്ത ഗ്യാപ്പായി പോയി. നമ്മളെ കുട്ടികളിങ്ങനെ മയക്കുമരുന്നും മദ്യപാനവും ദുശ്ശീലങ്ങളും
പെൺകുട്ടികളെ പിന്നാലെ നടക്കലും ബുദ്ധിമുട്ടാക്കലും ഇങ്ങനെയൊക്കെ പാടുണ്ടോ? നമ്മൾ അങ്ങനെ ചെയ്യേണ്ട മക്കളാണോ? നമുക്ക് ലക്ഷ്യമില്ലേ? ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ചെറുപ്പക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായിട്ടുണ്ട്. നിങ്ങൾക്ക് 5 അവസരങ്ങൾ അല്ലാഹു നൽകുന്നു. ആ 5 അവസരങ്ങളും ഉപയോഗിച്ചോളൂ. അതിന്റെ നേരെ വിപരീതമായ 5 അവസ്ഥകൾ നിങ്ങൾക്ക് വരാനുണ്ട്. അതിന്റെ മുമ്പ് നിങ്ങൾ ഉപയോഗപ്പെടുത്തേണമേ. മരണം വരാനുണ്ട്, ആരോഗ്യം ഉപയോഗപ്പെടുത്തേണമേ. രോഗം വരാനിരിക്കുന്നുണ്ട്, സമ്പത്തുള്ള അവസ്ഥ ഉപയോഗപ്പെടുത്തണേ. നിങ്ങൾക്ക് അല്ലാഹു ദാരിദ്ര്യം തരാൻ പോകുന്നുണ്ട്. ഒഴിവ് സമയങ്ങൾ ഉപയോഗപ്പെടുത്തേണമേ. നിങ്ങൾക്ക് ജോലി തിരക്ക് വരാൻ പോകുന്നുണ്ട്. യൗവനം ഉപയോഗപ്പെടുത്തേണമേ. നിങ്ങൾക്കിനി വാർദ്ധക്യം വരാനുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ചരിത്ര സംഭവങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. നമ്മൾ സദസ്സിലുള്ള ആളുകൾ, സ്റ്റേജിലുള്ളവരൊന്നും എഴുന്നേൽക്കരുത്. സദസ്സിലുള്ള ഇരിക്കുന്നവർ എഴുന്നേൽക്കുമ്പോൾ നിൽക്കണോല് ഇരിക്കണം എന്നാണ്. രണ്ടാലൊന്ന് അല്ലേ? ഇപ്പം നിങ്ങൾ ചെയർ മാറി കൊടുക്കണം എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല, നടക്കാൻ പോകണമെന്നില്ല. അതുകൊണ്ട് എന്തായാലും എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ സദസ്സിലുള്ളവരൊന്ന് എഴുന്നേറ്റ്, നിൽക്കണോലൊക്കെ ഒന്ന് കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞിട്ടെങ്കിൽ ഒന്ന് റിഫ്രഷായി ഒന്ന് സ്വലാത്ത് ചൊല്ലിയിരിക്കാൻ. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. ഒന്നുകൂടെ اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒന്ന് കൈയൊക്കെ ഒന്ന് പൊക്കി നോക്കി, പൊങ്ങനുണ്ടോ? ഷൗക്കത്തിന് കൈ പൊങ്ങണില്ലല്ലോ. അൽഹംദുലില്ലാ. ഒന്ന് കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞ് നല്ല ചോരോട്ടൊക്കെ ലെവലായിക്കണമെങ്കിൽ നിങ്ങൾ ഇരുന്നോളി. അൽഹംദുലില്ലാ. പിന്നെ നമുക്ക് ബോറടിക്കണ്ടെങ്കിൽ നിർത്താൻ നേരമായിട്ടുണ്ട്. നിർത്താനായോ? ശ്രദ്ധിക്കുക. തിരക്കുള്ളവര് പോയിക്കോളൂ കേട്ടോ. ഞാൻ അങ്ങനെ പറയാം, തിരക്കുള്ളവര് പോയിക്കോളൂ. എന്ത് ചെയ്യുക? നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കും. നിങ്ങളുടെ വിഷമങ്ങൾ എന്താണെന്ന് നിങ്ങൾ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? പോകുന്നവർക്ക് ആർക്കും ഒരു വിഷമമില്ല, ധൈര്യമായിട്ട് പോയിക്കോളി. അങ്ങനെയൊന്നും ഓരോ മൂല്യന്മാരും പറയില്ല, നിങ്ങൾ പോകില്ല എന്നാ പറയാം. പക്ഷേ പാതിരായില്ലേ, നമ്മൾ 12 മണിയല്ലേ തുടങ്ങിയപ്പം തന്നെ. അപ്പോൾ തിരക്കുണ്ടാവും, പലർക്കും പല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിലൊന്നും വിഷമല്ല. എന്ത് ചെയ്തോളൂ? ധൈര്യമായിട്ട് അന്തസ്സിൽ നീർന്നിട്ട് നടന്നു പോയിക്കോളി. കുമ്പിട്ടിട്ടൊന്നും പോകണ്ട, ഒരു കുഴപ്പമില്ല. അൽഹംദുലില്ലാ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമ്മളൊരു ക്വാളിറ്റി ക്രൗഡാണ്. ഒരു ദുആക്ക് ഉത്തരം കിട്ടും. കുറേ സയ്യിദന്മാർ, ബഹുമാനപ്പെട്ട ആലങ്കുൽ ഉസ്താദ് ഇവിടെ ഉണ്ട്, മറ്റു പണ്ഡിതന്മാരിവിടെ ഉണ്ട്, ഒരുപാട് സാദാത്യങ്ങളുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും ആമീൻ പറഞ്ഞ അള്ളാഹ് സ്വീകരിക്കുന്നു, എനിക്കുറപ്പാണ്. ലൈസ ഫിൽ ഖൗമി അഷ്ഖാ മിന്നി. നിങ്ങളൊക്കെ സൗഭാഗ്യം ചെയ്ത നല്ല മനുഷ്യന്മാരാണ്. ഉത്തരം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിനോട് ആ ഒരു ദുആക്ക് ഉത്തരം കിട്ടണേ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. മുത്തനബി തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിലേക്ക് കടക്കുമ്പോഴേ ചില ആളുകൾ പറയും, അള്ളാഹുവേ ഞങ്ങൾ സ്വർഗത്തിൽ കടന്നു. ഞങ്ങളുടെ മണ്ണാർക്കാട്ടാരെ കുറേ സുഹൃത്തുക്കൾ, ഞങ്ങളെ മണ്ഡലക്കാർ, കുറേ ആളുകളൊന്നും കാണില്ലല്ലോ പടച്ചോനെ, അവരൊന്നും ഇല്ലാതെ ഈ സ്വർഗലോകത്ത് ഞങ്ങൾക്ക് രസമില്ലല്ലോ. ലാ നൻഅമു വഹും ഫിന്നാർ. അവർ നരകത്ത് പോയി കിടക്കുമ്പോൾ റബ്ബേ ഞങ്ങൾക്ക് എന്ത് സുഖായി സ്വർഗത്തിൽ എന്നവരോട് പറയും. അള്ളാഹുവിൻ്റെ ഹബീബ് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു തആല പറയും, മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ കൂട്ടുകാരിൽ കുറേ തെറ്റ് ചെയ്ത ആളുകളുണ്ടല്ലോ, അവരൊക്കെ നരകത്തിൽ പോയി എടുത്തുകൊണ്ടുവരൂ. ഈ പോകുന്നവരുടെ തൊലി കരിയൂല എന്നാണ്, നരകം തൊടില്ല, പൊയ്ക്കോളൂ, എടുത്തു കൊണ്ടുവന്നോളൂ. എത്രത്തോളം പറയും? വമൻ ജലസ മഅകും സാഅതൻ ഫീ ഇൽം. ഇൽമിന്റെ മജ്ലിസിൽ 1 മണിക്കൂറെങ്കിലും ഇരുന്ന് പരിചയമുള്ളവരൊക്കെ ഉണ്ടോ, അവരൊക്കെ എടുത്ത് കൊണ്ടുപോരി എന്ന് പറയുന്നു. റഹ്മാനായ റബ്ബേ, ഇവിടെ മണിക്കൂർ കുറച്ചായാലും നമ്മൾ ഇരിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ എന്താ വിഷയം എന്നറിയോ? ചിലപ്പോൾ നിങ്ങളെ വലതും ഇടതും ഇരിക്കുന്ന ആൾക്കാരെ പേര് നിങ്ങൾക്കറിയോ? അപ്പുറപ്പുറം ഇരിക്കുന്ന ആൾക്കാരെ, നിങ്ങളെ വലതും തൊട്ട് മുമ്പിൽ വേക്കിലും ഇരിക്കണേ. പിന്നെ എങ്ങനെയാ ഇപ്പോൾ ഇതൊക്കെ ഷഫാത്ത് നടക്കുക? മണ്ണാർക്കാട് വെച്ച് പരിചയപ്പെട്ടിന് റബ്ബേ എന്ന് 1 മണിക്കൂർ എൽമിൻ്റെ മജ്ലിസിൽ ഇരുന്നവർക്ക് ഷഫാത്തുണ്ട്. അപ്പോൾ അത് ആരാന്ന് ഓർമ്മല്ല റബ്ബേ, അപ്പോൾ കിട്ടൂല. അപ്പോൾ എന്ത് ചെയ്യാന്നറിയോ? ഒരു 15 സെക്കൻഡ് പേരും നാടും ചോദിച്ചോളൂ. കടം ചോദിക്കാൻ പാടില്ലേ, പെട്ടെന്ന് പരിചയപ്പെട്ടോളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചോദിക്കുക, നാട് എവിടെ, പേരെന്താ. അറിയാത്തവരാണെങ്കിൽ അറിയണമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും കഥയൊന്നും പറയണ്ട. ഷൗക്കത്തിന് അടുത്തുള്ളവരറിയും. ഒന്ന് പരിചയപ്പെടാ, ഫോൺ നമ്പർ തരും. എന്താ ഏർപ്പാട്, കച്ചവടമാണോ? അതൊന്നും ഈ പരിപാടി പറ്റൂലേ. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കട്ടെ. പെണ്ണുങ്ങളുടെ കഥ തുടങ്ങിയിട്ടുണ്ടാവും. പെണ്ണുങ്ങളെ മതിയായിക്കളി, നിർത്തി. കഥയൊന്നും പറയാൻ പറ്റൂല. എന്ത്
പേര് ചോദിക്കുക, നാട് ചോദിക്കുക, മതി. എവിടുന്നാ വരുന്നത്, പെരിന്തൽമണ്ണ, പേരെന്താ? അബൂബക്കർ സിദ്ദീഖ്. മാഷാ അല്ലാഹ്, ഞാൻ ഇവിടുന്ന് വരുന്നു, എൻ്റെ നാട്. കഴിഞ്ഞു. പിന്നെയും പറയണ്ടല്ലോ ഇത് എന്ത് നാടാ, പറഞ്ഞു തീരാത്ത നാട്. അപ്പോൾ അൽഹംദുലില്ലാ പരിചയപ്പെടണം എപ്പോഴും, അത് നല്ലതാണ്. അടുത്തിരിക്കണമല്ലേ, സ്വന്തം അടുത്തുള്ള ആളെ പരിചയമില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ? അപ്പോൾ 2 മണിക്കൂറൊക്കെ ഇരുന്നാൽ വലിയ കൂലിയാണ്. നമ്മൾ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും സമയമെടുത്ത് നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഉസ്താദ് അവറുകൾക്കൊക്കെ തിരക്കുണ്ട്, ഇവിടെ ദുആ നടക്കാനുള്ളതുമാണ്. അപ്പോൾ അള്ളാഹു അങ്ങനെ ശഫാഅത്ത് കിട്ടുന്ന ഒരു സദസ്സാക്കി നമ്മുടെ സദസ്സിനെ അള്ളാഹു മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്. 5 സമയം വരും മുമ്പ് നിങ്ങൾ ജീവിതം ഉപയോഗപ്പെടുത്തണം. ഇതിപ്പോൾ നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ള ഹദീസാണ്, തീർച്ചയായും ഉറപ്പാണ്. ഉസ്താദ്മാരൊക്കെ ഒരുപാട് വാള് പറയുന്നതാണിത്. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ആ വിഷയത്തിൽ എന്നതാണ്. എനിക്ക് മരണമുണ്ട്, ഞാൻ അതിൻ്റെ മുമ്പൊന്ന് ഒരുങ്ങട്ടെ, അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? യുവാക്കളോട് 10 ഉപദേശമാണ് എനിക്ക് സമർപ്പിക്കാനുള്ളത്. 10 ഉപദേശമാണ്. 10 നമ്മുടെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവതരിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്ന്, അടിയന്തിരമായ പ്രശ്നങ്ങൾ ഞാൻ പറയുന്നില്ല. സമൂഹത്തിലെ യുവാക്കളുടെ സമകാലിക പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. നമ്മുടെ ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോവാണ്. ഒരു മുസ്ലിം ഓർഗനൈസേഷൻ ചെയ്ത ഒരു സർവേയിൽ മുസ്ലിമീങ്ങളുടെ മേജർ കൺസേൺസ് എന്തൊക്കെയാണ്, ഞങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ചെറുപ്പക്കാർ പറഞ്ഞത്, എൻ്റെ കല്യാണം നടന്നിട്ടില്ല, ഒന്ന് എനിക്ക് പറ്റിയൊരു ജോലി കിട്ടിയിട്ടില്ല, എനിക്ക് വീടായിട്ടില്ല, എനിക്ക് മക്കളായില്ല, എൻ്റെ കച്ചവടം അങ്ങനെ മെച്ചപ്പെട്ടിട്ടില്ല. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവനുമായി ബന്ധപ്പെട്ട സെൽഫിഷ്നെസ്, സ്വാർത്ഥതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ ആരെങ്കിലും ഒരാൾ, അള്ളാഹുവേ നിന്റെ ഖുദുസ് മസ്ജിദുൽ അഖ്സ ജൂതന്മാരുടെ കൈകളിലാണല്ലോ റബ്ബേ, എന്തെങ്കിലും എനിക്കവിടെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ഞാൻ എന്തെങ്കിലും മസ്ജിദുൽ അഖ്സാക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടോ അള്ളാഹുവേ? മസ്ജിദുൽ അഖ്സായിൽ നമ്മൾ ചെന്നാൽ മനസ്സിലാവും, ഫലസ്തീനികളായ ആളുകളിൽ 60 വയസ്സിൽ താഴെയുള്ള ആണുങ്ങളെ ആ കോമ്പൗണ്ടിലേക്ക് ഇസ്രായേൽ പട്ടാളക്കാർ കടത്തിവിടൂല. 60 വയസ്സുണ്ടെന്ന് ഐഡന്റിറ്റി കാർഡ് കാണിച്ചാൽ അപ്പോൾ കുറച്ച് വയസ്സന്മാരെ അവിടെ ഉണ്ടാവും. ഒരു യുദ്ധം നടന്ന വെടിവെപ്പുണ്ടായാൽ ഒരു ചെറുപ്പക്കാരൻ അവിടെ ഉണ്ടാവില്ല. ചെറുപ്പക്കാരനെ കണ്ടാൽ മനസ്സിലാക്കാം ഇദ്ദേഹം അറബിയല്ല. കാരണം അറബികൾക്ക് 40 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരെയും കടത്തിവിടൂല, പുറം രാജ്യക്കാരെ. ഒന്നുകിൽ ഇന്ത്യക്കാർ. നമ്മളൊക്കെ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ വില ഇസ്രായേലിലൂടെ പലസ്തീനിലൂടെ പോകുമ്പോഴാണ് മനസ്സിലാവും. നമ്മൾ വിചാരിക്കും എന്ത് ഇന്ത്യ, നല്ല വിലയാണ്, നമുക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. മലേഷ്യക്കാർക്ക് പോകാൻ പറ്റില്ല, ഇന്തോനേഷ്യക്ക് പോകാൻ പറ്റില്ല, അറബ് രാജ്യക്കാർക്ക് പോകാൻ പറ്റില്ല. ഇന്ത്യക്കാർക്ക് ഇഷ്ടം പോലെ കടന്നു പോകാൻ പറ്റുന്നുണ്ട്. അവിടെ ആരുമില്ല, വയസ്സന്മാർ മാത്രമേ ഇരിക്കണത്. പള്ളിയിലോ ചെയറിട്ട് ഇങ്ങനെ ഇരിക്കുക, ദിക്റും ചൊല്ലിയിട്ട് ഒന്നും ചെയ്യാൻ കഴിയും. 60 വയസ്സ് കഴിഞ്ഞവരവിടെ ഇരിക്കണത്, എഴുത്തുകാഫം വെച്ച് ഇരിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരനെയും ആ കോമ്പൗണ്ടിലേക്ക് കടത്തിവിടൂല. മുസ്ലിം ഉമ്മത്തിൻ്റെ വിഷയത്തിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ നിന്റെ മസ്ജിദിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഈ മണ്ണാർക്കാട് വെച്ച് എനിക്ക് ദ്വാരക്കാലോ, ഞാനൊന്ന് ദ്വാരന്നിട്ടുണ്ടോ റബ്ബേ? എൻ്റെ മുസ്ലിം ഉമ്മത്തിൻ്റെ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ സഹോദരിമാർ വിഷമങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പല പ്രദേശങ്ങളിൽ. അതിൻ്റെ വിഷയമാണോ, എൻ്റെ കൺസേൺ ആണോ? മുസ്ലിം ഉമ്മത്തിൻ്റെ അപജയങ്ങളിൽ എന്തെങ്കിലും എനിക്ക് ഒരു കോൺട്രിബ്യൂഷൻ ചെയ്തവരെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമോ? ഇൽമില്ലാത്തൊരു പ്രദേശത്ത് ഇൽമു നൽകാൻ കഴിയുമോ? അക്ഷരാഭ്യാസമില്ലാത്ത ആളുകൾക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു മഹനീയമായ ലക്ഷ്യം നമ്മുടെ മുമ്പിൽ നമ്മൾ കാണണമെന്നാണ്. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 10 സാരോപദേശങ്ങൾ ഈ ഉമ്മത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുകയാണ്. ചെറുപ്പക്കാർ ഇത് മുറുകെ പിടിച്ചാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന് സഹായമുണ്ട്. ഇഹ്ഫളില്ലാഹ് യഹ്ഫളുക്. അള്ളാഹുവിനെ സൂക്ഷിച്ചോളൂ, അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കും. ഒന്ന്, തിന്മയിൽ നിന്നും അടിയന്തിരമായി നമ്മൾ പിന്മാറിയേ പറ്റൂ. അഖ്ലി അനിൽ മഅസിയ. പാപങ്ങളെന്ന് ശർഅ് പറഞ്ഞ് എന്തൊക്കെയുണ്ടോ അടിയന്തിരമായും പിന്നോട്ട് നിന്നേ പറ്റൂ. നബി തങ്ങൾ പറയുമായിരുന്നു, മാ നഹൈതുകും അൻഹു ഫജ്തനിബൂഹു വമാ അമർതുകും ബിഹി ഫഅതു മിൻഹു മസ്തതഅതും. നിങ്ങളോട് ഞാൻ ചെയ്യാൻ പറഞ്ഞ വിഷയങ്ങൾ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ചെയ്യണം. എങ്ങനെ? കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ വമാ നഹൈതുകും അൻഹു, നിങ്ങളോട് അരുത് എന്ന് പറഞ്ഞത് ഫജ്തനിബൂഹു, ഉപേക്ഷിച്ചേ പറ്റൂ. കഴിവിൻ്റെ പരമാവധി എന്നല്ല, ഉപേക്ഷിച്ചേ പറ്റൂ. ഇതിന് നമ്മളെ കൊണ്ട് കഴിയോ ഇല്ലയോ എന്നതാണ് വിഷയം. അതിനെന്താ നമുക്ക് തടസ്സം എന്നാണ് അറിയാത്തത്. എന്തുകൊണ്ട് നമുക്കതിന് കഴിയുന്നില്ല?
മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോഴാണ് നിലാവെളിച്ചത്തിൽ ഒരു ചെറുപ്പക്കാരനൊരു പെണ്ണിനെ ഒരു പെൺകുട്ടിയെ ചെറുപ്പക്കാരിയെ വശീകരിക്കാൻ പിന്നാലെ നടന്നു വന്നത്. ആ പെണ്ണ് ചോദിച്ചു, നിനക്ക് എന്ത് വേണടോ ചോദിച്ചു. അവൻ പറഞ്ഞു, ഉരീദുകി, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. അമാ തസ്തഹി, നിനക്ക് നാണല്ലടോ പെണ്ണ് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, ലാ യറാന ലാ തറാന ഇല്ലൽ ഖവാകിബ്, ഈ നക്ഷത്രങ്ങളല്ലാതെ ആരും നമ്മളെ കാണില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ പെണ്ണ് ചോദിച്ചു, ഫഅൈന മുകൗകിബുഹാ, നക്ഷത്രത്തെ പടച്ചവനെ നീ ഓർക്കുന്നില്ലേ? ആ ഒരു വാക്ക് കേട്ടിട്ട് ആ ചെറുപ്പക്കാരൻ തലതാഴ്ത്തി പോന്നത്. ഇത് നമ്മുടെ പെൺകുട്ടികൾക്ക് പറയാൻ കഴിയണം, നമ്മുടെ ആൺകുട്ടികൾക്കും പറയാൻ കഴിയണം. മഹാനായ റബീഅ ഇബ്നു ഖസിയം റളിയല്ലാഹു അൻഹു 30 വയസ്സ് പ്രായമുള്ള സുമുഖനാണ്. ഹറമിൽ ഒരുപാട് ദർസ് നടത്തിയ പണ്ഡിതനാണ് റബീഅ റളിയല്ലാഹു അൻഹു. അന്നത്തെ ഒരു അഭിസാരികക്ക് 1000 ദീനാർ കൊടുത്തിട്ടാണ് അവർ പറഞ്ഞത്, പെണ്ണെ ഈ 1000 ദീനാർ നീ കയ്യിൽ വെച്ചോ, റബീഇനെ ഒന്ന് ചുംബിക്കണം, ഖുബുല മിൻ റബീഅ, റബീഅനെ വരെ ഒന്ന് ചുംബിച്ചാൽ മതി 1000 നിനക്കാണ്. പെണ്ണ് പറഞ്ഞു, ചുംബനമോ വ്യഭിചാരം തന്നെയാവാം, എന്നാ പൊയ്ക്കോ എന്നും പറഞ്ഞു. ചെറുപ്പക്കാരുണ്ടാവില്ല അങ്ങനെ ഓരോ നാട്ടിലും. ആ നല്ല മനുഷ്യനെ പഴപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. റബീഅ റളിയല്ലാഹു അൻഹു ഒരൊറ്റ ചോദ്യം ചോദിച്ചത്, അല്ല പെണ്ണേ, നാളെ ഞാനും നീയൊക്കെ മരിക്കണ നേരത്ത് ഈ ചെയ്യുന്ന തിന്മയോർത്ത് നീ സന്തോഷിക്കോ അല്ല സങ്കടപ്പെടോ? ഓ പറയല്ലേ, നരകത്തിലേക്ക് നിന്നെ ഖബറിലേക്ക് പൊതിഞ്ഞ് ഖിബിലയിലേക്ക് ചെരിച്ച് കടത്തി ആളുകൾ മൂടി വെച്ച് പോരുമ്പോൾ അവിടെ മലക്കുകൾ നിന്നെ ചോദ്യം ചെയ്യുമ്പോൾ ഈ വ്യഭിചരിച്ച് നിനക്ക് ഇഷ്ടമാകുമോ? അന്നേരം നീ എന്ത് ചിന്തിക്കും അതിനെപ്പറ്റി? എനിക്ക് ആലോചിക്കാൻ വയ്യ. യൗമ യുസ്ഹബൂന അലാ വുജൂഹിഹിം ഇലന്നാർ, നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ട് കൊണ്ടുപോകുമ്പോ പെണ്ണെ നീ എന്ത് പറയും ഇതിനെക്കുറിച്ച്? നീ ഇഷ്ടപ്പെടുമോ ഇത്? വേണ്ട വേണ്ട വേണ്ട, ഞാനില്ല എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരന്റെ മറുപടി കേട്ട് നന്നായി എന്ന് മാത്രമല്ല, താബത്ത് ഇലല്ലാഹ് വകാനത് തുസമ്മ ആബിദത്തുൽ കൂഫ, കൂഫ കണ്ട പ്രഗൽഭയായ പണ്ഡിത എന്നറിയപ്പെടുന്ന, കൂഫ കണ്ട ഏറ്റവും വലിയ ഇബാദത്ത് ചെയ്യുന്ന പെണ്ണ് റബീഅ എന്നവരെ പഴപ്പിക്കാമെന്ന ഈ പെണ്ണായിരുന്നു. അവർ പിന്നെ അറിയപ്പെട്ടത് ആബിദത്തുൽ കൂഫ എന്നാണ്. അങ്ങനെ മറുപടി പറയാൻ നമ്മുടെ ചെറുപ്പക്കാർക്കും കഴിയണം. ഒരു ലവ് മെസ്സേജ് വരുമ്പോഴേക്കും റബ്ബേ എനിക്കിനി ഓളെന്നെ മതി, അങ്ങനെയല്ല. ഇത് നിനക്ക് ഹലാലോ ഹറാമോ, ഈ ബന്ധം അള്ളാഹു അനുവദിച്ചതല്ലല്ലോ. പെണ്ണെ, ഞാൻ നിന്റെ ഭർത്താവല്ല, നിന്റെ ആങ്ങളയല്ല, നിന്റെ ആരുമല്ല. അള്ളാഹു നിനക്ക് അനുവദിക്കുന്ന ഒരു വിവാഹബന്ധം വരെ നീ അള്ളാഹുവിനെ ഓർത്ത് ക്ഷമിക്കണം, അള്ളാഹുവിനെ ഓർത്ത് നീ നിന്റെ ശരീരം സൂക്ഷിക്കണം. ഇതൊരു പെണ്ണിനെ ഓർമ്മപ്പെടുത്താൻ ഒരാണിന് കഴിഞ്ഞാൽ, ഒരാണിനെ ഓർമ്മപ്പെടുത്താൻ ഒരു പെണ്ണിന് കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ പ്രശ്നങ്ങളില്ല. പഴയ കാലത്ത് സ്കൂളിലെ പ്രേമൊക്കെ ഇപ്പോൾ പലർക്കും ഓർമ്മ വരുന്നുണ്ട്. പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടക്കം പറയുന്നുണ്ട്. തൗബ ചെയ്ത് മടങ്ങുക, അള്ളാഹുവിനോട് അഫല്ലാഹു അമ്മ സലഫ്, കഴിഞ്ഞു പോയതൊക്കെ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക. കുരുത്തക്കേടൊക്കെ ചിലപ്പോൾ പഠിക്കണ കാലത്തൊക്കെ ചെയ്തിട്ടുണ്ടാവാം. അള്ളാഹു താല പുറത്തു തരട്ടെ. എല്ലാവർക്കും അള്ളാഹു പുറത്തു തരട്ടെ. നമ്മളെല്ലാവർക്കും അള്ളാഹു പുറത്തു തരട്ടെ. തൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലക്കും തുഫ്ലിഹൂന. എല്ലാവരും തൗബ ചെയ്യ. അഖ്ലി അനിൽ മഅസിയ. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുത്തബിഉസ് സുന്ന വസാഹിബുൽ മുസ്നദ്, മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഇമാമുൽ ഫുഖഹാ, മഹാനവറുകൾ ദർസ് നടത്തുമ്പോഴാ ഒരാൾ വന്ന് പറഞ്ഞത്, ഇമാം അവറുകളെ എനിക്ക് നല്ലൊരു പാട്ടറിയും, ഞാൻ പാടിക്കോട്ടെ എന്ന് പറഞ്ഞു. നല്ല പാട്ട് പാടാം, മ്യൂസിക് ഇല്ലാതെ, പെണ്ണുങ്ങളെ സ്റ്റേജിൽ കൊണ്ടുവരാതെ. ഇനി നമുക്കുണ്ടാവും പെരുന്നാളാകുമ്പോൾ ഒരു ഗാനമേള അല്ലേ, നല്ല വേളൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു ഗാനമേള. അങ്ങനെ റമദാൻ്റെ എല്ലാ പുണ്യം നശിപ്പിക്കുകയും ചെയ്യും. നല്ല പാട്ട്, നല്ല ചെറുപ്പക്കാർ, മാസ്റ്റേഴ്സ് ഉണ്ടാവില്ലേ, കുട്ടികളും മുതിർന്നവരൊക്കെ, മ്യൂസിക് ഇല്ലാതെ നല്ല വോക്കൽ മ്യൂസിക് തന്നെ പോലെ നല്ല ഈ മൈക്കൊക്കെ ഉണ്ടെങ്കിൽ എന്തിനാ മ്യൂസിക്? മാഷാ അല്ലാ, മാഷാ അല്ലാ, നല്ല മൈക്കാണ്, അൽഹംദുലില്ലാ. മൈക്ക് കേടെന്ന പുസ്തകന്മാർ ചീത്തറിയും, മൈക്ക് നന്നായി എന്നും പറയണ്ടേ, അൽഹംദുലില്ലാ. അപ്പോൾ റാഹത്താണ്. നല്ലൊരു ഇസ്ലാമികമായൊരു പാട്ട് നിങ്ങൾ വെച്ചു, കുഴപ്പമൊന്നുമില്ല, പെരുന്നാളാണ്, ഒരു വിരോധമല്ല. നിങ്ങൾ മ്യൂസിക് വെക്കരുത്, പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് സ്റ്റേജിൽ കയറ്റരുത്, ഹറാമുകൾ ചെയ്യരുത്, ഒരു കുഴപ്പമില്ലല്ലോ. അങ്ങനെ എല്ലാവരും മ്യൂസിക്കൊക്കെ വെക്കും, നമുക്കതില്ലാതെ നടത്തിക്കൂടെ? അങ്ങനെ ഒന്ന് ആലോചിക്കാം. ഒരു വ്യതിരക്തത എപ്പോഴും നല്ലതല്ലോ, വെറൈറ്റി എന്നല്ലേ പറയുക ചെറുപ്പക്കാർ. ഒരു വെറൈറ്റി ആയിക്കോട്ടെ,
അതും വിജയിക്കും. തുടങ്ങി നോക്കി. തിന്മയുടെ പതാക ഉയർത്തിയപ്പോൾ ഒരുപാട് ആളുകൾ അതിൻ്റെ താഴെ ഒരുമിച്ചുകൂടി. നന്മയുടെ പതാക ആരും പിടിച്ചിട്ടില്ല. അത് പിടിച്ചാൽ അതിൻ്റെ താഴെയും ഒരുമിച്ചു ചേരാൻ ആളുകളുണ്ടെന്നാണ്. അപ്പോൾ നന്മയിലേക്കൊരു മാറ്റമാവട്ടെ. ശുദ്ധമായി റമദാൻ അതിന് തുടക്കമായി തരട്ടെ. അള്ളാഹു നമുക്ക് നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. ആമീൻ. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞു, അഹ്മദ് ബിൻ ഹംബൽ എന്നവരെ, ഞാനൊരു പാട്ട് പാടിത്തരട്ടെ. ആ പാടിക്കോ എന്ന് പറഞ്ഞു. ഈ പാട്ട് കേട്ട് മഹാനവറുകൾ കരഞ്ഞ് വീടിന്റെ ഉള്ളിലേക്ക് ഓടിച്ചെന്ന് കഥകടച്ചു പൊട്ടിക്കരഞ്ഞു. പാട് എന്ന് പറഞ്ഞു. ഇദാ മാ ഖലൗത الدهر إذا ما خلوت الدهر يوما فلا تقل خلوت ولكن قل علي رقيب فلا تحسبن الله يغفل ساعة ولا أن ما تخفيه عنه يغيب. മതി 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 മതി, ഓടാണ് ഓടാണ്, മതി മതി. إذا ما خلوت الدهر يوما فلا تقل خلوت. ഒരു റൂമിൽ ഒറ്റക്ക്, ഒരു നാടിൽ ഒറ്റക്ക്, ഒരു വിദേശത്ത് നീ ഒറ്റക്ക് പോയതാണ്. ഒരിക്കലും ചിന്തിക്കല്ലേ ഞാൻ ഒറ്റക്കാണെന്ന് പറയല്ലേ. വലാകിൻ ഖുൽ അലയ്യ റഖീബു. എന്നെ വീക്ഷിക്കുന്ന അല്ലാഹു എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഒറ്റക്കല്ല. ഒറ്റക്ക് എന്ന് പറയല്ലേ. ആരും അറിയാതിരിക്കുമല്ലോ തെറ്റ് ചെയ്യാൻ തോന്നുക. ഞാൻ ഒറ്റക്കല്ലല്ലോ. വലാ തഹ്സബന്ന അല്ലാഹ യഗ്ഫുലു സഅതൻ വലാ അന്നമാ തുഖ്ഫീഹി അൻഹു യഗീബു. എന്നെ അല്ലാഹു കാണുന്നില്ലെന്നോ ഞാൻ ചെയ്യുന്നത് അല്ലാഹു അറിയുന്നില്ലെന്നോ നീ വിചാരിക്കല്ലേ. നീ ഒളിപ്പിച്ചു വെക്കുന്നതെല്ലാം ഇരുട്ടിനെ പടച്ചവന് കാണാൻ കഴിവുള്ളവനാണ്. വാതിലടച്ച് കരഞ്ഞ് 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 ശിഷ്യഗണങ്ങളൊക്കെ ചോദിച്ചു, എന്താണ് ഉസ്താദ് വരാത്തത്? ദർസ് നടത്താൻ വരുമെന്ന് പ്രതീക്ഷിച്ചു, വരുന്നില്ല. ചെന്നു നോക്കുമ്പോൾ വാതിൽ കതകടച്ച് ഈ പാട്ടുപാടി കരയുകയാണ്. അല്ലാഹുവേ, ഈ റൂമിൽ ഞാൻ ഒറ്റക്ക് വാതിലടക്കുമ്പോൾ ഞാൻ ഒറ്റക്കല്ലല്ലോ, നീ എൻ്റെ കൂടെയുണ്ട് എന്ന് പൊട്ടിക്കരഞ്ഞ ഇമാമുന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. തിന്മകൾ ചെയ്യാൻ സാഹചര്യം അല്ലാഹു ഒരുപാട് ഒരുക്കി തന്നു. നമ്മുടെ മൊബൈൽ ഫോണുകൾ മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസുകൾ എല്ലാം നന്മക്ക് വേണമെങ്കിൽ നന്മ, അങ്ങനെ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ നന്മയ്ക്ക് വേണ്ടി നന്മ പഠിക്കാൻ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇനിയും ഒരു ചെറിയൊരു വിഭാഗം, ന്യൂനപക്ഷം തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരാണ്. ഒരു മാറ്റം വേണം. അഖ്ലി അനിൽ മഅസിയ. രണ്ടാമത്തേത്, യഅരിഫ് ദീനക്. നിന്റെ ദീനിനെ കുറിച്ച് നീ പഠിക്കണം, അറിയണം. ഇസ്ലാമിനെ കുറിച്ച് അറിയണം, പഠിക്കണം, വായിക്കണം, ഒരുപാട് പഠിക്കണം. നിന്റെ ദീൻ 1400 കൊല്ലം പഴക്കമുള്ള ഒരു ലെഗസി, ഒരു പാരമ്പര്യമുണ്ട് ഇതിന്. ആ ദീൻ നല്ല നല്ല പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ വചനങ്ങളിലൂടെ, എഴുത്തിലൂടെ, കേട്ടിട്ടും വായിച്ചും ദീൻ പഠിക്കണം. ദീൻ അറിയൽ അനിവാര്യമാണ്, അനിവാര്യമാണ്. ദീൻ അറിയണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. പുസ്തകങ്ങൾ വായിക്കലൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ടല്ലേ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് നമ്മൾ ഓതുമ്പോഴും ഈ ഒരു മാസത്തിനിടയ്ക്ക് ഒരു റമദാൻ്റെ മുമ്പ് ഒരു നല്ല ഒരു പുസ്തകം വായിച്ചവർ, മാഗസിനും പത്രങ്ങളൊക്കെ ഉണ്ടാകും, ഒരു പുസ്തകം, നല്ലൊരു പുസ്തകം, നല്ല മെസ്സേജുള്ള ഒരു നോവൽ, ഫിക്ഷൻ എനിക്ക് വേണ്ട, ഫിക്ഷനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, നോൺ ഫിക്ഷൻ, ഏതെങ്കിലും നല്ല മെസ്സേജുള്ള ഒരു പുസ്തകം കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് കൈവക്കണം. ഒരു സമ്മാനമുണ്ട്. ഉണ്ടോ? കൈ വെറുതെ പൊക്കിയതാ? ഒന്ന് കൈപൊക്കി നിർത്തുന്നു ധൈര്യത്തിലേക്ക്. ഇത് നല്ല അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. ഇതൊക്കെ എന്തായാലും സമ്മാനം കൊടുത്തേ പറ്റൂ. കാരണം വായനയില്ലാത്ത ഈ കാലത്താണ് അങ്ങനെ ഒരു വായനയ്ക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നത്. മാഷാ അല്ലാഹ്. ആ സമ്മാനങ്ങൾ അടുത്ത് വന്നാൽ അവിടെ നിന്ന് വാങ്ങിച്ചു പോവാം. ജസാക്കല്ലാഹ് ഖൈർ. അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ കൊണ്ടുപോയി കൊടുക്കുക. അൽഹംദുലില്ലാഹ്, നല്ല വായനശീലം നമുക്കില്ലാതെ പോയതാണ്. നമ്മൾ വെറും വാട്സപ്പും ഫേസ്ബുക്കിലേക്ക് ഇരിക്കുകയാണ്. എപ്പോഴാണ് പിന്നെ വായിക്കുക? ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടു കഴിഞ്ഞു. അതിൻ്റെ ഹെഡിങ് വായിച്ചു തീർന്നാൽ തന്നെ ആയുസ് കഴിയുന്ന. പിന്നെങ്ങനെ? അത്രയും സമയം നമുക്ക് ആവശ്യമാണ്, അനിവാര്യമാണ്. അതുകൊണ്ട് വായനാശീലം നമ്മുടെ ചിട്ടയായ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. മൂന്നാമത്തേത്,
മൂന്നാമത്തേത് ഇർതബിത് ബിൽ മസ്ജിദ്, അള്ളാഹുവിന്റെ പള്ളികളുമായി ബന്ധം വേണം. പള്ളികളുമായി ബന്ധം വേണം. അള്ളാഹു ഇൽമിൽ ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ പള്ളികളുമായുള്ള ബന്ധം. മസ്ജിദ് തോ ബനാ ദി ശബ്ബർ മേ ഈമാൻ കി ഹറാരത് വാലോൻ ने मन अपना पुराना पापी है बरसों में नमाजी बन न सका. പള്ളികൾ എത്രയാണ് നമ്മുടെ മുമ്പിൽ? എത്ര പള്ളികളാണ്, എത്ര പള്ളികളാണ്! ഒരുപാട് ഉള്ളോട് തന്നെ പിന്നെയും പള്ളി, പറ്റിച്ച അറബിനെ തന്നെ വീണ്ടും പോയി പറ്റിച്ചിട്ട് പള്ളി, ഇങ്ങനെ ഇഷ്ടം പോലെ പള്ളികളാണ്. മസ്ജിദ് തോ ബനാ ദി ശബ്ബർ മേ ഈമാൻ കി ഹറാരത് വാലോൻ ने. പള്ളികൾ ഉയർന്നു പൊങ്ങുമ്പോഴും, പള്ളികൾ ഒരുപാട് മിനാരങ്ങൾ ഉയർന്നു പൊങ്ങുമ്പോഴും ആ പള്ളികളിൽ ഈമാനിന്റെ പ്രഭ പരത്താൻ നമ്മളെ കൊണ്ടായിട്ടുണ്ടോ? ഈമാനിന്റെ പ്രഭ പരത്താനായിട്ടുണ്ടോ? ഒരു ജുമുഅ നഷ്ടപ്പെടുത്താനും പള്ളി പൂട്ടിക്കാനും ഒക്കെ നമുക്ക് ആവുന്നുണ്ട്. അവിടെ ഇബാദത്ത് കൊണ്ട് സജീവമാക്കാൻ നമ്മളെ കൊണ്ടാവുന്നുണ്ടോ? ഇവിടെയാണ് വിഷയം. 5 നേരം അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് ചെറുപ്പക്കാർ കയറിയിറങ്ങണം. 5 നേരം അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്യുന്ന ഉടമ്പടിയാണ്, അഹദാണ്, മീസാഖാണ്. ഇന്ന സ്വലാത്തി വനുസുകി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ എൻ്റെ ജീവിതം, അല്ലാഹുവേ എൻ്റെ മരണം, അല്ലാഹുവേ എൻ്റെ അനക്കം, അല്ലാഹുവേ എൻ്റെ അടക്കം നിനക്കാണ് തമ്പുരാനെ എന്ന് 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് സുജൂദ് ചെയ്തു പോയാൽ യുവാക്കളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. ഞാൻ റൂമിൽ നിസ്കരിച്ചോളാം, അതല്ല, പള്ളി ഉണ്ടോ, നീ പള്ളിയിൽ പോയി നിസ്കരിക്കണം. ജാറുൽ മസ്ജിദിന്, പള്ളിയുടെ അയൽവാസിക്ക് പള്ളിയിലല്ലാതെ നിസ്കാരമില്ലത്രേ. ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദ്. അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ വിശേഷിച്ചും അള്ളാഹുവിന്റെ പള്ളികളുമായി 5 നേരത്തെ ബന്ധം പുലർത്തണം. അവിടെ കയറി ഇറങ്ങുമ്പോൾ മാലാഖമാർ സുജൂദ് ചെയ്യുന്ന മണ്ണല്ലേ പള്ളിയുടെ മണ്ണ്. മലക്കുകളുടെ സാന്നിധ്യം അവിടെയുണ്ട്. നല്ല പോസിറ്റീവ് എനർജി ലഭിക്കും. നന്മയുടെ ആളുകളാണ് അവിടെ ഒരുമിച്ച് കൂടുന്നത്. ആ ഒരു ബന്ധം ജീവിതത്തിന്റെ ഭാഗമാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 4-ാമത്തേത് കുൻ മുതഫവ്വിഖൻ. മുസ്ലിമീങ്ങളായ ആളുകൾ എല്ലാറ്റിലും നമ്പർ 1 ആവണം. അതാണ് നമ്മൾ ഇതുപോലെ സദസ്സൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മദ്രസ പൊതുപരീക്ഷയിൽ 5-ലോ 7-ലോ 10-ലോ 12-ലോ നല്ല മാർക്ക് നേടിയ കുട്ടികൾക്ക് ഇവിടെ അവാർഡ് കൊടുക്കണം. അവരെ റെക്കഗ്നൈസ് ചെയ്യണം. SSLCക്ക്, +2-ന്, ഡിഗ്രിക്ക് നല്ല മാർക്ക് നേടിയ കുട്ടികളെ ഇവിടെ വന്ന് ആദരിക്കപ്പെടണം. ഒരു പോസ്റ്റിലേക്ക് ഗോളടിച്ചാൽ എത്രയാ കൂലി എന്നറിയോ? മില്യൺ കണക്കിനാണ് കൊടുക്കുന്നത്. മില്യൺ കണക്കിന് പന്തടിക്കണേന്. നമ്മുടെ കുട്ടികളൊക്കെ എത്രയാ പഠിക്കുന്നത്. മാഷാ അല്ലാഹ്. സയൻസും ബയോളജിയും കെമിസ്ട്രിയൊക്കെ, സൈൻ തീറ്റും കോസ് തീറ്റും കൊസീക് തീറ്റൊക്കെ എന്തൊക്കെയാ നമ്മൾ പഠിച്ചു പോയതിൽ. എന്തിനാ റബ്ബേ ഞാൻ ഇതൊക്കെ പഠിക്കണത് എന്ന് പഠിക്കണ കാലത്തും അറിയില്ല, കഴിഞ്ഞാലും നമുക്കറിയാം. പക്ഷേ നമ്മൾ പഠിക്കുന്നുണ്ട്, പരീക്ഷ എഴുതുന്നുണ്ട്. മാഷാ അല്ലാഹ്. കുട്ടികൾക്ക് A+ കിട്ടുന്നുണ്ട്. ആയിക്കോട്ടെ, ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുക, അവരൊന്ന് അംഗീകരിക്കുക, ഒരു പ്രോത്സാഹനം കൊടുക്കുക. മുസ്ലിമീങ്ങൾ അങ്ങനെയാണെന്നാണ്. 17 വയസ്സുള്ളപ്പോഴാണ് ഇമാമുന മുഹമ്മദ് ബിൻ ഇസ്മാഈലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാമുന ബുഖാരി തങ്ങൾക്ക് 17 വയസ്സുള്ളപ്പോഴാണ് മഹാനവറുകളുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഇസ്ഹാഖ് ബിൻ റാഹവൈഹി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ ഹദീസ് പഠിക്കാനിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ഉസ്താദ് ഇസ്ഹാഖ് ബിൻ റാഹവൈഹി തങ്ങൾ പറഞ്ഞു, മുതഅല്ലിമീങ്ങളെ, എനിക്കൊരു ആഗ്രഹമുണ്ട്. ഹദീസുകൾ ഒരുപാടുണ്ട്, ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷേ ദഈഫും സ്വഹീഹും മുഅ്നദും മഖ്തൂഉം മുർസലും എല്ലാം മിക്സ് ആയിട്ടുള്ള സ്വഹീഹ് മാത്രമുള്ള ഒരു ഹദീസ് ആർക്കെങ്കിലും സ്വരൂപിക്കാൻ കഴിയുകയാണെങ്കിൽ അത് ഉമ്മത്തിന് വലിയ ഉപകാരമായിരുന്നു എന്ന് മഹാനായ ഇമാമുന ബുഖാരി തങ്ങളുടെ ഉസ്താദ് ഇസ്ഹാഖ് ബിൻ റാഹവൈഹി തങ്ങൾ സ്വന്തം ശിഷ്യന്മാരോട് പറയുമ്പോൾ, ബുഖാരി ഇമാമിന്റെ വയസ്സ് 17 വയസ്സ്. ബുഖാരി ഇമാം അറബിയാണോ? അല്ല. ബുഖാരി ഇമാമിന്റെ മാതൃഭാഷ അറബിയല്ല, റഷ്യനാണ്. നമ്മൾ മനസ്സിലാക്കണം. ബുഖാരി ഇമാം ഉസ്ബെക്കിസ്ഥാൻകാരനാണ്. ബുഖാറയിൽ നിന്നാണ് വരുന്നത്, അറബിയല്ല. ഇമാം മുസ്ലിം തങ്ങൾ അറബിയാണോ? അല്ല. ഗസാലി ഇമാം അറബിയാണോ? അഫ്ഗാനിയാണ് ഗസാലി ഇമാം റഹ്മത്ത്. ഇമാം തുർമുദി തങ്ങൾ അറബിയാണോ? അല്ല. ഇമാമുന നസായി തങ്ങൾ അറബിയാണോ? അല്ല. സുഹാഹു സിത്തയിൽ അഹ്മദ് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാരിൽ അറബികളായ ആ ഒരു പാരമ്പര്യമുള്ള ആളുകൾ നന്നേ ചുരുക്കമാണെന്നാണ്. അതിൽ എനിക്ക് തോന്നുന്നു അഹ്മദ് ബിൻ ഹംബൽ തങ്ങളായിരിക്കും സാഹിബുൽ മുസ്നദ്.
ഇറാഖിൽ ജീവിച്ചു പോയത്. നസായി തങ്ങൾ, അതുപോലെ തന്നെ തുർമുദി ഇമാം അഫ്ഗാനിയാൻ, മുസ്ലിം തങ്ങൾ നൈസാബൂരിയാൻ, ഇമാം ബുഖാരി തങ്ങൾ ബുഖാരിയാൻ. ഇവരൊക്കെ അറബ് രാജ്യങ്ങൾക്ക് പുറത്താണ്. അറബി പഠിച്ചില്ലേ? സ്വന്തം ഗുരുനാഥൻ ഇത് പറഞ്ഞപ്പോഴാണ് ഹദീസുകളിൽ A+ ഹദീസുകളാണ് ബുഖാരിയിലുള്ളത്, സ്വഹീഹ് മുസ്ലിമിൽ A ഹദീസുകളാണെന്ന് പറയും. കുട്ടികൾക്ക് മനസ്സിലാവാൻ അവരുടെ ഭാഷയിൽ പറയും, അങ്ങനെ പറയാ. അസഹും സ്വഹീഹുമുള്ള വ്യത്യാസം. A+ ആണ്, മറ്റേത് A ആണ്. ഹദീസ് രേഖപ്പെടുത്തുമ്പോ ബുഖാരി ഇമാമിന്റെ മനപ്പാഠമുള്ള 1,00,000 ഹദീസുകളിൽ 7,000 ഹദീസുകളാണ് ഇമാം അവറുകൾ സ്വഹീഹിൽ രേഖപ്പെടുത്തിയത്. 7,000 ഹദീസ്. ഓരോ ഹദീസ് രേഖപ്പെടുത്താൻ വേണ്ടി ഇമാം അവറുകൾ നമുക്ക് വേണ്ടി ഒരു കാര്യം, ഒരു ഖിദ്മത്ത് ദീനിന് ചെയ്തു വെക്കുമ്പോ ഇമാമുന ബുഖാരി തങ്ങൾ കിതാബ് എഴുതാൻ വേണ്ടി, ഹദീസ് രേഖപ്പെടുത്താൻ വേണ്ടി നിസ്കരിച്ച നിസ്കാരങ്ങളുടെ സുന്നത്ത് നിസ്കാരത്തിന്റെ എണ്ണം എത്രയാണെന്നറിയുമോ? എത്രയാണ്? 1400 അല്ല, 14,000 റക്അത്ത്. 14,000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരി മഹാനവറുകൾ ക്രോഡീകരിച്ച് തീരുമ്പോഴേക്കും ഓരോ ഹദീസ് രേഖപ്പെടുത്തുമ്പോഴും ഇഗ്തസല മഹാനവറുകൾ കുളിക്കുമായിരുന്നു. വസ്വല്ലാ ലില്ലാഹി റക്അത്തൈൻ, 2 റക്അത്ത് നിസ്കരിക്കും. എന്നിട്ടാണ് ഒരു ഹദീസ് അവിടെ രേഖപ്പെടുത്തുന്നത്. അടുത്ത ഹദീസിന് 2 റക്അത്ത് വേറെ. ഉലമാ പറയാ 14,000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച മഹാനാണ് ബുഖാരി ഇമാം. അതുകൊണ്ടല്ലേ അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി എന്ന പണ്ഡിതന്മാരുടെ ഏറ്റവും വലിയ അംഗീകാരം ആ കിതാബിന് സ്വഹീഹിന് ലഭിച്ചത്. എപ്പോഴാ ആ പണി തുടങ്ങിയതെന്നറിയുമോ? 17 വയസ്സുള്ളപ്പോൾ. നമ്മുടെ ചെറുപ്പക്കാർ ബൈക്കും ബ്രോസ്റ്റ് എന്നാ നടക്കുന്ന പ്രായത്തിൽ എന്ന് പറയാം അല്ലേ? പാലക്കാട്ടേക്ക് ഓടുമ്പടി നല്ല ഫുഡ് എവിടെയും കിട്ടുമോ? അന്ന് തുടങ്ങി വെച്ചു. 17 വയസ്സുള്ളപ്പോ മുത്തുനബി തങ്ങളെ അന്ന് സ്വപ്നം കണ്ടു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മദീന പള്ളിയുടെ മിമ്പറിൽ നിൽക്കുകയാണ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ മുഖത്തേക്ക് ഈച്ചകൾ വരുന്നുണ്ട്. ആ ഈച്ച വരുമ്പോൾ സദസ്സിലിരിക്കുന്ന കൊച്ചുകുട്ടിയായ മുഹമ്മദ് ബിൻ ഇസ്മാഈലുൽ ബുഖാരി തങ്ങൾ എഴുന്നേറ്റ് വന്നിട്ട് നബി തങ്ങളുടെ മുഖത്ത് നിന്ന് ഈച്ചയെ ആട്ടിക്കൊടുക്കുന്നു. ഇതാണ് സ്വപ്നം. സാദിനോട് പറഞ്ഞപ്പോ മഹാനായ അല്ലാമ ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി പറഞ്ഞു, മോനെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ നേരെ ആക്രമണങ്ങൾ വരുമ്പോൾ അത് ചെറുക്കാനുള്ള കെൽപ്പ് മോൻ ചെയ്യുന്ന പ്രവർത്തനത്തിൽ അള്ളാഹു തരും. അതായിരുന്നു സ്വഹീഹുൽ ബുഖാരി. നമ്മുടെ മക്കൾ പഠനത്തിൽ മുന്നോട്ട് വരണം, നമ്പർ 1 ആവണം. നമ്മുടെ മക്കൾ ഉഴപ്പരുത്. അതാണ് ജസ്റ്റ് പാസ്, അതല്ല, മുൻപന്തിയിലായി ഫസ്റ്റ് റാങ്കോടെ പാസ്സാവണം. നമ്മുടെ ആംബിഷൻ അതായിരിക്കണം. കുട്ടികളൊക്കെ നന്നായി പഠിക്കണം. അതാണ്, പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു 7 വയസ്സുള്ളപ്പോഴല്ലേ ഹഫിള കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് മുഴുവൻ മനപ്പാഠമാക്കിയത്. 10 വയസ്സുള്ളപ്പോഴാണ് ഹഫിളൽ മുവത്ത. മഹാനായ ഇമാമുന മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, മാലികി മദ്ഹബിന്റെ ഇമാമു ദാരിൽ ഹിജ്റ, ആലിമു മദീന, യംലഉ തിബാഖൽ അർദ്, ആലിമു ഖുറൈശ് യംലഉ തിബാഖൽ അർദ് ഇൽമ എന്ന് പറഞ്ഞ ഹദീസ് ഇമാമുന ശാഫിഈ തങ്ങളെ സംബന്ധിച്ചാണ് ഉലമാ പറഞ്ഞില്ലേ, യൂഷികു അൻ തദ്രിബ അക്ബാദുൽ ഇബിൽ ഇലാ ആലിമി മദീന യത്ലുബൂന ഇൽമ. മഹാനായ മാലിക് ഇമാമിനെ സംബന്ധിച്ചല്ലേ ലോക രാജ്യങ്ങളിൽ നിന്ന് ഒട്ടകപ്പുറത്ത് ആളുകൾ ഇൽമു തേടാൻ മദീനയിലേക്ക് പോകുന്ന കാലം വരുമെന്ന് പറഞ്ഞത്. ആ മഹാനുണ്ടാക്കിയ ആദ്യത്തെ ഹദീസിന്റെ ഗ്രന്ഥം ഫിഖ്ഹും കൂടെ മിക്സ് ആയിട്ടുള്ള മുവത്ത, കിതാബുൽ മുവത്ത. ഇമാമുന മാലിക് തങ്ങളുടെ കിതാബ് 10 വയസ്സുള്ളപ്പോൾ മനപ്പാഠമാക്കി ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. അതല്ല അത്ഭുതം, 12 വയസ്സുള്ളപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ ഫത്വ നൽകാൻ വേണ്ടി പീഠത്തിലേക്ക് കയറിയിരിക്കുന്നത്. 12 വയസ്സുള്ളപ്പോ, 12 ഇയേഴ്സ്, ടീനായിട്ടില്ല, 13 ആവുമ്പോഴേ ടീനേജർ ആവുള്ളൂ. അതിന്റെ മുമ്പേ ഫത്വ നൽകാൻ തുടങ്ങി ഇമാമുന ശാഫിഈ തങ്ങൾ. എവിടെയാ ജനിച്ചത്? ഫലസ്തീനിലെ ഗസയിൽ. എവിടെയാ പഠിച്ചത്? പരിശുദ്ധമായ മക്കയിലും മദീനയിലും. പിന്നെ ഇറാഖിലേക്ക് പോയി. അവസാന കാലം ഈജിപ്തിലേക്ക് ചെന്നു. ഈജിപ്തിലെ ഖൈറോയിൽ ഇമാമുന ശാഫിഈ തങ്ങളുടെ മഖാമുണ്ട്, അവരുടെ ഖബറുണ്ട്. ഷാഫി ഇമാമിൻ്റെ ഒരു പള്ളിയുണ്ട് അവിടെ സക്കരിയ അൽ അൻസ്വാരി തങ്ങളുടെ ഖബർ തൊട്ടിപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഇമാമുന ശാഫിഈ തങ്ങളുടെ ഖബറുണ്ട് അവിടേക്ക് സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. ആ പരിശുദ്ധമായ കുബ്ബയുടെ മീതെ പുറത്തുനിന്ന് നോക്കിയാൽ ഒരു ചെറിയ കപ്പലിൻ്റെ രൂപം ആ കുബ്ബയുടെ മീതെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉലമാ പറയാ, കപ്പലോടുന്നത് എവിടെയാണ്? സമുദ്രത്തിലാണ്. ഇതിൻ്റെ താഴെ കിടക്കുന്നത് ഇൽമിൻ്റെ സമുദ്രമാണ്. നമ്മുടെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു.
12 വയസ്സുള്ളപ്പോ ഫത്വ നൽകാനുള്ള യോഗ്യതയുണ്ടായി ഇമാമുന ശാഫിഈ തങ്ങൾക്ക്. അവരുടെ മദ്ഹബല്ലേ ലോകമൊട്ടാകെ വ്യാപിച്ചത്. ഇതൊക്കെ എവിടെ നിന്ന് തുടങ്ങി? ചെറിയ പ്രായത്തിൽ, ആ കൊച്ചു പ്രായത്തിലെ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട രീതി അങ്ങനെയാണ്. ഉമ്മമാരെ, 4 മക്കളുള്ളവർ ഒരു കുഞ്ഞിനെ, 5 മക്കളുള്ളവർ ഒരു കുഞ്ഞിനെ, 3 മക്കളുള്ളവർ ഒരു കുഞ്ഞിനെ, ഒരാണിനെയോ പെണ്ണിനെയോ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ പറഞ്ഞേക്കണം. ഇപ്പോൾ ഒരുപാട് ദീനി സ്ഥാപനങ്ങൾ ഇൻ്റർവ്യൂ വിളിക്കുന്ന സമയം, നമ്മുടെ വാഫി കോളേജുകളുടെ ഇൻ്റർവ്യൂ ഇപ്പോൾ കഴിഞ്ഞല്ലേ? SLC കഴിഞ്ഞ കുട്ടികൾക്ക് വാഫി കോഴ്സ് ഉണ്ട്. നമുക്ക് പറയണല്ലോ, 10ാം ക്ലാസ് പാസ്സായി +2 ഡിഗ്രിയും PG കഴിഞ്ഞിറങ്ങുന്ന 8 വർഷത്തെ കോഴ്സ് നമ്മുടെ ആൺകുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. വാഫി ആയിട്ട് അവരിറങ്ങും ഇൻഷാ അല്ലാഹ്. അവർക്കൊക്കെ അള്ളാഹു നല്ല ഇൽമും അമലും തൗഫീഖും ഇസ്സത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. വഫിയ കോഴ്സുകളുണ്ട്. നമ്മുടെ വളാഞ്ചേരിയിലെ മർക്കസു തർബിയത്തുൽ ഇസ്ലാമിയ എന്ന മഹത്തായ വൈജ്ഞാനിക ഗോപുരത്തിൻ്റെ കീഴിൽ രാജ്യത്തുടനീളം വഫിയ പെൺകുട്ടികൾക്ക് 5 വർഷത്തെ കോഴ്സ്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ +2 ഡിഗ്രിയും കഴിഞ്ഞ് പെൺകുട്ടികൾ വഫിയ ആയിട്ട് ഇറങ്ങി. ഹുദവി ബിരുദങ്ങളുണ്ട്. ഇപ്പോൾ റമദാൻ 20ന്റെ മുമ്പ് അപേക്ഷ നൽകിയാൽ മദ്രസയുടെ സമസ്തയുടെ 5ാം ക്ലാസ് പാസ്സായി 11.5 വയസ്സ് ഏറുന്നില്ലെങ്കിൽ നമ്മുടെ ആൺകുട്ടികൾക്ക് ദാൽഹുദയുടെ പരീക്ഷയിൽ ഇരിക്കാൻ സമയം. നമ്മുടെ തൂതയിൽ ദാൽഹുദയുടെ സ്ഥാപനമുണ്ട്. തൂത തൊട്ടടുത്ത് എന്തമണ്ണ അല്ലേ? തൂതയിലാണ്. ഒരുപാട് വേറെയും സഹസ്ഥാപനങ്ങൾ കൊണ്ടുപോയി പഠിപ്പിക്കുക. നമ്മുടെ ഒരു കുഞ്ഞിനെ പോയി ഇരുത്താം. പാസ്സായോ പഠിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ. എന്നാലും ഒരു ശ്രമം നമ്മൾ നടത്തിയില്ലേ? ചിലപ്പോൾ പിടിച്ചില്ലാന്ന് ഒരു 12 കൊല്ലമൊക്കെ ഇരുന്ന് പഠിച്ചു പോരാൻ പ്രയാസം ഉണ്ടായിരിക്കും. നമ്മുടെ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിയയുടെ ജൂനിയർ കോളേജുകൾ ഒരുപാടുണ്ട്. നന്ദി ദാറുസ്സലാമിൻ്റെ, നമ്മുടെ റഹ്മാനി ബിരുദം, നമ്മുടെ പണ്ഡിതന്മാർ തഖ്വയിൽ അധിഷ്ഠിതമായി ഉണ്ടാക്കിയ ഒരുപാട് സ്ഥാപനങ്ങൾ. അവിടങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾ വേണം. നമ്മുടെ ഇവിടുത്തെ മുതഅല്ലിമീങ്ങൾ ഹിഫ്ള് പഠിക്കാൻ അൽഹംദുലില്ലാ ഞങ്ങളൊക്കെ സഹായിച്ചു. ഇനിയും സഹായിക്കണം. അല്ലാഹു ദീനിന് എന്തെങ്കിലും സഹായം ചെയ്യാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. നമ്മുടെ മക്കളിൽ ഒരാളെ അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി ഒരാളെ നമ്മൾ കൊടുക്കാൻ പറ്റണം. ഇമാമുന ശാഫിഈ തങ്ങളുടെ മാതൃക അതാണ്. നമ്മൾ ശാഫിഈ മദ്ഹബുകാരാണ്. ഇമാം അങ്ങനെയാ പഠിച്ചു വന്നത്. 5ാമത്തേത് സ്വിൽ റഹിമക, കുടുംബ ബന്ധത്തോട് നല്ല കുടുംബ ബന്ധം ചേർത്തണം. സ്വന്തം മാതാവിന്, സ്വന്തം പിതാവിന് നന്മ ചെയ്യാത്ത ഒരാളും സമൂഹത്തിന് ഒരു നന്മയും അവർക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഉലമാ യുവാക്കളോട് കൊടുക്കുന്ന ഉപദേശം, ഉമ്മയോടും വാപ്പയോടും നന്നായിട്ട് പെരുമാറണമെന്ന്. ഉമ്മയോടും വാപ്പയോടൊക്കെ ചിലപ്പോൾ ഉമ്മ വാപ്പന്മാരുടെ സ്വഭാവം ഇച്ചിരി മോശമായിരിക്കും. അങ്ങനെ ഉമ്മയും വാപ്പ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഉമ്മാരും വാപ്പാരും അടിയന്തരമായി സ്വഭാവം നന്നാക്കണം മക്കളോട്. അടിയന്തരം. ഞാൻ വാപ്പയല്ലേ, എന്നെ എന്തായാലും അംഗീകരിച്ചല്ലേ പറ്റൂ, ഒക്കെ ശരിയാണ്. എന്നാലും ന്യൂ ജനറേഷൻ അല്ലേ മക്കള്. അതുകൊണ്ട് എന്ത് ചെയ്യുക, വാപ്പാൻ്റെ സ്വഭാവമൊക്കെ നന്നാക്കുക, നല്ല സ്വഭാവക്കാരാവുക. ഉമ്മയും വാപ്പയും മക്കൾ, ഉമ്മയുടെയും വാപ്പയുടെയും സ്വഭാവം എത്ര മോശമാണെങ്കിലും നമ്മൾ നല്ല നിലയ്ക്ക് പെരുമാറുക. സ്വിൽ റഹിമക, ഇത് ജീവിതത്തിന്റെ വിജയത്തിന് അനിവാര്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഹറമിന്റെ മുമ്പിൽ ഉമ്മയെ തോളിൽ വെച്ച് തവാഫ് ചെയ്ത ചെറുപ്പക്കാരനാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചത്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവരെ, എൻ്റെ ഉമ്മയോട് ചെയ്ത ബാധ്യത ഞാൻ നിറവേറ്റിയോ? തവാഫ് ഒറ്റയ്ക്ക് ചെയ്തിട്ട്, തവാഫ് പിന്നെയും കുഴപ്പമുണ്ടാവില്ല, സഅയ് ഒന്ന് ഒറ്റയ്ക്ക് ചെയ്താൽ മസിലൊക്കെ കയറി മുട്ടുകാലൊക്കെ വേദനയായി. എന്താണ് അവസ്ഥ? സുബ്ഹാനല്ലാഹ്. ഒറ്റയ്ക്ക് ഒരാളെ തോളിലിരുത്തി ചെയ്യാൻ, ട്രോളിൽ ഉന്തി കൊണ്ടുപോകുന്നുണ്ട്, കാണാൻ പറ്റും. ഹറമ് ഉംറക്ക് പോയവരൊക്കെ ഒരുപാട് ആളുകളില്ല. ഇനി പോകാൻ ഇതുവരെ സാധിക്കാത്തവർക്ക് വളരെ പെട്ടെന്ന് അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബ്. ഇടക്കിടക്ക് ഒന്നൊരു ഓയിൽ ചേഞ്ച് സർവീസ് എന്ന് പറഞ്ഞ മാതിരി ഇടക്കൊന്ന് പോയിട്ടൊന്ന് ഹറമൊക്കെ ഒന്ന് കണ്ടുപോരുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു മാറ്റമുണ്ടാകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു മാറ്റങ്ങൾ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉമ്മയെ തോളിൽ വെച്ച് തവാഫും സഅയും ചെയ്തപ്പോഴാണ്, എൻ്റെ ഉമ്മയോട് ചെയ്ത ബാധ്യത ഞാൻ നിറവേറ്റിയോ എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങളെ ഗർഭം ധരിച്ചപ്പോ ഉമ്മയുടെ കാലിലെ നരമ്പ് വീർത്തു വന്നപ്പോ, നിങ്ങളെ ഗർഭം ധരിച്ചപ്പോ ഉമ്മാക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഛർദിച്ച് ഉമ്മ കുഴങ്ങി വീണപ്പോ, നിങ്ങളെ ഗർഭം ധരിച്ചിട്ട് നിങ്ങളുടെ ഉമ്മാക്ക് ഉറക്കം വരാതിരുന്നപ്പോ, നിങ്ങളുടെ പ്രസവ വേദന ആണെന്ന് പറഞ്ഞ് ഉമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നപ്പോ വീണ്ടും കൊണ്ടുപോയി മടക്കി അയച്ചു, പിന്നെ പ്രസവിച്ചു. അങ്ങനെ അവിടെ കഷ്ടപ്പാട് സഹിച്ച് ഹോസ്പിറ്റലിൽ കിടന്ന നിന്റെ ഉമ്മ സഹിച്ച പ്രസവവുമായി ബന്ധപ്പെട്ട വേദനയിൽ ഒരു വേദനക്ക് പകരമാവാൻ നിന്റെ ഈ ത്യാഗം കൊണ്ടായില്ലെന്ന് മഹാനായ മുത്തബിഉ സുന്നഹ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. പിന്നെ ഇപ്പൊ എന്താ നമ്മളൊക്കെ പറയാ?
അത്രയും വലിയ ബാധ്യത ഉണ്ട്. അവരോട് നന്മ ചെയ്യാത്തവർക്ക് എങ്ങനെയാ സമൂഹത്തോട് നന്മ ചെയ്യാൻ കഴിയുന്നത്? അതുകൊണ്ട് ഓടിപ്പോകുന്നവരും ഓടിച്ചു കൊണ്ടുപോകുന്നവരും ഒന്ന് ഓർക്കണമേ, സ്വന്തം ജന്മത്തിന് കാരണക്കാരായ മാതാപിതാക്കളെയാണ് ഈ കണ്ണുനീർ കുടിപ്പിക്കുന്നത്. ഇവിടെ കണ്ടപ്പോൾ ഓട്ടൊക്കെ നിന്നില്ലേ? അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയില്ലപ്പോൾ ഇല്ലേ? ഔട്ട് ഓഫ് ഫാഷൻ ആയോ? ചാടലും ചാടിക്കലൊക്കെ ഇല്ലേ? ഇപ്പോൾ മോഡൽ പോയില്ലേ? ഒക്കെ പണ്ടത്തെ അല്ലേ? അൽഹംദുലില്ലാ, അങ്ങനെ ആവട്ടെ. ഇനിയൊന്നും അതൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. നാണക്കേടല്ലേ? സ്വന്തം ഉമ്മയും വാപ്പയൊക്കെ കോടതിയിൽ കൊണ്ടുവന്നിട്ട് എൻ്റെ കാമുകൻ്റെ കൂടെ പോകുന്നോ ഉമ്മയുടെ വാപ്പയുടെ കൂടെ പോകുന്നു. അപ്പം അങ്ങനെ ഒരു ജാള്യതയുമില്ലാതെ ഞാൻ എൻ്റെ കാമുകൻ്റെ കൂടെ ഉമ്മ ബോധം കെട്ട് വീണു, വാപ്പ വീണു. 2 ദിവസമായിട്ടുള്ളവൻ ചിരിക്കാൻ തുടങ്ങിയിട്ട്. ഈ ചെറുപ്പം മുതലേ ഈ കുഞ്ഞിനെ നോക്കി വളർത്തി എല്ലാം ചെയ്തു കൊടുത്ത ഉമ്മയാണ്, വാപ്പയാണ്. കൗമാരാകുമ്പോഴേ മറക്കാണ്. 6 മാസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ഥിരം മനസ്സിലാക്കിയ പോലെ നമ്മൾ സ്റ്റാമ്പ് ഒട്ടിക്കാത്ത കത്ത് തിരിച്ചു വരുന്ന പോലെ വീട്ടിൽ തന്നെ തിരിച്ചു വരും. അപ്പോഴേക്കും ആവേശം കഴിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു കുഞ്ഞ് വയറ്റിലുണ്ടാവും ചെയ്യും. പിന്നെ പോയ ബസ്സിന് കഴിയാണിച്ചിട്ട് പിന്നെ എന്താ കാര്യം? അതുകൊണ്ട് ബുദ്ധിമോശം ചെയ്യാതിരിക്കുക. ചെയ്തിട്ട് പിന്നെ പറ്റിപ്പോയി അതല്ല, ചെയ്യാണ്ടിരിക്കുക. അതിനുള്ളൊരു പക്വത നമ്മുടെ +2 മുതൽ, +2 എന്നല്ല, പ്രേമം 7ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങുന്നുണ്ടെന്നാണ് കേട്ടത്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയൊക്കെ പോയ ഏതായിരിക്കും അവസ്ഥ? റബ്ബേ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെയാ തിന്മയിലേക്കുള്ള ഡോർവേ, കവാടങ്ങൾ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടെ തുറക്കപ്പെട്ടിരിക്കുകയാണ്. വലിയ അപകടമാണ്. അള്ളാഹിനെ പേടിക്കാതെ ഒരു മനുഷ്യനും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. മുമ്പൊക്കെ ഒവ്വാൽത്തം ഇരിക്കുന്ന ടീമിനെ നോക്കിയാൽ മതി. നമ്മുടെ നാട്ടിലെ പ്രധാനേ പറയണുള്ളൂ. ഇപ്പോൾ അങ്ങനെ കാണൂല. ഒവ്വാൽത്തം വരുന്ന ആൾക്കാരില്ല. അതാണ് രസം. ഓരോരുത്തരും ഒറ്റ ലോകത്താണ്, സ്വന്തം സ്ക്രീനിൻ്റെ മുമ്പിലാണ്. അവൻ്റെ കൂട്ടുകാർ, സ്ക്രീനിലെ കൂട്ടുകാർ, അവരാരാണെന്ന് ആർക്കും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അള്ളാഹുവിൻ്റെ പേടി തന്നെ വേണം. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് സ്വന്തം മാതാപിതാക്കളെ സങ്കടപ്പെടുത്തിയിട്ട് ആർക്കും ഒരു സന്തോഷവും അള്ളാഹു നൽകില്ല. അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള ബന്ധം അടിയന്തിരമായി, എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ, മണ്ണാറക്കാടൊന്നും ഇല്ലയെന്ന് വിചാരിക്കട്ടെ, ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇന്നത്തെ രാത്രി വാപ്പയോട് പറയാം, വാപ്പ പൊരുത്തപ്പെട്ട് തരും, വാപ്പ എന്നോട് മാപ്പാക്കി തരും, വാപ്പാക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ, എനിക്ക് ഞാൻ പൊരുത്തപ്പെട്ട് തരൂല എന്ന് വാപ്പ പറഞ്ഞാലും നിങ്ങളുടെ ബാധ്യത തീർന്നു. അങ്ങനെ ഒരാൾ പൊരുത്തപ്പെട്ട് ചോദിച്ചാൽ പൊരുത്തപ്പെട്ട് കൊടുക്കണം എന്നാണ്. ഞാൻ മരിക്കോളം പൊരുത്തപ്പെടാൻ തീരുമാനിച്ചിട്ടില്ല. പെണ്ണുങ്ങളൊക്കെ അങ്ങനെ പറയും. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ഒരാൾ പൊരുത്തപ്പെടിച്ചാൽ നിനക്ക് പൊരുത്തപ്പെട്ട് തന്നു എന്ന് തന്നെ പറയണമെന്നാണ്. ഇനി പൊരുത്തപ്പെട്ട് തന്നില്ല എന്നവർ പറയാണ്, നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങളുടെ ബാധ്യത നിങ്ങൾ നിർവഹിച്ചു, അൽഹംദുലില്ലാ, അത്രയെങ്കിലും ചെയ്തിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 6ാമത്തേത്, ഇഖ്തർ അസ്ഹാബക, നിന്റെ കൂട്ടുകാരെ നല്ലവരെ തെരഞ്ഞെടുത്തോ. നല്ല കൂട്ടുകാർ നമുക്കും എല്ലാവർക്കും. സ്കൂളിലൊക്കെ പോകുമ്പോഴേ നമ്മുടെ മക്കൾ വേണ്ടാത്ത വർത്തമാനം കേട്ട് പഠിച്ചു വരുമ്പോൾ ടീച്ചറോട് ചെന്ന് പറയാം, ടീച്ചറെ നിങ്ങളെ സ്കൂൾ ഇത്ര മോശമാണോ? എന്തു പറ്റി? എൻ്റെ മോനെ ഇക്കാലം വരെ ഞങ്ങൾ വീട്ടിൽ പറയാത്തത് മോശമായ വാക്ക് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ മക്കൾ പറയുന്നുണ്ട്. ടീച്ചറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, തൊട്ടപ്പുറത്ത് വീട്ടിൽ നിന്ന് വരുന്ന ആ കുട്ടിയായിരിക്കും പറയുന്നുണ്ടാവുക. നമ്മുടെ മക്കളെ ഏത് സ്കൂളിൽ പറഞ്ഞയച്ചെങ്കിൽ എന്താ, തൊട്ടടുത്ത ബെഞ്ചിലോ ചെയറിലോ ഇരിക്കുന്ന കുട്ടി നല്ല കുട്ടിയാവണേന്ന് അള്ളാഹിനോട് തന്നെ അത് വരക്കണം അല്ലേ? അഡ്മിഷൻ്റെ സമയത്ത് പറ്റൂലല്ലോ, എൻ്റെ കുട്ടീൻ്റെ അടുത്ത് തന്നെ ഇരുത്തണം എന്ന് പറയാൻ പറ്റൂലല്ലോ. നമ്മുടെ കുട്ടികൾക്ക് നല്ല കൂട്ടുകാർ അള്ളാഹു നൽകട്ടെ. നബി തങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾ ഓരോരുത്തരുടെയും മതം നിങ്ങളുടെ കൂട്ടുകാരെ നോക്കിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. അള്ളാഹു നമുക്കത് നൽകട്ടെ, നമ്മുടെ മക്കൾക്ക് അള്ളാഹു നൽകട്ടെ. ചുരുക്കി പറയട്ടെ, 7ാമത്തേത്, ചുറ്റുപാടിനെ സംബന്ധിച്ച് ബോധം വേണം. നമ്മുടെ യുവാക്കൾ വെറും ഒരു റൊമാൻറ്റിക് ലോകത്ത് ജീവിക്കുന്നവരാവരുത്. ഡ്രീം വേൾഡ് എന്നൊക്കെ പറയില്ലേ, സ്വപ്നലോകം, അങ്ങനെ ആയിക്കൂടാ. യാഥാർത്ഥ്യം അറിയണം, നാട്ടിൽ നടക്കുന്നത് അറിയണം, മുസ്ലിം ഉമ്മത്തിന്റെ സമകാലിക പ്രശ്നങ്ങൾ അറിയണം. ടേക്ക് ടൈം ടു ബി അവെയർ. ഇറ്റ്സ് ദ വേ ടു ഹെൽപ്പ് അതേഴ്സ്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള വഴി ചുറ്റുപാടിനെ കുറിച്ച് അറിയണം. ഇന്നങ്ങനെയാണ്, കുട്ടികളൊന്നും ന്യൂസ് കാണുന്നില്ല എന്നാ, ന്യൂസ് അത് ബോറിംഗ് ആണ്, അത് എനിക്ക് വേണ്ട, അതിലെന്താ ഉള്ളത്? അങ്ങനെയല്ല, അത് ചിലപ്പോൾ അറിയേണ്ടത് കാണും. പത്രങ്ങൾ വായിക്കണം, നമ്മുടെ കൂട്ടുകാർ ചുറ്റുപാടുകളെ കുറിച്ച് അറിയണം. അപ്പോഴേ സമൂഹത്തിന് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ കഴിയുള്ളൂ. ഞാൻ ഓടിച്ചു പോകാണ് സമയദൈർഘ്യം പറയുന്നുകൊണ്ട്. 8ാമത്തേത്, കുൻ റിയാദുയ്യൻ, ചെറുപ്പക്കാരോട് പറയാൻ നല്ല അത്ലറ്റ് ആവണമെന്ന്. അതൊക്കെ കേട്ടില്ലല്ലോ, അതിനെപ്പറ്റി പറഞ്ഞോട് മൂല്യരെ വേള്.
നല്ല കളിക്കാരനാവണം എന്നല്ല അതിൻ്റെ അർത്ഥം. ആരോഗ്യമുള്ള എക്സർസൈസ് ചെയ്യുന്നവരാവണം ചെറുപ്പക്കാർ. അങ്ങനെയാണ് റിയാദുയ്യൻ, എക്സർസൈസ് ചെയ്യണം എന്നാണ്. ആരോഗ്യം വേണം. മുത്തുനബി ഞങ്ങളുടെ ഒരൊറ്റ ഹദീസ് മതി, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ദഈഫ് വഫീ കുല്ലിൻ ഖൈർ. ആരോഗ്യമുള്ള മുഅ്മിനാണ്, ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്, ആരോഗ്യമുള്ള സത്യവിശ്വാസിയാണ് ആരോഗ്യമില്ലാത്തവനേക്കാളും അല്ലാഹുവിനിഷ്ടം. രണ്ടുപേരിലും നന്മയുണ്ടെങ്കിൽ തന്നെയും ഏറ്റവും ഇഷ്ടം നല്ല ആരോഗ്യമുള്ളവനെയാണ്. അപ്പോൾ കുറച്ച് എക്സസൈസും ജോഗിങ്ങും നടത്തവും ഔറത്ത് മറച്ചിട്ടുള്ള നിസ്കാരം കളാക്കാത്ത ഫുട്ബോൾ കളി അതൊക്കെ കുഴപ്പമില്ല, അതിനൊന്നും വിരോധമല്ലല്ലോ. നിസ്കാരം കളാക്കരുത്, അതൊരു തൊഴിലായി കൊണ്ട് നടക്കരുത്. ഔറത്ത് കാണിച്ച് കാലിൻ്റെ മുട്ടിൻ്റെ മേലെ നിങ്ങൾ കാണിച്ചു കൊടുക്കരുത്. കാൽമുട്ട് മറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ട്രാക്ക് സ്യൂട്ടോ അല്ലെങ്കിൽ ട്രൗസറൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്തോളൂ, കളിക്കാം, അതിന് കുഴപ്പമില്ല. ഹറാമെന്ന് പറയാൻ പറ്റൂല. ആരോഗ്യം വേണം, നല്ല ആരോഗ്യം വേണം. പൊണ്ണത്തടിയന്മാരായിട്ട് മാറരുത് ചെറുപ്പക്കാരെ. ഇതൊക്കെ നമ്മുടെ വിലമ പറയാൻ. ദാർലുദിയിലൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ദാർലുദിൻ്റെ മാനേജർ ഇപ്പോഴും ഉണ്ട്, ബഹുമാനപ്പെട്ട ഷംസുക്ക. 4 മണിക്ക് കിതാബ് ഓതി അവിടെ വായിച്ചിരിക്കുക എഴുതിയിരിക്കുകയാണെങ്കിൽ അടി കിട്ടും. ഞങ്ങൾ പഠിക്കുന്ന കാലത്തൊക്കെ പോയി കളിക്കണം എന്നാണ്. ഇപ്പോൾ പൈജാമയും കുപ്പായൊക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങി ഓടെ കളിക്കുക. മഗ്‌രിബ് ആകുമ്പോഴേക്കൊക്കെ കുളിച്ച് റെഡിയായി തസ്ബീഹ് ചൊല്ലാൻ വേണ്ടി മഗ്‌രിബിലേക്ക് പള്ളിയിലേക്ക് പോകണം. കളിച്ചില്ലെങ്കിൽ അടി കിട്ടുമായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അന്ന് അങ്ങനെയാണ്, അന്ന് കളിപ്പിക്കൂ. എന്ത് വെച്ചാൽ അത് ആവശ്യമാണ്. ആരോഗ്യം ഉണ്ടാവും. അല്ല അല്ലേ, നമ്മൾ പറയില്ലേ സ്ട്രോങ് മൈൻഡ് ഈസ് ഇൻ എ സ്ട്രോങ് മൈൻഡ് ഈസ് ഇൻ എ സ്ട്രോങ് ബോഡി അല്ലേ. നല്ല ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള തലച്ചോറുണ്ടാവുള്ളൂ എന്നാണ്. അപ്പോൾ ആരോഗ്യം വേണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലിമു ഔലാദകുമുസ് സിബാഹ വറിമായ വറുകൂബൽ ഖൈൽ. ഉമർ തങ്ങൾ നിരന്തരം ഉപദേശിക്കുന്ന മക്കളെ നിങ്ങൾ നീന്താൻ പഠിപ്പിക്കണം. ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് നിങ്ങളോടല്ല എന്ന് മാത്രം. എന്നാലും നീന്താൻ അറിയാത്തവർ കൈപൊക്കട്ടെ എന്നല്ല, നീന്താൻ അറിയുന്നവർ കൈപൊക്കട്ടെ എന്നാണ് പറഞ്ഞു. നീന്താൻ അറിയുന്നവർ മാഷാ അല്ലാഹ്, വഴിക്ക് തള്ളി വിട്ടാലേ ഇത് സത്യമാണോ അല്ലേ എന്ന് അറിയുള്ളൂ. എന്നാലും അൽഹംദുലില്ലാഹ്, അറിയില്ല എന്ന് പറയാനൊരു ജാള്യതയാണല്ലോ. അറിയും, അൽഹംദുലില്ലാഹ്. അത് സുന്നത്താണെന്ന് പറഞ്ഞ് പഠിക്കുകയാണെങ്കിൽ കൂലി കിട്ടിയിട്ടുണ്ടാവും. സുന്നത്താണല്ലോ എന്ന് പറഞ്ഞ കുളത്തേക്ക് ഒരൊറ്റ ചാട്ടം, ഞാൻ നീന്തം പഠിക്കട്ടെ, അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞതല്ലേ നീന്തം പഠിക്കാൻ ഞാൻ ചാടട്ടെ. ഒരു മഹലിൽ മൊത്തം നീന്താൻ അറിയാത്ത ആൾക്കാരുണ്ടെന്നാ. അതേത് മഹല്ലാന്ന് ഞാൻ പറയില്ല, അതൊരു വിറ്റാണ്, അത് ഞാൻ പറയുന്നില്ല. അതെ, ഇത് കേൾക്കുന്നവർക്ക് അറിയും അത്. അപ്പോൾ അങ്ങനെ ആവരുത്. നീന്താൻ അറിയണം, നീന്താൻ അറിയണം. മുഅ്മിൻ അങ്ങനെയാണെന്നാ. അതുകൊണ്ട് ഇപ്പോൾ മൂല്യരല്ലാതെ ഇപ്പോൾ ഉസ്താദ് ഇപ്പോൾ ഒന്ന് മുങ്ങി കുളിച്ചെന്ന് വിചാരിച്ചു വല്ല കുഴപ്പമുണ്ടോ? ഓർത്തൊക്കെ മറിച്ച് ഉസ്താദ് കുളിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പണ്ടൊരു ഉസ്താദ് ഹൗലൊന്ന് മുങ്ങി കുളിച്ചിട്ട് കമ്മിറ്റിക്കാർ പിരിച്ചു വിട്ടിരിക്കുന്നത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആവരുത്. നീന്താൻ അറിയണം എന്നാണ്. കുൻറിയാദുയ്യൻ, നീന്താൻ അറിയുന്നവരാവണം, ആരോഗ്യമുള്ളവരാവണം ചെറുപ്പക്കാർ. ചെറുപ്പക്കാരെ പറ്റി പറയാം. 40 വയസ്സ് വരെയുള്ള റൂളാണ് ഇപ്പോൾ പറയുന്നത്. 40 കഴിഞ്ഞവർ പിന്നെ ബസ് പോയി. ഏതായാലും സാരമില്ല, ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോക്കുക. അൽഹംദുലില്ലാഹ്, അടുത്ത ബസ് വരുന്നവരെ സ്റ്റോപ്പൊക്കെ നടന്നു നോക്കുക. ചിലപ്പോൾ അടുത്ത ബസ് കിട്ടിയെന്ന് വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലിമു ഔലാദകുമുസ് സിബാഹ, മക്കളെ നീന്താൻ പഠിപ്പിക്കണം. വരിമായ, ആർച്ചറി പഠിപ്പിക്കണം എന്ന്. അമ്പെയ്യാൻ, ഷൂട്ടിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ല, ഇന്ന് മക്കളെ പഠിപ്പിക്കണം. റുകൂബൽ ഖൈൽ, ഹോഴ്സ് റൈഡിങ്, കുതിരയോട്ടം പഠിപ്പിക്കണം. ഇതൊക്കെ പറയുമ്പോൾ അറിയണം, മക്കയിലൊരു പുഴയില്ല, മക്കയിലൊരു കുളം പോലില്ല. മദീനയിൽ പുഴയുണ്ടോ, തോടുണ്ടോ? ഒരൊറ്റ കുളം ഉണ്ടായിരുന്നു, ഒരു കുളം. അന്ന് നബി തങ്ങൾ മദീനയിൽ വന്നപ്പോൾ ഒരു കുളമുണ്ടായിരുന്നു അവിടെ, ഇന്ന് കാണുന്നില്ല. ഒരു കുളമുണ്ട്. ആ കുളത്തിൽ നബി തങ്ങൾ ലിയസ്ബഹ കുല്ലു ഹബീബിൻ ഇലാ ഹബീബിഹി, സുദ്ദീഖ് തങ്ങളും നബി തങ്ങളും 1-2 കൂട്ടുകാരും ആ കുളത്തിൽ കുളിക്കുമ്പോൾ തങ്ങൾ പറഞ്ഞു, അക്കരെ ഇക്കരെ നിന്ന് ഓരോരുത്തരും അവനവന്റെ കൂട്ടുകാരനിലേക്ക് നീന്തുക എന്ന് പറഞ്ഞ് മത്സരിച്ച് നീന്തി. ഫസബഹ ഇലാ അബീ ബക്കറിൻ, നബി തങ്ങൾ നീന്തിയത് സുദ്ദീഖ് തങ്ങളുടെ അടുത്തേക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു നീന്തൽ മത്സരം നടത്തിയിട്ടുണ്ട് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല രസമാണ് ദീൻ. ഇതൊക്കെ കൂടുമ്പോൾ അതുകൊണ്ടൊന്നും മൂല്യരല്ലാതെ ആവില്ല. എന്ത് ചെയ്യുക, ആച്ചടക്കത്തിൽ അതൊക്കെ ചെയ്യാം. കമ്പറ്റിക്കാർ ചിലപ്പോൾ വെച്ച് വിട്ടുന്ന് വരും, അത് വേറെ വിഷയം. വൈകുന്നേരം ഉസ്താദ് കുട്ടികളപ്പോൾ കളിക്കിറങ്ങിയാൽ. പക്ഷേ അതൊക്കെ അനിവാര്യതയാണ്. മുമ്പൊക്കെയാണ് നമ്മൾ മുദരിസിൻ്റെ അരവാതിൽ അടഞ്ഞു കിടക്കുക എന്ന് പറയാം. ഇന്ന് 2 വാതിലും തുറന്നു കൊടുക്കണം എന്നാണ്. ഇങ്ങനെ ആളുകൾ ചോദിച്ചും അറിഞ്ഞും അവരുമായി ഇടപഴകി പഠിക്കുന്ന കാലം. മുമ്പ് അങ്ങനെയല്ല, ഉസ്താദിനെ കാണുമ്പോഴേക്കും എഴുന്നേറ്റ് നിന്ന് ഓടി രക്ഷപ്പെടുന്ന കാലമാണ്. ഇന്ന് അങ്ങനെയൊന്നുമല്ല.
അപ്പം എന്ത് ചെയ്യണം? ഇടപെടണം, മിംഗ്ലിങ് വേണം. അപ്പം അവരുമായുള്ള ആ ഒരു മെൻ്റൽ ഒരു മാനസികമായ ബന്ധത്തിന് അതൊക്കെ ചിലപ്പോൾ സഹായിച്ചെന്ന് വരും. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ യുക്തം പോലെ ചെയ്യുക. അവനവൻ്റെ പള്ളി കമ്മിറ്റിക്കാരുടെ മൂടനുസരിച്ചൊക്കെ തീരുമാനം എടുക്കുക. ഉസ്താദന്മാർ അല്ലിമു ഔലാദക്കും മുസ്സിബാഹ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു കച്ചവടം നടത്തുമ്പോൾ കണ്ടിട്ട് പറഞ്ഞു, ചെറിയ കുട്ടിയായിരുന്നു. മഹാനായ ജഅഫർ തങ്ങളുടെ മോൻ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ എന്നവരെ കച്ചവടം ചെയ്യുമ്പോൾ നബി തങ്ങൾ കണ്ടിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ ബൈഇഹി. ചെറിയൊരു കുട്ടി കച്ചവടത്തിന് ഇറങ്ങാൻ, അൽഹംദുലില്ലാഹ്, മോഷണത്തിനല്ലല്ലോ പോകുന്നത്, ഒരു ഹലാലായ മീൻസ് ഓഫ് ലൈഫ്, അല്ലെ, ജീവിക്കാനുള്ളൊരു മാർഗം കണ്ടെത്തുകയാണ്. നബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. ഉന്മേഷത്തോടുകൂടെ പ്രവർത്തിക്കണമെങ്കിൽ ആരോഗ്യമുള്ള ശരീരം വേണം. നബി തങ്ങൾ അത് ഇഷ്ടപ്പെട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനമായി തൊട്ടു മുമ്പ് ദുആ ചെയ്യണം ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി. ഉദ്ഉ ലിഗൈരിക്, മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ഇരക്കണം. നമുക്കൊക്കെ ശത്രുക്കളുണ്ടാവാം, മിത്രങ്ങളുണ്ടാവാം. ശത്രുക്കൾക്ക് വേണ്ടിയും ദുആ ഇരക്കണം എന്നാണ്. അല്ലാഹുവേ പുറത്തു തരണേ, ഞങ്ങൾക്കൊക്കെ പുറത്തു തരണേ, ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, ഞങ്ങളെ സഹായിച്ചവർക്ക്, ഭക്ഷണം തന്നവർക്ക് എന്നൊക്കെ പറയുമ്പോൾ അല്ലാഹുവേ മുസ്ലിമീങ്ങളായ ഞങ്ങളുടെ ശത്രുക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന് പറയണമെന്നാണ്. ഒരു പക്ഷേ അതിലൂടെയൊക്കെ നന്നായാലോ. ശത്രുക്കൾ മാൽക്കം എക്സ് ആണ് അത് ലോകത്ത് ആദ്യം കൊണ്ടുവന്ന പ്രഗത്ഭനായ പ്രാസംഗികൻ. മാൽക്കം എക്സ് കേട്ടവരുണ്ട്, സമയം വൈകി നിർത്തുകയാണ്. അൽഹംദുലില്ലാഹ്. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അമേരിക്കക്കാരനായ അമേരിക്കയിലെ വർഗീയതയ്ക്കെതിരെ വിപ്ലവം ചെയ്ത മാൽക്കം എക്സ് മരിച്ചുപോയി. 1980-കൾക്ക് മുമ്പ് മരിച്ചുപോയി. അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ അദ്ദേഹം അസ്സലാമു അലൈക്കും, അദ്ദേഹത്തിൻ്റെ ഒരു ഗാഢമായ ശബ്ദ, ഞാനെന്ന് പറഞ്ഞത് എത്തൂല, വല്ല ഷബാക്ക് വിസ്താദോ കബീർവാക്ക് വിസ്താദൊക്കെ പറയേണ്ടി വരും. അവർ ഗാഢമായ രീതിയിലൊരു അസ്സലാമു അലൈക്കും ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഫ്രണ്ട്സ് ആൻഡ് എനിമീസ്, അങ്ങനെ അവർ അഡ്രസ്സ് ചെയ്യുക. യു ക്യാൻ സ്റ്റോപ്പ് എ ഹോൾ ഓഡിയൻസ്. എത്ര ബഹളമുള്ള ഒരു സമൂഹമാണെങ്കിലും മാൽക്കം എക്സിൻ്റെ അഡ്രസ്സ് എങ്ങനെയാണ്? ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഫ്രണ്ട്സ് ആൻഡ് എനിമീസ്. വാ, എല്ലാവരും പെട്ടതിൽ ശത്രുക്കളെ, സുഹൃത്തുക്കളെ, ആണുങ്ങളെ, പെണ്ണുങ്ങളെ, എന്നിട്ട് അവർ പ്രസംഗം തുടങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ ശത്രു സമൂഹത്തെയും ഉൾക്കൊള്ളാൻ കഴിയാം. അതിന് ഇച്ചിരി മനസ്സ് വിശാലത വേണ്ടി വരും. നമ്മുടെ ശത്രുക്കൾക്ക് ചിലപ്പോൾ അത് ഇല്ലാതെ വന്നേക്കാം, നമുക്കത് ഉണ്ടാവാം. ഉദ്ഉ ലിഗൈരിക്, മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മൾ ആർക്കു വേണ്ടിയും കേടായി ദുആ ചെയ്യരുത്. അങ്ങനെയാണ്, ആർക്കു വേണ്ടിയും കേടായി ദുആ ചെയ്യരുത്. എംഎൽഎക്കെതിരെ വേറെന്നൊക്കെ നമ്മൾ പറയണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ആർക്കും ലാ തദ്ഉ അലാ അൻഫുസികും, നിങ്ങൾ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് വേണ്ടി കേടായി ദുആ ചെയ്യരുത്. വലാ തദ്ഉ അലാ അഹ്ലീകും, നിങ്ങളുടെ ഭാര്യമാർക്കെതിരായി ദുആ ചെയ്യരുത്. വലാ തദ്ഉ അലാ ഔലാദികും, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മോശമായി ദുആ ചെയ്യല്ലേ. വലാ തദ്ഉ അലാ അംവാലികും, നിങ്ങളുടെ സമ്പത്തിനെതിരെ ദുആ ചെയ്യല്ലേ. നിങ്ങളുടെ വാഹനം, നിങ്ങളുടെ വീട്, വണ്ടി പോകുന്ന പോക്കിൽ ബ്രേക്ക് ഡൗൺ എന്ന് വിചാരിക്കുക. ഒരുത്തം കേട്ട ഈ കാർ എപ്പോഴും ഇങ്ങനെ തന്നെ ഒന്നും പറയണ്ട, അള്ളാൻ്റെ ഖളാ ആണെന്ന് വിചാരിക്കുക. ഞങ്ങളിപ്പോൾ ഒന്ന് ഓടിക്കതച്ച് വരികയായിരുന്നു, പോലീസ് പിടിച്ചു. എന്താ ചെയ്യുക? 8:30 മണിക്ക് ഞങ്ങൾ വടകരയിലാണ്, രാത്രി 8:30 മണിക്ക്. അങ്ങനെ നമ്മൾ ഡ്രൈവർ വണ്ടി ഓടിച്ച സുഹൃത്തുക്കൾക്കൊക്കെ അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. അവിടുന്ന് മണ്ണാർക്കാട് എത്തണ്ടേ, പോലീസിൻ്റെ പിടുത്തം സൈഡാക്കാൻ പറഞ്ഞു. പോണ പോക്കണ്ടിട്ടേ. അപ്പോൾ ക്ഷമിക്കന്നെ, കുഴപ്പമില്ല, ഫൈൻ അടച്ചു, ക്ലിയർ ചെയ്തു, അൽഹംദുലില്ലാഹ്. ഞങ്ങൾ പറഞ്ഞു മണ്ണാർക്കാട്ടൊക്കെ പോവുകയാണ്, വേഗം വിട്ടരണമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ എന്തെങ്കിലും യാത്രയിൽ പ്രയാസം വന്നു, ഒന്നും ആരെയും പഴിചാരണ്ട, ആരെയും കുറ്റം പറയണ്ട, ക്ഷമിച്ചിരിക്കുക. ലാ തദ്ഉ, വാഹനത്തിനെതിരെ ദുആ ഇറക്കരുത്, നിങ്ങൾക്കെതിരെ ദുആ ചെയ്യരുത്, ആർക്കും എതിരായിട്ട് ദുആ ചെയ്യരുത്, അനുകൂലമായി ദുആ ചെയ്യണമെന്ന്. സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്ന ഒരാൾ, ഒരു വാപ്പ പറഞ്ഞു, സഈദ് എന്നവരെ, എൻ്റെ മോൻ വളരെ പ്രശ്നക്കാരനാണ്, അവൻ ആകെ കേടുവന്നുപോയി. സഈദ് ഇബ്നു മുസയ്യിബ് തങ്ങൾ ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ മകനെതിരെ എപ്പോഴെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ? ഒരിക്കൽ ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. അഫ്സദതുഹു ദുആഉക, നിങ്ങൾ ആ മോനെതിരെ ചെയ്ത ദുആയാണ് നിങ്ങളുടെ മോൻ മോശക്കാരനാവാൻ കാരണം എന്ന് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയാൻ. അതുകൊണ്ട് ആരും ആർക്കും എതിരായി ദുആ ചെയ്യരുത്. മുസ്ലിമീങ്ങൾക്ക് പാപങ്ങൾ പൊറുക്കപ്പെടാനും അനുകൂലമായും ശത്രുതയ്ക്ക് വേണ്ടി ദുആ ചെയ്യരുത്. എല്ലാവരും സുഹൃത്തുക്കൾക്ക് നന്മയ്ക്ക് വേണ്ടി
നമ്മുടെ ശത്രുക്കൾക്ക് പോലും നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാം. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അവസാനമായി മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഉപദേശത്തിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. അവസാനമായി നമ്മുടെ സമയം കൃത്യമായി ഉപയോഗിക്കുക. ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞു, മനുഷ്യൻ എന്ന് പറഞ്ഞത് ചില ശ്വാസങ്ങളാണ്, അല്ലെങ്കിൽ ഇന്നമ അൻത അയ്യാമുൻ ഇദാ ദഹബ ബഅദുഹാ യൂഷികു അൻ തദ്ഹബ കുല്ലുഹാ. നമ്മൾ എന്ന് പറഞ്ഞത് കുറച്ച് ദിവസങ്ങളാണ്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് മുഴുവൻ പോവാനിടയുണ്ട്. അതുകൊണ്ട് അതിനു വേണ്ടി ഒരുങ്ങുക. അള്ളാഹു നമ്മളെയൊക്കെ സഹായിക്കട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.